ഹായ് എവരി വൺ അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിസീസസ് അഥവാ രോഗങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്തൊക്കെ അസുഖങ്ങളാണ് നമ്മുടെ ലോകത്ത് നമുക്ക് ചുറ്റുമുള്ളത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്, ആ അസുഖങ്ങൾ മാറാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് പലതരത്തിലുള്ള വാക്സിനുകൾ എടുക്കുന്നതിനെ പറ്റി നമുക്കറിയാം, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്നിങ്ങനെയുള്ള ഏതൊക്കെ രീതിയിലാണ് അത് പകരുന്നത് എന്നിങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മളൊരു എന്താ പറയുക എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ കൂടി ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കുറച്ചധികം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇനി ഇവിടെ അങ്ങോട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഡിസീസ്, എന്താണ് അസുഖം, എന്താണ് രോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ WHO നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ, യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഭാഗമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അവരുടെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എനി ഹാർംഫുൾ ഡീവിയേഷൻ ഫ്രം ദ നോർമൽ സ്ട്രക്ചറൽ ഓർ ഫങ്ഷണൽ സ്റ്റേറ്റ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ജീവിയുടെ സാധാരണ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഫംഗ്ഷനിങ്ങിൽ നിന്നും അതിന് ഉപദ്രവകരമായി തീരുന്ന രീതിയിലുള്ള എന്തെങ്കിലും മാറ്റങ്ങളെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, അതൊരു അസുഖമാണ്, അതൊരു ഡിസീസ് ആണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാനായിട്ട് കഴിയും. ഈ ഡിസീസുകൾ ഉണ്ടാവുന്നതിന് ഭൂരിഭാഗം കേസസിലുള്ള കാരണം എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. സൂക്ഷ്മജീവികൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് എന്തുണ്ടാവുന്നത്, അസുഖങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, നമ്മൾ പാത്തോജൻസ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ മലയാളത്തിൽ രോഗകാരികൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ പാത്തോജൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബാക്ടീരിയയും വൈറസും എല്ലാം എന്ത് തന്നെയാണ്, ഈ പറയുന്ന പാത്തോജൻസ് തന്നെയാണ്. അപ്പോൾ ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ പാത്തോജൻസ് എന്നും ആ പാത്തോജൻസിനെ പറ്റിയുള്ള പഠനം അല്ലെങ്കിൽ ആ അസുഖങ്ങളെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ പാത്തോളജി എന്നും പറയുന്നു. പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സ്റ്റഡി ഓഫ് ഡിസീസസ് എങ്ങനെ അറിയപ്പെടുന്നു, ഏത് പേരിൽ അറിയപ്പെടുന്നു, പാത്തോളജി എന്നറിയപ്പെടുന്നു. ഇനി ഈ അസുഖങ്ങളെ വളരെ സിമ്പിൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 തരത്തിലുള്ള അസുഖങ്ങളായിട്ട് തരംതിരിക്കാൻ പറ്റും. അതിൽ ആദ്യത്തേതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംക്രമിക രോഗങ്ങൾ എന്ന് നമ്മൾ പറയും. സാംക്രമിക രോഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകരുന്ന അസുഖങ്ങളാണ്. പല മാർഗങ്ങളിലൂടെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക്, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക്, അങ്ങനെ പല പല രീതികളിൽ, ഇപ്പൊ നമ്മൾ തുമ്മുന്നതിലൂടെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ കോണ്ടാക്ട് വരുന്നതിലൂടെയോ അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്ട് വരുന്നതിലൂടെയോ അങ്ങനെ പല പല രീതികളിൽ ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പകരുന്ന അസുഖങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ എന്ന് വിളിക്കുന്നു. ഇതിൽ പലതും എന്തുകൊണ്ടാവാം, ബാക്ടീരിയ കൊണ്ടാവാം, വൈറസ് കൊണ്ടാവാം, പ്രോട്ടോസോവ കൊണ്ടാവാം, അങ്ങനെ പലതരത്തിലുള്ള രോഗകാരികൾ, പലതരത്തിലുള്ള പാത്തോജൻസ് എന്തുണ്ടാവും, അവിടെ ഉണ്ടാവും. രണ്ടാമത്തേതാണ് ജനറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. പരമ്പരാഗതമായി നമുക്ക് വരുന്ന ഡിസീസസ്. ഫോർ എക്സാമ്പിൾ, അതിന് എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ ആണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ബ്ലഡ് ക്ലോട്ട് ആവാത്ത അവസ്ഥ ഇംഗ്ലണ്ടിലെ രാജകുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്ന അസുഖമാണ്. അതുപോലെ പലതരത്തിലുള്ള ഡൗൺ സിൻഡ്രം ഉണ്ട്, ടേണർ സിൻഡ്രം ഉണ്ട്, അതുപോലുള്ള അസുഖങ്ങൾക്ക് ഏതിന് എക്സാമ്പിൾ ആണ്, ജനറ്റിക് ഡിസീസിന് എക്സാമ്പിൾ ആണ്. മൂന്നാമത്തേതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. നമ്മുടെ കയ്യിലിരിപ്പുണ്ട്, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രത്യേക ചില രീതികൾ കൊണ്ട് നമുക്ക് വരുന്ന അസുഖങ്ങളാണ് ഇതെന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ട് മാത്രം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ചില ജോലികളിലേക്ക് ഭാഗമായിട്ട് എന്ത് ചെയ്യും, പലർക്കും പല അസുഖങ്ങൾ വരും. ഇതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡയബറ്റീസ് ഒക്കെയാണ് നമ്മൾ ഇതിന്, അല്ലെങ്കിൽ ഒബിസിറ്റി, പൊണ്ണത്തടിയൊക്കെ നമ്മൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. അപ്പൊ ഇതാണ് ഡിസീസിനെ പറ്റിയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ പകരുന്ന അസുഖങ്ങൾ, അതുപോലെ ജനറ്റിക് ഡിസീസസ് പരമ്പരാഗതമായി വരുന്ന അസുഖങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് സ്വഭാവം കൊണ്ട് വരുന്ന അസുഖങ്ങളൊന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അസുഖം ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്ന് വിളിക്കുന്നു. അസുഖങ്ങളെ പറ്റിയുള്ള പഠനം പാത്തോളജി എന്നും അറിയപ്പെടുന്ന എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ഓരോരോ അസുഖങ്ങളായിട്ട് എടുത്ത് നോക്കണം. അവയുടെ ക്ലാസിഫിക്കേഷൻ വീണ്ടും എന്ത് ചെയ്യണം, സബ് ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ആരെ നോക്കാൻ പോവാണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ സാംക്രമിക രോഗങ്ങളെ പറ്റി നോക്കാൻ പോവുകയാണ്. അവയുടെ തന്നെ മറ്റൊരു പേരാണ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷ്യസ് ഡിസീസസ് അഥവാ സാംക്രമിക രോഗങ്ങൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ എന്താണ്, പകരുന്ന അസുഖങ്ങളെ നമ്മൾ എന്തെന്ന് പറയും, കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയും. ഡിസീസസ് കേപ്പബിൾ ഓഫ് ബീയിങ് ട്രാൻസ്മിറ്റഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഓർ ഫ്രം ദ എൻവിറോൺമെന്റ് ടു പേഴ്സൺ. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന്, നമ്മുടെ പ്രകൃതിയിൽ നിന്ന് മനുഷ്യനിലേക്കോ പകരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം, ഓൾറെഡി നമ്മൾ പറഞ്ഞു, ബാക്ടീരിയ കൊണ്ടാവാം, വൈറസ് കൊണ്ടാവാം, ഫംഗസ് കൊണ്ടാവാം, പ്രോട്ടോസോവ കൊണ്ടാവാം, പാരസൈറ്റുകൾ കൊണ്ടാവാം. ഇതെല്ലാം എന്താണ്, പാത്തോജൻസ്, പലതരത്തിലുള്ള രോഗകാരികളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് മനസ്സിലായില്ലേ? ഇതില് ആദ്യത്തെ ബാക്ടീരിയ കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ബാക്ടീരിയ
അതിൽ ആദ്യത്തെ ഓരോരോ അസുഖങ്ങളായിട്ട് എടുത്ത് പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ അസുഖമാണ് റാറ്റ് ഫീവർ. എല്ലാവർക്കും അറിയുന്നതാണ് റാറ്റ് ഫീവർ എന്ന് വെച്ചാൽ എന്താണ്, എലിപ്പനിയാണ്. പക്ഷെ റാറ്റ് ഫീവറും എലിപ്പനിയല്ല, ഇവർക്ക് വേറെയും കുറച്ച് പേരുകളുണ്ട്. ലെപ്റ്റോസ്പൈറോസിസ്, ആ പേരിൽ തന്നെ ഒരു കാര്യം പഠിക്കണം. റാറ്റ് ഫീവറിന് കാരണമാവുന്ന ബാക്ടീരിയ ആണ്, പാത്തജൻ ആണ് ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ അതുകൊണ്ടാണ് എന്തറിയപ്പെടുന്നത്, ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നത്. റാറ്റ് ഫീവർ പിന്നെ നമുക്കറിയാം, അതല്ലാത്ത പേരുകളാണ് 7 ഡേ ഫീവർ, അതുപോലെ ബ്ലാക്ക് ജോണ്ടിസ്, കറുത്ത മഞ്ഞപ്പിത്തം എന്നറിയപ്പെടുന്ന അസുഖം ഇത് തന്നെയാണ്, റാറ്റ് ഫീവർ തന്നെയാണ്. എന്തൊക്കെയാണ് പേരുകൾ പറഞ്ഞത്, കുറച്ചധികം പറഞ്ഞു എന്ന് എനിക്കറിയാം, പക്ഷെ എല്ലാം ഓർത്തിരിക്കണം. ലെപ്റ്റോസ്പൈറോസിസ്, റാറ്റ് ഫീവർ തന്നെയാണ്, 7 ഡേ ഫീവർ, ബ്ലാക്ക് ജോണ്ടിസ്, ഇതിന് കാരണമാവുന്ന ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. ഇത് പിന്നെ എങ്ങനെയാണ് പകരുന്നത് നമുക്കറിയാം. മഴക്കാലത്തൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എലിയുള്ള പരിസരങ്ങളാണെങ്കിൽ സൂക്ഷിക്കണം എന്ന് പറയും അല്ലെ. എലിയുടെ മൂത്രത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ബാക്ടീരിയ പുറത്തു വരുന്നത്. നമ്മുടെ കാലിലോ മറ്റു ഭാഗങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകളോ വല്ലതുണ്ടെങ്കിൽ ആ മുറിവിലൂടെ എന്ത് ചെയ്യുന്നു, ഈ ബാക്ടീരിയ മനുഷ്യനിലേക്ക് എത്തുന്നു, മനുഷ്യ രക്തത്തിലേക്ക് എത്തുകയും നമുക്ക് എലിപ്പനി ബാധിക്കുകയും ചെയ്യുന്നു. ബാക്ടീരിയ കംസ് ഔട്ട് ത്രൂ യൂറിൻ ഓഫ് റാറ്റ്, എലിയുടെ മൂത്രത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ബാക്ടീരിയ പുറത്തു വരുന്നത്. റിമെയിൻ അലൈവ് ഇൻ വാട്ടർ ആൻഡ് മോയ്സ്ചർ, ആ വെള്ളത്തിലും ആ ചുറ്റുപാടുകളിലും എന്ത് ചെയ്യുന്നു, ഇതിന് അലൈവായിട്ട് ഇരിക്കാനായിട്ട് കഴിയുന്നു. റീച്ച് ഹ്യൂമൻ ബ്ലഡ് ത്രൂ വൂൺസ്, നമ്മുടെ കാലിലോ മറ്റുള്ള മുറിവുകളിലൂടെ എന്ത് ചെയ്യുന്നു, ഇത് നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ രക്തത്തിലേക്ക് എത്തുന്നു. കടുത്ത പനി, തലവേദന, പേശിവേദന, അതുപോലെ തന്നെ കണ്ണുകളിലെ ചുവപ്പ് എന്നെല്ലാം പറയുന്നത് എന്താണ്, ഇതിന്റെ ക്ലാസിക് ആയിട്ടുള്ള സിംറ്റംസ് ആണ്, ലക്ഷണങ്ങളാണ്. ഇത് എവിടെയാണ് അഫക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് കാപ്പിലറീസിനെയാണ് റാറ്റ് ഫീവർ എന്ത് ചെയ്യുക, കാര്യമായിട്ട് അഫക്ട് ചെയ്യുക. വിച്ച് ഇൻ ടേൺസ് ടു ഇന്റേണൽ ബ്ലീഡിങ്, ബ്ലഡ് കാപ്പിലറീസിന് കാര്യമായ ഡാമേജ് ഉണ്ടാക്കുകയും അങ്ങനെ ഗ്രാജുവലി ഉള്ളിൽ ഇന്റേണലി ബ്ലീഡ് ചെയ്യാനുള്ള കാരണമാവുകയും എന്ത് ചെയ്യുന്നു. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. റാറ്റ് ഫീവർ എവിടെയാണ് ഡാമേജ് ഉണ്ടാക്കുന്നത്, പ്രധാനമായിട്ടും ബ്ലഡ് കാപ്പിലറീസിനാണ് ഡാമേജ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിനെതിരെ, റാറ്റ് ഫീവറിനെതിരെ ആളുകളെ ബോധവാന്മാരാക്കാനും ആളുകളെ ഈ അസുഖബാധിതരാവുന്നതിൽ നിന്ന് തടയാനുമായിട്ട് നമ്മുടെ നാട്ടിൽ തുടങ്ങി വെച്ച ഒരു ക്യാമ്പയിനാണ് ഇതെന്ന് പറയുന്നത്, മൃത്യുഞ്ജയം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ കേരള PSC നല്ലോണം ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് നോട്ട് ചെയ്ത് വെക്കുക. റാറ്റ് ഫീവറിനെതിരെ 2022 ആരംഭിച്ച ക്യാമ്പയിനാണ് ഇതെന്ന് പറയുന്നത്, മൃത്യുഞ്ജയം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് റാറ്റ് ഫീവറിനെ പറ്റി നമ്മൾ പഠിച്ചത്, ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ലെപ്റ്റോസ്പൈറോസിസ് എന്നൊരു പേരുണ്ട്, 7 ഡേ ഫീവർ എന്നൊരു പേരുണ്ട്, ബ്ലാക്ക് ജോണ്ടിസ് എന്നൊരു പേരുണ്ട്. ഇതെല്ലാം എന്തിന്റെ പേരുകളാണ്, എലിപ്പനിയുടെ മറ്റു പേരുകളാണ്. ഈ എലിയുടെ മൂത്രത്തിലൂടെ ഈ ബാക്ടീരിയകൾ പുറത്തു വരികയും എന്താ പറയുക എൻവിറോൺമെന്റിലൊക്കെ നിൽക്കുകയും അവിടെ അതിന് മരണം സംഭവിക്കുന്നില്ല. അത് എന്ത് ചെയ്യുന്നു, മനുഷ്യന്റെ രക്തത്തിലൂടെ, മനുഷ്യന്റെ മുറിവുകളിലൂടെ, കാലിൽ വല്ലതുള്ള മുറിവുകളിലൂടെ രക്തത്തിലേക്ക് പ്രവേശിക്കുകയും നമുക്ക് കടുത്ത പനിയും തലവേദനയും പേശിവേദനയും കണ്ണുകളിൽ ചുവപ്പിനെല്ലാം കാരണമാവുകയുണ്ടാവുന്നു. ഇത് ഗ്രാജുവലി ബ്ലഡ് കാപ്പിലറീസിനെ നന്നായിട്ട് ഡാമേജ് ചെയ്യുകയും ഇന്റേണൽ ബ്ലീഡിംഗിലേക്ക് വരെ നയിക്കുകയും എന്ത് ചെയ്യുന്നു. ഇതിനെതിരെ, റാറ്റ് ഫീവറിനെതിരെ നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തൊരു ക്യാമ്പയിൻ ആണ് ഇതെന്ന് പറയുന്നത്, മൃത്യുഞ്ജയം എന്ന് പറയുന്നത് കൂടി എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പൊ എലിപ്പനിയെ പറ്റി പ്രധാനമായിട്ട് അറിയാനുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖത്തെ പറ്റിയാണ്. ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖത്തിന് മലയാളത്തിലുള്ള പേര് തൊണ്ടമുള്ള് എന്നാണ്. എന്താണ് ഡിഫ്തീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊണ്ടമുള്ള്. ഇത് ആളുകൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ, ഇപ്പൊ ഒരാൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖമാണ് ഇതെന്ന് പറയുന്നത്, ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ വേ ഓഫ് സ്പ്രെഡിങ് കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ആളുകൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മറ്റൊരു ആളിലേക്ക്, രോഗമില്ലാത്ത ഒരാളിലേക്ക് എന്ത് ചെയ്യുന്ന, രോഗിയിൽ നിന്നും ഇത് പകരുന്നത്. ഇത് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ശ്ലേഷ്മസ്തരത്തെയാണ്, അഥവാ മ്യൂക്കസ് മെംബ്രെയിൻ അഫക്ട് ചെയ്യുന്നത് ഒരു അസുഖമാണ് ഇതെന്ന് പറയുന്നത്, ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള എന്ന് പറയുന്നത്. ഇതിന് കാരണമാവുന്ന ബാക്ടീരിയ കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. നിങ്ങൾ ഈ ബാക്ടീരിയാസ് ഏതാണ് കാരണമാവുന്ന ബാക്ടീരിയാസ് എന്നുള്ളതൊന്ന് ഓർത്തു വെക്കണം. എല്ലാ അസുഖങ്ങളുടെയും എല്ലാ ബാക്ടീരിയ ഒന്നും പഠിക്കുക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല. എന്നിരിക്കലും ഏറ്റവും പ്രധാനപ്പെട്ട മസ്റ്റായിട്ട് എന്ത് വന്നാലും അറിഞ്ഞിരിക്കേണ്ടുന്ന ബാക്ടീരിയകളും അസുഖങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. ലോകത്തിൽ അല്ലെങ്കിൽ ആയിരക്കണക്കിന് അസുഖങ്ങളുണ്ട്, ഓരോന്നിൻ്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്ത് പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഈ അസുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസുഖങ്ങൾ, നമുക്ക് ചോദിച്ചിട്ടുള്ള അസുഖങ്ങൾ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഡിഫ്തീരിയക്ക് കാരണമാവുന്നത് ആ വാലിൽ തന്നെ ഉണ്ട്, കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ അല്ലെങ്കിൽ കൊറിയൻ ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് എന്ത് ചെയ്യുന്നത്, ഡിഫ്തീരിയക്ക് കാരണമാവുന്നത്. ഇത് കാരണം നമുക്ക് എന്തൊക്കെ ഉണ്ടാവും, പനി ഉണ്ടാവും, ത്രോട്ട് പെയിൻ, തൊണ്ടവേദന ഉണ്ടാവും, ഇൻഫ്ലമേഷൻ ഇൻ ദ ലിംഫ് ഗ്ലാൻഡ്സ് ഓഫ് ദ ത്രോട്ട്, നമ്മുടെ ത്രോട്ടിലെ ലിംഫ് ഗ്ലാൻഡ്സിന് നല്ല രീതിയിലുള്ള വീക്കൊക്കെ എന്ത് ചെയ്യും, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് പ്രൊഡ്യൂസ് ആൻ ആഷ് കളേർഡ് തിക്ക് കോട്ടിംഗ് ഇൻ ദ ത്രോട്ട് വിത്തിൻ 2 or 3 days. 2 or 3 ദിവസത്തിനകം നമ്മുടെ തൊണ്ടയിൽ ഒരു ആഷ് കളേർഡ് ആയിട്ടുള്ള ഒരു തിക്ക് കോട്ടിംഗ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിഫ്തീരിയ ബാക്ടീരിയക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെയും സിവിയർ ആയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ തലച്ചോറിനെയും ഹൃദയത്തെയും നമ്മുടെ കിഡ്നിയുടെയും എല്ലാം പ്രവർത്തനങ്ങളെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു അസുഖമാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ തൊണ്ടമുള്ള അഥവാ ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അപ്പം മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ സിവിയർ ആവാൻ എന്താ പറയുക സാധ്യതയുള്ളൊരു അസുഖമാണ്. മാത്രമല്ല സിവിയർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല,
നോ റിക്കവറി ത്രൂ മെഡിക്കേഷൻ. മരുന്ന് കഴിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഡിഫ്തീരിയയുടെ കേസിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഇതിനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രിവെന്റീവ് മെഷർ എന്ന് പറയുന്നത് വാക്സിനേഷൻ ആണ്. അതിന്റെ വാക്സിനേഷനും കാര്യങ്ങളെ പറ്റിയെല്ലാം എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വഴിയെ സംസാരിക്കാം. അപ്പോൾ തൽക്കാലം ഇത്രയും ഡിഫ്തീരിയയെ പറ്റി മനസ്സിലാക്കി വെക്കുക. തൊണ്ടമുള്ള എന്നാണ് അറിയപ്പെടുന്നത്. ആളുകൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴുമാണ് രോഗിയിൽ നിന്നും മറ്റുള്ള ആളുകളിലേക്ക് ഇത് പകരുന്നത്. ഇത് അഫക്റ്റ് ചെയ്യുന്നത് മ്യൂക്കസ് മെംബ്രെയിൻ, ശ്ലേഷ്മ സ്തരത്തെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഇതിന് കാരണമാവുന്ന ബാക്ടീരിയ കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഇത് കാരണം പനി, തൊണ്ടവേദന, ലിംഫ് ഗ്ലാൻഡിൽ വീക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു ആഷ് കളർഡ് തിക്ക് കോട്ടിംഗ് ഇത് ഉണ്ടാക്കുകയും ഗ്രാജുവലി തലച്ചോറിനെയും ഹൃദയത്തെയും കിഡ്നിയെയും എല്ലാം ഇത് അഫക്റ്റ് ചെയ്യും, വൃക്കുകളെയും എല്ലാം ഇത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. നല്ല സിവിയർ ആയി കഴിഞ്ഞാൽ പിന്നെ മെഡിക്കേഷനിലൂടെ, മരുന്ന് കഴിക്കുന്നതിലൂടെ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ റിക്കവറി പോസിബിൾ അല്ല. വാക്സിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിവെന്റീവ് മെഷർ എന്ന് പറയുന്നത് കൂടി എന്ത് ചെയ്യുക, ഓർത്തുവെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ട്യൂബർകുലോസിസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നല്ല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യം വരാറുണ്ട്. ആദ്യം തന്നെ ഓർക്കുക, ട്യൂബർകുലോസിസിന് കാരണമാവുന്ന പാത്തോജൻ, രോഗകാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. ഇത് കണ്ടുപിടിച്ചത് ആരാണെന്ന് പലവട്ടം PSC ചോദിച്ചിട്ടുള്ളതാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് കണ്ടുപിടിച്ച വ്യക്തിയാണ് റോബർട്ട് കോച്ച്. ട്യൂബർകുലോസിസിന് കാരണമാവുന്ന ബാക്ടീരിയ ആയിട്ടുള്ള മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് റോബർട്ട് കോച്ച് എന്ന് പറയുന്നത്. ആന്ത്രാക്സിന്റെയും ഇദ്ദേഹം തന്നെയാണ്. വഴിയെ ഞാൻ സംസാരിക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് ഓഫ് ബോഡി വെയിറ്റ്, ക്ഷയം. ട്യൂബർകുലോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷയട്ടോ, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആളുടെ ബോഡി വെയിറ്റ് നഷ്ടമാവും, ക്ഷീണം, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ. നമുക്ക് അറിയുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് ഇതെല്ലാം. എന്താണ്, ട്യൂബർകുലോസിസിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ട്രാൻസ്മിഷൻ വരുന്നത്? നമ്മുടെ തൊണ്ടമുള്ള പോലെ, ഡിഫ്തീരിയ പോലെ തന്നെയാണ്. വെൻ ദ പേഷ്യന്റ് സ്പീക്സ്, കഫ്സ് ഓർ സ്നീസസ്, ആൾ സംസാരിക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ദ പാത്തോജൻ സ്പ്രെഡ് ഇൻ ടു ദ എയർ ആൻഡ് ദെർബൈ ടു അതേഴ്സ്. പാത്തോജൻ എന്ത് ചെയ്യുന്നു, എയറിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു, അങ്ങനെ ഗ്രാജുവലി ബാക്കിയുള്ളവരിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു. ഓർഗൻസ് ഓർ ബോഡി പാർട്സ് അഫക്റ്റഡ്. ഇത് പ്രധാനമായും ട്യൂബർകുലോസിസ് എവിടെ അഫക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലങ്സിനെയാണ്, നമ്മുടെ ശ്വാസകോശത്തെയാണ്. ട്യൂബർകുലോസിസ് മെയിൻലി അഫക്ട്സ് ദ ലങ്സ്. പക്ഷെ ഗ്രാജുവലി കിഡ്നീസ്, ബോൺസ്, ജോയിന്റ്സ്, ബ്രെയിൻ എല്ലാത്തിനും എന്ത് ചെയ്യാറുണ്ട്, അത് അഫക്ട് ചെയ്യാറുണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ട്യൂബർകുലോസിസ് അഫക്ട് ചെയ്യുന്ന ഭാഗം, ക്ഷയം അഫക്ട് ചെയ്യുന്ന മനുഷ്യ ശരീരത്തിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, അത് ലെൻസ് ആണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ് വെച്ചിട്ടാണ്. അത് ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതിലോട്ട് ഞാൻ വരാം. തൽക്കാലം കൂടെ മനസ്സിലാക്കി. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ട് ആദ്യം നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ തരാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്താണ്, വെച്ചതാണ്. ഇനി ഇതിനെതിരെ വരുന്ന ഒരു വാക്സിൻ ആണ് ഏതെന്ന് പറയുന്നത് BCG വാക്സിൻ എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് വഴി നമുക്ക് പഠിക്കാം. ട്യൂബർകുലോസിസിനെതിരെ എടുക്കുന്ന ഒരു വാക്സിൻ ആണ് ഇതെന്ന് പറയുന്നത് BCG വാക്സിൻ എന്നും തൽക്കാലം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി ട്യൂബർകുലോസിസിനെ പറ്റി പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ആണ്, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് അതിന്റെ രോഗകാരി. അത് കണ്ടുപിടിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, റോബർട്ട് കോച്ച് എന്ന് പറയുന്നത്. ഈ ട്യൂബർകുലോസിസ് അറിയപ്പെടുന്നത് കിങ് ഓഫ് ഡിസീസസ്, അസുഖങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അസുഖമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ TB എന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗമായിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, നമ്മൾ ക്ഷയം അല്ലെങ്കിൽ TB കാണപ്പെടുന്നത്. മാത്രമല്ല ഈ WHO കണക്കനുസരിച്ച് തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ TB പേഷ്യൻസ് ഉള്ള രാജ്യമാണ് ഇതെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ TB പേഷ്യൻസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു, ആന്റിബയോട്ടിക്സ് എടുക്കാൻ നമ്മൾ പറഞ്ഞു. അതൊരു പ്രത്യേക ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഈ ഡോട്ട്സ് എന്ന് പറയുന്ന ഈ ചികിത്സാ രീതിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, TB തുടച്ചു മാറ്റാൻ, നല്ല രീതിയിൽ ആളുകളിൽ നിന്ന് മാറ്റാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കഴിയുന്നുണ്ട്. അപ്പൊ ഡോട്ട്സിന്റെ ഫുൾ ഫോം ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്. ഒരു ആന്റിബയോട്ടിക്സ് കൊടുക്കുക തന്നെയാണ്. കുറച്ചധികം ആന്റിബയോട്ടിക്സ് വളരെ കൃത്യമായ മേൽനോട്ടത്തിൽ TB പേഷ്യൻസിലോട്ട് എത്തുകയും അവരെ അസുഖത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്, ഡോട്ട്സ് എന്ന് പറയുന്നത്. പലപ്പോഴും ചോദിക്കാറുണ്ട് ഡോട്ട്സ് ഏത് അസുഖത്തിനെതിരെയുള്ള ചികിത്സാ രീതിയാണെന്നുള്ളത്. TB. ഈ ഡോട്ട്സ് ഒരു മരുന്നൊന്നുമല്ല കേട്ടോ, ഇതൊരു മെത്തേഡാണ്. ഈ ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്ന് പറയുന്നത് കുറച്ചധികം ആന്റിബയോട്ടിക്സ് ചുരുങ്ങിയ കാലയളവിൽ ആൾക്ക് കൊടുത്തുകൊണ്ട് ആളുടെ അസുഖം മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിന്റെ പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത്. ഡോട്ട്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്തുവെക്കുക. ഇനി ലോക TB ദിനമായിട്ട്, ലോക ട്യൂബർകുലോസിസ് ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 24 ആണ്. ലോക ട്യൂബർകുലോസിസ് ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 24 ആണ്. ഇനി TB ഉണ്ടോ എന്ന് അറിയാനായിട്ട് നടത്തുന്ന ടെസ്റ്റുകളാണ് മാൻഡോ ടെസ്റ്റ്. അതെങ്ങനെയാ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, ബട്ട് സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. മാൻഡോക്സ് എന്നൊന്നും ആയിരിക്കില്ല, എന്തായാലും മാൻഡോ ടെസ്റ്റും അതുപോലെ തന്നെ ടൈം ടെസ്റ്റും. ഏതൊക്കെയാണ്? മാൻഡോ ടെസ്റ്റും ടൈം ടെസ്റ്റും. ഇത് രണ്ടും ട്യൂബർകുലോസിസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ആളുകളിൽ നടത്തുന്ന ടെസ്റ്റുകളെയാണ്, അസുഖം ഡിറ്റക്ട് ചെയ്യാനായിട്ട് നടത്തുന്ന ടെസ്റ്റുകളാണ് എന്ന് പറയുന്നത് മാൻഡോ ടെസ്റ്റും ടൈം ടെസ്റ്റും എന്ന് പറയുന്നത്.
ഇപ്പം എന്തൊക്കെയാണ് ട്യൂബർകുലോസിസിനെ പറ്റി നമ്മൾ പഠിച്ചത്? കുറച്ചധികം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. കാരണമാവുന്ന ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് കണ്ടുപിടിച്ച വ്യക്തി റോബർട്ട് കോച്ചാണ്. ആളുടെ വെയിറ്റ്, ബോഡി വെയിറ്റ്, ശരീരഭാരം നന്നായിട്ട് കുറയും, നല്ല ക്ഷീണം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമയൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റംസ് ആണ്. ഈ അസുഖം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് സംസാരിക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴൊക്കെയാണ് രോഗിയിൽ നിന്ന് രോഗമില്ലാത്ത ആളിലോട്ട് ഇത് പകരുന്നത്. പ്രധാനമായും അഫക്ട് ചെയ്യുന്ന ശരീരഭാഗം എന്ന് പറയുന്നത് ലങ്സ് തന്നെയാണ്. പക്ഷേ ഗ്രാജുവലി മറ്റു പല ഭാഗങ്ങൾക്ക് ഇത് പ്രശ്നമാവാറുണ്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയാണ്. ഡോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട്ലി ഓബ്സർവ്ഡ് ട്രീറ്റ്മെന്റ്, ഷോർട്ട് കോഴ്സ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിന്റെ വാക്സിൻ ആണ് ഇതെന്ന് പറയുന്നത് BCG എന്ന് പറയുന്നു. എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പിന്നെ TB എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. WHO കണക്കനുസരിച്ച് ഒരു വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാവുന്ന രോഗം ക്ഷയമാണ്. ഏറ്റവും കൂടുതൽ ട്യൂബർകുലോസിസ് പേഷ്യൻസ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഇന്ത്യയിലാണ്. പിന്നെ ഡോട്ട്സ് എന്ന് വെച്ചാൽ ഡയറക്ട്ലി ഓബ്സർവ്ഡ് ട്രീറ്റ്മെന്റ്, ഷോർട്ട് കോഴ്സ് ആണ്. വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് മാർച്ച് 24 ആണ്. ഇതുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ നടത്തുന്ന 2 ഡിറ്റക്ഷൻ ടെസ്റ്റുകളാണ് ഇതെന്ന് പറയുന്നത്. മാൻഡോ ടെസ്റ്റും അതുപോലെ ടൈം ടെസ്റ്റ് എന്ന് കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു അസുഖമാണ് ലെപ്രസി, കുഷ്ഠരോഗം എന്ന് പറയുന്നത്. ബാക്ടീരിയ തന്നെയാണ്. അതിന് കാരണമാവുന്ന ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ്. ആ വാലിൽ തന്നെ ഉണ്ട്. ലെപ്ര വെച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ലെപ്രസി അല്ലെങ്കിൽ കുഷ്ഠരോഗം ഉണ്ടാവുന്നത്. നമ്മുടെ ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗമായിട്ട് കൺസിഡർ ചെയ്യുന്ന രോഗമാണ് ഇതെന്ന് പറയുന്നത്, ലെപ്രസി എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും സാവധാനത്തിൽ പരക്കുന്ന അസുഖമായിട്ടും പൊതുവെ അംഗീകരിച്ചിട്ടുള്ള അസുഖമാണ് ഇതെന്ന് പറയുന്നത്, ലെപ്രസി എന്ന് പറയുന്നത്. ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗവും ലെപ്രസിയാണ്. അതുപോലെ ഏറ്റവും സാവധാനത്തിൽ പരക്കുന്ന അസുഖമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് തന്നെയാണ് ലെപ്രസിയാണ്. ഇനി ഈ ലെപ്രസിയുടെ ഒരു വിളിപ്പേരാണ് ഹാൻസൻസ് ഡിസീസ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഹാൻസൻസ് ഡിസീസ്, ഇത്തരത്തിലുള്ള വിളിപ്പേരുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ലെപ്രസിയാണ്, കുഷ്ഠരോഗമാണെന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഇനി ഇതുണ്ടോന്ന് അറിയാനായിട്ട് നടത്തുന്ന 2 ഡിറ്റക്ഷൻ ടെസ്റ്റുകളാണ് ഹിസ്റ്റാമിൻ ടെസ്റ്റും ലെപ്രോമിൻ ടെസ്റ്റും. ഈ ലെപ്രോമിൻ കുഴപ്പമില്ല, പേരിൽ തന്നെ ലെപ്രോ ഉണ്ട്. ഹിസ്റ്റാമിൻ ടെസ്റ്റ് കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ കുഷ്ഠരോഗം ഉണ്ടോ? കുഷ്ഠരോഗത്തിനെ പറ്റി നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മൈക്കോ ബാക്ടീരിയം ലെപ്ര എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഇതിന് കാരണമാവുന്നത്. ഭൂമിയിലുള്ളിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം, ഏറ്റവും സാവധാനത്തിൽ പരക്കുന്ന രോഗം ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്നു. ഹിസ്റ്റാമിൻ ടെസ്റ്റും ലെപ്രോമിൻ ടെസ്റ്റും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലെപ്രസി ഡിറ്റക്ട് ചെയ്യാനായിട്ട് നടത്തുന്ന ടെസ്റ്റുകളാണ്. ഇനി നമുക്ക് പലപ്പോഴും കേരള PSC ഒരുപാട് ഇല്ലെങ്കിലും SSC റെയിൽവേ പരീക്ഷകൾക്ക് എപ്പോഴും വരാറുണ്ട് താഴെ തന്ന ലെവലിലെ ബാക്ടീരിയൽ ഡിസീസ് ഏതാണ്, ഓട് വൺ ഔട്ട് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട്. കേരള PSCക്കും അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു, ഇപ്പം ഇല്ല എന്നുള്ളതിലും ഇതിന് ചോദിക്കില്ല എന്നില്ല. അതുകൊണ്ട് ബാക്ടീരിയൽ ഡിസീസസ് ഇപ്പം നമ്മൾ പഠിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട അസുഖങ്ങളിലോട്ട് ആഴ്ന്നിറങ്ങിക്കൊണ്ട് നമ്മൾ പഠിച്ചതാണ്. അതല്ലാത്ത ചോദ്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്? ചുമ്മാ തന്നിട്ട് ഏത് രോഗകാരി കൊണ്ടുണ്ടാകുന്ന അസുഖമാണ്, താഴെ തന്നിട്ട് ലെവലിൽ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന അസുഖം ഏതാണെന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് മിസ്സാവരുത്. അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ടു ഗോൾഡ് പൊട്ടാറ്റോ ചിപ്സ് AB. ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ്, എനിക്കറിയാം, പക്ഷെ അത് ഓർത്ത് വെക്കാനായിട്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിൽ ഓരോ അക്ഷരത്തിനും, ഭൂരിഭാഗം എല്ലാ അക്ഷരത്തിനും എന്തുണ്ട്? ഓരോ അസുഖങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിച്ചാൽ എന്ത് കിട്ടും? പ്രധാനപ്പെട്ട ബാക്ടീരിയൽ ഡിസീസസ് എല്ലാം നമ്മുടെ പോക്കറ്റിലിരിക്കും. അപ്പോൾ 2 സ്വർണ്ണത്തിന്റെ പൊട്ടാറ്റോ കൊണ്ടുള്ള ചിപ്സ് ആണ്. അവയുടെ പേരെന്താണ്? A എന്നും B എന്നും ആണ്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. 2 ഗോൾഡ് പൊട്ടാറ്റോ ചിപ്സ്, 2 സ്വർണ്ണം കൊണ്ടുള്ള ഉരുളക്കിഴങ്ങിന്റെ ചിപ്സ് ആണ്. അതെന്താണ്? പൊട്ടാറ്റോ ചിപ്സ് നമുക്കറിയാലോ, 2 പൊട്ടാറ്റോ ചിപ്സ്. പക്ഷെ അത് എന്താണ്? 2 ഗോൾഡ് പൊട്ടാറ്റോ ചിപ്സ് ആണ്. സാധാരണ പൊട്ടാറ്റോ ചിപ്സ് അല്ല, സ്വർണ്ണം കൊണ്ടുള്ള പൊട്ടാറ്റോ ചിപ്സ് ആണ്. അവയുടെ പേരെന്താണ്? A എന്നും B എന്നും ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇതേ ഓർഡറിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേതാണ് ടെറ്റനസ് എന്ന് പറയുന്നത്. ടെറ്റനസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ കോസിംഗ് ഡിസീസ് ആണ്. നമ്മൾ TT ഒക്കെ അടിക്കുക എന്ന് പറയില്ല, അത് ഇതിനെതിരെയുള്ള വാക്സിൻ ആണ്. വാക്സിൻസിനെ പറ്റി ഞാൻ പിന്നീട് സംസാരിക്കാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അതിന് കാരണമാവുന്ന ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ടെറ്റനസിന് കാരണമാവുന്ന ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. അപ്പൊ നമ്മുടെ സെന്റൻസ് എന്താണെന്ന് മറക്കരുത്. 2 ഗോൾഡ്, ഈ സ്ലൈഡിൽ അത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ 2 ഗോൾഡ് മാത്രം എഴുതി. ടെറ്റനസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനി. രണ്ടാമത്തേതാണ് വൂപ്പിംഗ് കഫ് അല്ലെങ്കിൽ വില്ലൻ ചുമ എന്ന് പറയും. എന്താണ്? വൂപ്പിംഗ് കഫ് അല്ലെങ്കിൽ വില്ലൻ ചുമ അല്ലെങ്കിൽ പെർട്യൂസിസ് എന്നും ഈ അസുഖത്തെ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. ഇതിന്റെ കാരണമാവുന്നതാണ് ബോർഡറ്റെല്ല അല്ലെങ്കിൽ ഹീമോഫിലസ് പെർട്യൂസിസ് എന്ന രോഗകാരിയാണ് ഇതിന് എന്ത് ചെയ്യുന്നത്? കാരണമാവുന്നത്. അതിങ്ങനെ നിന്നും ആയിരിക്കില്ല ഇതിന്റെ പ്രൊനൗൺസിയേഷൻ, ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യുക? സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. ഓർത്ത് വയ്ക്കുക. ബോർഡേറ്റെല്ല അല്ലെങ്കിൽ ഹീമോഫിലസ് പെർട്യൂസിസ്. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ രോഗകാരിയായിട്ട് വരുന്നത്. അടുത്തതാണ് ഗൊണോറിയ. ഗൊണോറിയ ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. സ്റ്റിൽ ഓർത്തിരിക്കുക. ഗൊണോറിയ 2 കഴിഞ്ഞു, O ഇല്ല ഇതില്, പിന്നെ ഗോ ആണ് വരുന്നത്. ഗൊണോറിയ. ലെപ്രസി, കുഷ്ഠരോഗം ഓൾറെഡി നമ്മൾ പഠിച്ചു. ഡിഫ്തീരിയ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്? കൊറിയൻ ബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. അപ്പൊ പുതുതായിട്ട് നിന്ന് കിട്ടിയപ്പോൾ ആകെ എത്രയേ ഉള്ളൂ? ടെറ്റനസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. വൂപ്പിംഗ് കഫ് എന്താണ്? വില്ലൻ ചുമയാണ്. മറ്റേത് ഗൊണോറിയാണ്. ഇത് 3ഉം ബാക്ടീരിയ കോസിംഗ് ഡിസീസ് ആണെന്ന് എന്ത് ചെയ്യണം? അറിയണം. ഇനി ആരാണുള്ളത്? ഇനി നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് AB വേണം അല്ലെ? പൊട്ടാറ്റോ ചിപ്സ് AB എന്ന് പറയുന്ന സാധനം കൂടി എന്ത് ചെയ്യണം? നമുക്ക് കിട്ടേണ്ടതുണ്ട് അല്ലെ? അതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്?
നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ പ്ലേഗ് ആണ്. പി ഫോർ പ്ലേഗ് ആണ്. എർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഇതിന് കാരണമാവുന്നത്. ആദ്യം അറിയേണ്ടത് പി എന്ന് പറയുന്നത് പ്ലേഗ് ആണ്, ബാക്ടീരിയ കോസിങ് ഡിസീസ് ആണ്. അതിന് കാരണമാവുന്ന രോഗകാരിയാണ് എർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്നത്. പിയും കഴിഞ്ഞു, ഓയും കഴിഞ്ഞു. ദെൻ ടി വരുന്ന ടൈഫോയിഡ് ആണ്. ടൈഫോയിഡിന് കാരണമാവുന്ന ബാക്ടീരിയയാണ് സാൽമണല്ല ടൈഫി. അതിന്റെ ടെസ്റ്റ് ആണ് വൈഡൽ ടെസ്റ്റ്. ഈ അടുത്ത് നടന്ന ഡിഗ്രി ലെവലിൽ വരെ ചോദിച്ചാണ്, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ടൈഫോയിഡ് തിരിച്ചറിയാനായിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റ് ഏതാണ് ടെസ്റ്റ്? വൈഡൽ ടെസ്റ്റ്. അല്ലെങ്കിൽ വൈഡൽ ടെസ്റ്റ് ഏത് അസുഖം തിരിച്ചറിയാനായിട്ട് നടത്തുന്നു? ഏതാണ്? ടൈഫോയിഡ് ആണ്, സാൽമണല്ല ടൈഫി ആണ്. ഇനി എ വിട്ടേക്ക. ദെൻ ടി ട്യൂബർകുലോസിസ്, ക്ഷയരോഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു. പിന്നെ കോളറ ഉണ്ട് അല്ലെ. കോളറ എന്ന് പറയുമ്പോൾ അത് വിബ്രിയോ കോളറയാണ്. കോളറ എന്ന് പറയുന്നത് ഏതാണ്? വിബ്രിയോ കോളറയാണ്. അപ്പോൾ ഓയും എയും പോയി. ഇനിയുള്ളത് സി ആണ്. സിയിൽ നമ്മൾ ഏത് പിടിച്ചു? കോളറ പിടിച്ചു. സിയും എച്ചും കൂടി കമ്പൈൻഡ് ആയിട്ട് നമ്മൾ ഏത് പിടിക്കുകയാണ്? കോളറ പിടിക്കുകയാണ്. ദെൻ ഐ പോയി. പിന്നെ പി ഉണ്ട്. പിയിൽ വരുന്ന ന്യൂമോണിയ ആണ്. ന്യൂമോണിയ നമുക്കറിയാം ശ്വാസകോശത്തേക്ക് അഫക്ട് ചെയ്യുന്ന അസുഖമാണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഇതിന് കാരണമാവുന്നത്? ന്യൂമോണിയക്ക് കാരണമാവുന്നത്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ബാക്ടീരിയകളുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്, എന്ത് ചെയ്യേണ്ടതുണ്ട്? നിങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പൊ 2 ഗോൾഡ് പൊട്ടറ്റോ ചിപ്സ് കഴിഞ്ഞു അല്ലെ. എല്ലാ അക്ഷരത്തിനൊന്നും ഇല്ല എനിക്കറിയാം, എന്നിരിക്കലും എന്ത് ചെയ്തു? കുറച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഓർത്തു വെക്കാനായിട്ടും ഒരു കയ്യിലൊന്ന് ഒതുക്കാനായിട്ടും കിട്ടി. ഇനി എയും ബി ഉണ്ട്. എക്കും ബിക്കും ഉണ്ട്. എ ഫോർ ആന്ത്രാക്സ്, ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്നതാണ്. ഇതിന്റെ ബാക്ടീരിയ ആയിട്ടുള്ള ബാസിലസ് ആന്ത്രാസിസിനെ കണ്ടുപിടിച്ചതും നമ്മുടെ ട്യൂബർകുലോസിസിന്റെ ബാക്ടീരിയ ആയിട്ടുള്ള മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനെ കണ്ടുപിടിച്ചതുപോലെ റോബർട്ട് കോച്ച് തന്നെയാണ് എന്ന് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. NCERT ടെക്സ്റ്റ് ബുക്കിലെ സ്ക്രീൻഷോട്ട് ആണ്. അതുപോലെ ചോദിക്കാൻ എന്തുണ്ട്? സാധ്യതയുണ്ട്. ബാക്ടീരിയ ട്യൂബർകുലോസിസ് ബാക്ടീരിയ ആയിട്ടുള്ള മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനെയും ആന്ത്രാക്സിന്റെ ബാക്ടീരിയ ആയിട്ടുള്ള ബാസിലസ് ആന്ത്രാസിസിനെയും കണ്ടുപിടിച്ച ഒരൊറ്റ വ്യക്തിയാണ് റോബർട്ട് കോച്ച്. ഇനി ബോട്ടുലിസം, ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം, ഫുഡ് പോയിസൺ ഒക്കെ കാരണമാവുന്ന ഒരു സംഭവമാണ്. വിഷമാണ്, ടോക്സിൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ബോട്ടുലിസത്തിന് കാരണമാവുന്നത് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അപ്പൊ എനിക്കറിയാം ഇതൊരു അത്ര നല്ലൊരു സെന്റൻസ് ഒന്നുമില്ല 2 ഗോൾഡ് പൊട്ടറ്റോ ചിപ്സ് AB എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയും സാധനങ്ങൾ ഉൾപ്പെടുത്താനുള്ളത് കൊണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചു. T4 എന്താണ്? ടെറ്റനസ് ആണെന്ന് പഠിച്ചു. ടെറ്റനസിന് കാരണമാവുന്നത് ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. W4 വൂപ്പിംഗ് കഫ്, വില്ലൻ ചുമ, ബോർഡഡല്ല അല്ലെങ്കിൽ ഹിമോഫിലസ് പെർട്യൂസിസ് ആണ് ആവുന്നത്. ദെൻ O ഇല്ല. പിന്നുള്ളത് G ആയിരുന്നു. GO തന്നെ എടുത്തു. GO4 എന്താണ്? ഗൊണോറിയ ആണ്. L എന്താണ്? ലെപ്രസി ആണ്. മൈക്കോബാക്ടീരിയം ലെപ്രയാണ്. D4 എന്താണ്? ഡിഫ്തീരിയ ആണ്. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. പിന്നെ പൊട്ടറ്റോ വന്നു, അതിൽ O ഇല്ല. ഈ എഗൈൻ എയും ഓയും ഇല്ല എന്ന് തന്നെ എന്ത് ചെയ്യുക? നമുക്കത് ഓർത്തു വെക്കാനായിട്ട് പറ്റും. അതിൽ പി വരുന്നത് പ്ലേഗ് ആണ് അല്ലെ. പി വരുന്നത് പ്ലേഗ് ആണ്. ടി വരുന്ന ടൈഫോയിഡ് ആണ്. ടൈഫോയിഡിന് കാരണമാവുന്ന സാൽമണല്ല ടൈഫി ആണ്. അതിന്റെ ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ് ആണ്. പ്ലേഗിന്റെ എർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ദെൻ എ ഇല്ല. പിന്നെ നമ്മൾ ഏതിലോട്ട് പോയി? പിന്നെ നമ്മൾ ടിയിലോട്ട് പോയി. ട്യൂബർകുലോസിസ് ആണ്, ക്ഷയാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. പിന്നെ CHലോട്ട് വന്നു. കോളറയാണ്. കോളറയ്ക്ക് കാരണമാവുന്ന വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. സിയും എച്ച് നമ്മൾ എടുത്തു അല്ലെ. ഐ പോയി. പിന്നെ പിയിൽ വരുന്ന ആരാണ്? ന്യൂമോണിയ ആണ്. ന്യൂമോണിക്ക് കാരണമാവുന്ന സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ്. പിന്നെ നമുക്ക് എയും ബിയും ആയിരുന്നു. A4 ആന്ത്രാക്സ് ആയിരുന്നു. ആന്ത്രാക്സിന് കാരണമാവുന്നത് ബാസിലസ് ആന്ത്രാസിസ് ആണ്. ആൻഡ് ബി ആയിരുന്നു. ബി എന്ന് പറയുന്നത് ബോട്ടുലിസ് ആണ്. ബോട്ടുലിസ് എന്ന് പറയുമ്പോൾ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഇതിൽ ആന്ത്രാക്സിന്റെ ബാക്ടീരിയ ആയിട്ടുള്ള ബാസിലസ് ആന്ത്രാസിസിനെ കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? നമ്മുടെ റോബർട്ട് കോച്ച് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബാക്ടീരിയൽ ഡിസീസിനെ പറ്റി നമ്മൾ പ്രധാനമായിട്ട് അറിയാനുള്ളത്. ഇനി നമുക്ക് ഒന്നും ആയിട്ടില്ല, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ. കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന ബാക്ടീരിയയും വൈറസും ഫംഗസും പ്രോട്ടോസോവയും പാരസൈറ്റ് എന്ന് പറയുന്നത്. അതിൽ ബാക്ടീരിയാസിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം? നമുക്ക് ബാക്കിയുള്ള വൈറസും ഫംഗസും പ്രോട്ടോസോവയും പാരസൈറ്റും എല്ലാം എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പുകൾ വഴി നമ്മൾ അറിയിക്കുക. ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ. ഹായ് എവരിവൺ. അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ രോഗങ്ങളെ പറ്റി, വ്യത്യസ്തമായ അസുഖങ്ങളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളെ പറ്റി എന്ത് ചെയ്തു? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ ബാക്കിയുള്ള രോഗങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നുകൂടി ബ്രോഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ അല്ലേ, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് അല്ലെങ്കിൽ എൻവിറോൺമെന്റിൽ നിന്നും ഒരാളിലേക്ക്
മനുഷ്യനിൽ നിന്ന് മൃഗങ്ങളിലേക്ക്, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് അങ്ങനെയൊക്കെ പകരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. അത് ബാക്ടീരിയ കൊണ്ടും വൈറസ് കൊണ്ടും പ്രോട്ടോസോവ കൊണ്ടും ഒക്കെ എന്ത് ചെയ്യാം, പല പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അതിൽ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്ത് ചെയ്യുകയുണ്ടായി, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൈറസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് വൈറസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ സ്ട്രക്ചർ വിത്ത് DNA or RNA മോളിക്യൂൾ വിത്തിൻ എ പ്രോട്ടീൻ കോട്ട്. ഒരു പ്രോട്ടീൻ്റെ കോട്ടിങ്ങിനകത്ത്, ഒരു പ്രോട്ടീൻ്റെ ആവരണത്തിനകത്തുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഒരു DNAയുടെയോ RNAയുടെയോ ഒരു മോളിക്യൂളിനെയാണ്, ഒരു തന്മാത്രയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു വൈറസ് എന്ന് പറയുന്നത്. നോ സെൽ ഓർഗനൽസ് ആസ് ഇൻ നോർമൽ സെൽസ്. നമ്മുടെ സാധാരണ കോശങ്ങളിൽ കാണുന്നത് പോലത്തെ കൃത്യമായ സെൽ ഓർഗനൽസ് ഒന്നും എന്തിനില്ല, ഇതിനില്ല എന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ബൈ ടേക്കിംഗ് കൺട്രോൾ ഓവർ ദ ജനറ്റിക് മെക്കാനിസം ഓഫ് ദ ഹോസ്റ്റ് സെൽസ്. നമ്മളെപ്പോഴും പറയാറുണ്ട് വൈറസിന് സ്വന്തമായിട്ട് ജീവനില്ല നമ്മൾ പറയാറുണ്ട്. അതിൽ ഒരു ഹോസ്റ്റിൽ കയറുന്ന സമയത്ത്, അത് മനുഷ്യനോ മൃഗമോ ആയിക്കൊള്ളട്ടെ, ഒരു ഹോസ്റ്റിൽ കയറുമ്പോൾ അത് അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ പെരുകാനും അതിന് വീണ്ടും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നത്, അതിന് കഴിയുന്നത്. ഇത് പിന്നെ മനുഷ്യന്മാരെ മാത്രം അഫക്ട് ചെയ്യുന്ന ഒന്നല്ല, ഇൻഫെക്ട് നോട്ട് ഓൺലി ഹ്യൂമൻ ബീയിങ്സ് ബട്ട് ഓൾസോ പ്ലാന്റ്സ്, അതർ ആനിമൽസ് ആൻഡ് ഈവൻ ബാക്ടീരിയ. മനുഷ്യന്മാരെയും സസ്യങ്ങളെയും മൃഗങ്ങളെയും ബാക്ടീരിയാസിനെ വരെ എന്ത് ചെയ്യാറുണ്ട്, ഈ വൈറസ് അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വൈറസ് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. SCERT ടെക്സ്റ്റ് ബുക്കിൽ സ്ക്രീൻഷോട്ട് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് എന്തിനുള്ളത്, വൈറസിനുള്ളത്. സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ, അതാണ് ഈ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. സെൽ ഓർഗനൽസ് എവിടെ കാണുന്നില്ല, നമ്മുടെ വൈറസിനകത്ത് കാണുന്നില്ല. അതുപോലെ തന്നെ ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്, വൈറസുകൾ പെരുകുന്നത്. അതായത് ഈ വൈറസിനെ റീപ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഹോസ്റ്റ് ആയിട്ടുള്ള ആളുടെ ഹെൽപ്പ് എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനാവശ്യമുണ്ട്. മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റ് ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെ പോലും എന്ത് ചെയ്യാറില്ല, വൈറസുകൾ വെറുതെ വിടാറില്ല, അവയും എന്ത് ചെയ്യാറുണ്ട്, വൈറസ് ബാധിക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വൈറസ് കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബാക്ടീരിയാസിനെ പഠിച്ചതുപോലെ, ടു ഗോൾഡ് പൊട്ടറ്റോ ചിപ്സ് AB എന്ന് നമ്മൾ പഠിച്ചതുപോലെ, ഇവിടെ ഞാനൊരു സെന്റൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡോക്ടർ ശിവാസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. അദ്ദേഹം മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററായി മാറിയ കഥയാണ് നിങ്ങൾ അറിയേണ്ടത്. ഡോക്ടർ ശിവാസ് മധ്യപ്രദേശ് CM എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ വൈറസ് കൊണ്ടുണ്ടാകുന്ന കുറേ പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓരോന്നായിട്ട് ഞാൻ പറയാം. ഡെങ്കി ഫീവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡെങ്കിപ്പനി ഉണ്ടാവുന്നത്, പരത്തുന്നത് കൊതുക് കാരണമാണ്. ഏത് കൊതുകാണ്, Aedes aegypti എന്ന് പറയുന്ന കൊതുകാണ്. അടുത്തത് റാബീസ് ആണ്, പേപ്പട്ടി വിഷബാധ. അപ്പോൾ D എന്ന് പറയുന്ന ഓൾറെഡി നിങ്ങൾക്ക് കിട്ടി, അതെന്താണ്, അത് ഡെങ്കു ആണ്. R എന്ന് പറയുന്നത് എന്താണ്, റാബീസ് ആണ്. പേപ്പട്ടി കൊണ്ടുണ്ടാവുന്ന, പേപ്പട്ടിയുടെ കടി, പട്ടി മാത്രമല്ല മറ്റു പല ജീവികളിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, റാബീസ് മനുഷ്യനിലേക്ക് പകരാറുണ്ട്. അടുത്തതാണ് ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത്. ചിക്കൻ ബോക്സിന് കാരണമാവുന്ന വൈറസ് എന്ന് പറയുന്നത് വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന ഒരു വൈറസ് ആണ്. എല്ലാത്തിൻ്റെയും വൈറസും എല്ലാത്തിൻ്റെയും ഞാൻ പഠിപ്പിക്കുന്നില്ല. ആസ് ഐ സെഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം പഠിക്കാൻ നിന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരിക്കലും ഇത് പഠിച്ച് തീരില്ല. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഡോക്ടർമാരൊന്നും പഠിച്ചു തീരുന്നില്ല എന്ന് പറയുന്നുള്ള ഒരു വലിയ കാര്യം എന്താ, അവർക്ക് അത്രയും പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ചിക്കൻ ബോക്സ് വരുന്നത് ഏത് വൈറസ് കാരണമാണ്, വാരിസെല്ല സോസ്റ്റർ വൈറസ് കാരണമാണ് ചിക്കൻ ബോക്സ് വരുന്നത്. പിന്നുള്ളത് ഹെപ്പറ്റൈറ്റിസ്, ലിവറിനെ ബാധിക്കുന്ന അസുഖമാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് എന്താണ്, ഒരു വൈറൽ ഡിസീസ് ആണ്. ഇൻഫ്ലുവൻസ, അതുപോലെ വൈറൽ എൻസെഫാലൈറ്റിസ്, എയ്ഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എയ്ഡ്സ്, സ്മോൾ പോക്സ്, വസൂരിയാണ്. വാരിയോള വൈറസ് കാരണം ഉണ്ടാകുന്ന അസുഖമാണ് ഇതെന്ന് പറയുന്നത് സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. അതുപോലെ മീസൽസ്, പോളിയോ, കോമൺ കോൾഡ് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. കോമൺ കോൾഡിന് കാരണമാകുന്ന വൈറസാണ് റൈനോ വൈറസ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബാധിക്കുന്ന അസുഖമാണ് ഇതെന്ന് പറയുന്നത് കോമൺ കോൾഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് എന്തെന്ന് പറയുന്നത് മംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എല്ലാത്തിലും ആദ്യത്തെ അക്ഷരങ്ങൾ പലതും എടുത്ത് നമുക്ക് വേണ്ട ആൻസർ കിട്ടും. ഡെങ്കി, ഡോക്ടറിലെ D എന്ന് പറയുന്നത് എന്താണ്, ഡെങ്കു ആണ്. R എന്ന് പറയുന്നത് എന്താണ്, റാബീസ് ആണ്. അപ്പോൾ ഡോക്ടർ എന്നുള്ളതിൽ ഡെങ്കു, D ഫോർ ഡെങ്കു, R ഫോർ എന്തുവാണെന്ന് കിട്ടി, റാബീസ് ആണെന്ന് കിട്ടി. ഇനി ഷിവാസ് ഉണ്ട്, ഷിവാസ് എന്നാണ് മൂപ്പരുടെ പേര് എന്ന് വിചാരിക്കുക. അതിൽ C എന്താണ്, C ചിക്കൻ ബോക്സ് ആണ്. H എന്താണ്, H ഹെപ്പറ്റൈറ്റിസ് ആണ്. I എന്താണ്, I ഇൻഫ്ലുവൻസയാണ്. V എന്താണ്, V വൈറൽ എൻസെഫാലൈറ്റിസ് ആണ്. A എയ്ഡ്സ് ആണ്. S സ്മോൾ പോക്സ് ആണ്. അപ്പൊ ഡോക്ടർ ശിവാസ് എന്ന് ഓർത്താൽ തന്നെ എന്ത് കിട്ടി, എല്ലാ അക്ഷരങ്ങൾക്കും ഓരോ അസുഖങ്ങൾ വെച്ച് കിട്ടി. പിന്നെ MP ആണ്. MP എന്ന് പറയുമ്പോൾ മീസൽസും പോളിയോയും ഓർത്തിരിക്കുക. ഡോക്ടർ ശിവാസ് മധ്യപ്രദേശിലാണ് പോയത്. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, ആദ്യം MP ആയി, പിന്നെയാണ് അവിടുത്തെ CM ആയത്, ചീഫ് മിനിസ്റ്റർ ആയതെന്ന് ആലോചിക്കാം. ഇപ്പൊ MP എന്ന് പറയുന്നത് മീസൽസ്, പോളിയോ ആണ്. C ഫോർ കോമൺ കോൾഡ് ആണ്. ആൻഡ്
M4 എന്താണ്, മംസ് ആണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട വൈറൽ ഡിസീസുകളാണ്. ഇത് പലപ്പോഴും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള വൈറൽ ഡിസീസുകളാണ്. അതെല്ലാം കൂടി ഞാനൊരു ഗ്രൂപ്പാക്കി എന്ത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതിൽ ഓരോരോ അസുഖങ്ങളായിട്ട് ബാക്ടീരിയൽ ഡിസീസ് നമ്മൾ പഠിച്ചതുപോലെ ഇതിൽ ഓരോരോ, എല്ലാമല്ല എങ്കിലും പ്രധാനപ്പെട്ട ഓരോരോ അസുഖങ്ങളായിട്ട് എന്ത് ചെയ്ത് നമുക്ക് നോക്കാം, ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി അറിയേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എയ്ഡ്സിനെ പറ്റി തന്നെയാണ്. എയ്ഡ്സിനെ പറ്റി ആദ്യം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഫുൾ ഫോം ആണ്. എന്താണ് എയ്ഡ്സിന്റെ പൂർണ്ണ രൂപം? അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. A for acquired, I for immuno, D for deficiency, S for syndrome ആണ്. ഈ അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എയ്ഡ്സ് എന്ന് പറയുന്നതിന് കാരണമാവുന്ന വൈറസ് HIV വൈറസ് ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പോൾ എയ്ഡ്സിൽ ഐയുടെയും ഡിയുടെയും അതേ പൂർണ്ണരൂപം തന്നെയാണ് എവിടെയും വരുന്നത്, ഇവിടെയും IV എന്ന് പറയുന്നത് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നുള്ളതിൽ വരുന്നത്. അതായത് നമുക്കറിയാം ഇമ്മ്യൂണിറ്റി അതാണ് ഇമ്മ്യൂണോ എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രതിരോധ ശേഷിയാണ് അല്ലെ. അതിനെ ഇല്ലാതാക്കുകയാണ് എയ്ഡ്സിന്റെ വൈറസ്, HIV വൈറസ് ചെയ്യുന്നത്. അതെങ്ങനെ ഇല്ലാതാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശേഷി തരുന്ന T ലിംഫോസൈറ്റ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, അഫക്ട് ചെയ്യുന്നതും ഇത് അറ്റാക്ക് ചെയ്യുന്നതും. അങ്ങനെ എന്ത് ചെയ്യും, അതിന്റെ എണ്ണം വല്ലാതെ അങ്ങ് കുറയ്ക്കും. അങ്ങനെ വല്ലാതെ കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ പ്രതിരോധ ശേഷി ഭയങ്കരമായിട്ട് കുറയും. അതായത് എപ്പോഴും പറയാറുണ്ട്, എയ്ഡ്സ് വന്ന് മരണപ്പെടുന്ന ആളുകൾ ഒരിക്കലും എയ്ഡ്സ് വന്നല്ല മരിക്കുക, മറ്റു പല അസുഖങ്ങൾ വന്ന് മരിക്കുക നമ്മൾ പറയാറുണ്ട്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജലദോഷം വന്നാലോ ഒരു ചെറിയ പനി വന്നാലോ പോലും അത് ബോഡിക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ബോഡിയിൽ ഈ പ്രതിരോധം വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ലിംഫോസൈറ്റ്സ് ആണ്. ഈ ലിംഫോസൈറ്റ്സ് അവിടെ ഇല്ലാത്തൊരവസ്ഥയാണ്, അല്ലെങ്കിൽ അതിന്റെ എണ്ണം വളരെ കുറഞ്ഞ അവസ്ഥയാണ്, അതിന്റെ ശക്തി ഭയങ്കരമായി മോശമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിൽ നമുക്ക് വേറൊരു അസുഖം വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് എപ്പോഴും എങ്ങനെ പറയാറുള്ളത്, എയ്ഡ്സ് വന്ന് മരിക്കുന്ന ആളുകൾ ഒരിക്കലും എയ്ഡ്സ് വന്നല്ല മരിക്കുന്നത്, മറ്റു പല അസുഖങ്ങൾ കൊണ്ടാണ് മരിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പ്രതിരോധ ശേഷിയെ HIV വൈറസ് ഇല്ലാതാക്കി കളയും. എയ്ഡ്സ് ലോകത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് 1981 അമേരിക്കയിലാണ്. എവിടെയാണ് എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്? 1981 അമേരിക്കയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് 1986 ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് 1986 ചെന്നൈയിലാണ്. അത് അന്ന് കണ്ടുപിടിക്കുന്ന ഡോക്ടറുടെ പേര് ഡോക്ടർ സുനിധി സോളമൻ എന്നാണ്. അതൊന്ന് ഓർത്തു വെച്ചോളൂ. ഇന്ത്യയിൽ 86 ചെന്നൈയിൽ കണ്ടുപിടിക്കുന്നു, ഡോക്ടർ സുനിധി സോളമൻ ആണ് ഇത് ചെയ്യുന്നത്. ഇനി കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ടയിലാണ്. 87 എന്ത് ചെയ്യുന്നത്, കേരളത്തിൽ ആദ്യമായിട്ട് HIV അല്ലെങ്കിൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞില്ല, എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്ന ഡിസംബർ 1 എല്ലാവർക്കും അറിയാം. പക്ഷെ ഏത് വർഷം തൊട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 88 തൊട്ടാണെന്ന് ഓർത്തു വെക്കുക. അതായത് 81 അമേരിക്കയിൽ, 86 ഇന്ത്യയിൽ, 87 കേരളത്തിൽ, 88 എയ്ഡ്സ് ഡേ ആചരിച്ചു തുടങ്ങി. അങ്ങനെ ഓർത്താൽ 86, 87, 88. ഇതിന്റെ സിമ്പിളാണ് റെഡ് റിബൺ. ഇങ്ങനെയുള്ളൊരു റെഡ് റിബൺ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ എയ്ഡ്സിനെ സൂചിപ്പിക്കാറുള്ളത്. ഇനി എയ്ഡ്സ് ഡിറ്റക്ഷന് വേണ്ടി നടത്തുന്ന ടെസ്റ്റുകളാണ് എലീസ ടെസ്റ്റും വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും എല്ലാവർക്കും അറിയാം. കൂടെ രണ്ടെണ്ണം കൂടി ഓർത്ത് വയ്ക്കുക, സദേൺ ബ്ലോട്ടും നെവ ടെസ്റ്റും. ഈ എലീസയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് എൻസൈം ലിങ്ക്ഡ്. ഇത് അങ്ങനെ കേരള PSC ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ SSC ഒക്കെ അവിടെ ഇവിടെയൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസ്സേ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസ്സേ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. എലീസ ടെസ്റ്റിന്റെ അല്ലെങ്കിൽ എലീസയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി എയ്ഡ്സിനെതിരെ നടത്തുന്ന ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ എയ്ഡ്സ് മാറാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിട്ടുള്ളൊന്നുമല്ല. പക്ഷെ സിംറ്റംസ് എല്ലാം അണ്ടർ കൺട്രോൾ ആക്കി ആളുകൾക്ക് ഒരു ഹെൽത്തി ലൈഫ് അല്ലെങ്കിൽ വളരെ നീണ്ട ആരോഗ്യകരമായ ഒരു ജീവിതം കൊടുക്കാനായിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ART എന്ന് പറയുന്നത്. നമ്മൾ ഡോട്ട്സ് ക്ഷയം എന്നൊക്കെ പഠിച്ചില്ലേ, അതുപോലെ ART ആണ് എന്തെന്ന് പറയുന്നത്, എയ്ഡ്സിനെതിരെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം ആന്റി റിട്രോവൈറൽ തെറാപ്പി എന്നാണ്. എന്താണ് ആന്റി റിട്രോവൈറൽ തെറാപ്പി എന്നാണ് എന്ത് നമ്മൾ പറയുന്നത്, എയ്ഡ്സിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ പറ്റി പറയുന്നത്. ഇനി ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു 3x5 ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അത് എന്തിനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിൽ, നമ്മുടെ താരതമ്യേന ചെറിയ വരുമാനമുള്ള കാര്യങ്ങളും നമുക്കറിയാം, ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം എയ്ഡ്സ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള രോഗികൾക്ക് ഈ ട്രീറ്റ്മെന്റ്, ആന്റി റിട്രോവൈറൽ ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് എത്തിക്കാനായിട്ട്, അവർക്കിത് പ്രാപ്യമാക്കാനായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO മുന്നോട്ട് വെച്ചൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു ഏതെന്ന് പറയുന്നത് 3x5 ഇനീഷ്യേറ്റീവ് എന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി എയ്ഡ്സ് എങ്ങനെയാണ് പകരാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ത്രൂ സെക്ഷൽ കോൺടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ, ഉള്ള ഒരാളുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എന്ത് ചെയ്യും, ഇത് പകരും. ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എന്ത് ചെയ്യും, ഇത് പകരും. ബൈ ഷെയറിംഗ് നീഡിൽ ആൻഡ് സിറിഞ്ച് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കംപ്ലൈൻസ്,
സിറിഞ്ചുകളൊക്കെ സാനിറ്റൈസ് ചെയ്യാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഇത് പകരും. അതുപോലെ ത്രൂ ദ റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV, രക്തമൊക്കെ നമ്മൾ ദാനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നതിലൂടെയും എന്ത് ചെയ്യും, ഈ HIV പകരുക തന്നെ ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് എയ്ഡ്സിനെ പറ്റി പഠിച്ചത്? കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എപ്പോഴും നന്നായിട്ട് ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ആദ്യം ഓർക്കുക, ഫുൾ ഫോം അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. കാരണക്കാരനാകുന്ന വൈറസ് HIV വൈറസ്. ശരീരത്തിൽ HIV വൈറസ് അഫക്റ്റ് ചെയ്യുന്ന T ലിംഫോസൈറ്റ്സിനെയാണ്. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നു. ലോകത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന 1981 അമേരിക്കയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ചെന്നൈയിൽ 86 അത് കണ്ടുപിടിക്കുന്ന ഡോക്ടർ സുനിധി സോളമനാണ്. കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന പത്തനംതിട്ടയിലാണ്, 87 എയ്ഡ്സ് ദിനമായി ആചരിക്കുന്ന ഡിസംബർ 1 തീയതിയാണ്. 1988 മുതലാണ് ഞാൻ ആചരിച്ചു തുടങ്ങിയത്. ഇതിന്റെ സിമ്പിൾ റെഡ് റിബൺ ആണ്. ഇതിനു വേണ്ടി നടത്തുന്ന ടെസ്റ്റുകളാണ് എലീസ ടെസ്റ്റ്. എലീസ ടെസ്റ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ എന്നാണ്. രണ്ടാമത്തേത് വെസ്റ്റേൺ ബ്ലോട്ട്, മൂന്നാമത്തേത് സദൻ ബ്ലോട്ട്, നാലാമത്തേത് നേവ ടെസ്റ്റ് എന്ന് പറയുന്നത് എയ്ഡ്സുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളാണെന്ന് ഓർത്തിരിക്കുക. ഇതിന് നടത്തുന്ന ട്രീറ്റ്മെന്റ് ആണ് ART അഥവാ ആന്റി റിട്രോവൈറൽ തെറാപ്പി. ഈ ആന്റി റിട്രോവൈറൽ തെറാപ്പി ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിലുള്ള എല്ലാ ആളുകൾക്കും പ്രാപ്യമാക്കാനായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചൊരു ഇനീഷ്യേറ്റീവ് ആണ് 3/5 ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. എയ്ഡ്സ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെ, അമ്മയിൽ നിന്ന് HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് സാനിറ്റൈസ് ചെയ്യാത്ത സിറിഞ്ചുകൾ നീഡിൽസും ഉപയോഗിക്കുന്നതിലൂടെ, അതുപോലെ തന്നെ HIV പോസിറ്റീവായ ഒരാളിൽ നിന്ന് രക്തമോ അവയവങ്ങളോ സ്വീകരിക്കുന്നതിലൂടെയും മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, എയ്ഡ്സ് പകരുകയുള്ളൂ എന്നും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എയ്ഡ്സിനെ പറ്റി പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയില്ലേ? ഇനി നമുക്ക് ആരെ പറ്റി നോക്കാം? ഇനി നമുക്ക് ഹെപ്പറ്റൈറ്റിസിനെ പറ്റി നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയാണ്. ഹെപ്പറ്റൈറ്റിസിനെ പറ്റി ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യം ഇത് ഏത് അവയവത്തെ ബാധിക്കുന്ന അസുഖമാണ് എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് നമ്മുടെ ജോണ്ടിസ് ഒക്കെ പോലെ, മഞ്ഞപ്പിത്തമൊക്കെ പോലെ കരളിനെ ബാധിക്കുന്ന അസുഖമാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് എന്താണ്? ലിവർ, കരൾ വല്ലാതെ വീങ്ങുന്ന ഒരു അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കരൾ പണിതരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങൾ, അത് നഖമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കണ്ണൊക്കെ ആയിക്കൊള്ളട്ടെ, മഞ്ഞ നിറത്തിലോട്ട് എന്ത് ചെയ്യാറുണ്ട്, മാറാറുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? ഫ്ലോ ഓഫ് ബൈൽ സെക്രീറ്റഡ് ബൈ ദ ലിവർ ഈസ് ബ്ലോക്ക്ഡ്. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി, ഹ്യൂമൻ ബോഡി ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈലിന്റെ ഫ്ലോ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. മാത്രമല്ല ലെവൽ ഓഫ് ബിലിറൂബിൻ ഇൻ ബ്ലഡ് ബിക്കം മോർ. ബ്ലഡിലെ ബിലിറൂബിന്റെ അളവ് എന്ത് ചെയ്യും, വല്ലാതെ കൂടുകയും ചെയ്യും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നഖവും കണ്ണും എല്ലാം എന്തായിട്ട് മാറുന്നത്, മഞ്ഞ കളറായിട്ട് മാറുന്നത്. ഡാർക്ക് യെല്ലോ കളർ ടു ദ വൈറ്റ് പോർഷൻ ഓഫ് ദ ഐസ് ആൻഡ് ദ നൈൽസ്. കണ്ണിനും നഖത്തിനും ഒക്കെ എന്ത് ചെയ്യും, നല്ല കടുത്ത മഞ്ഞ നിറത്തിന് കാരണമാവും. ഇത് പലതരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. A മുതൽ E വരെ പല വേരിയൻസും പല വെറൈറ്റികളുണ്ട്. ചിലത് ഭയങ്കര പ്രശ്നക്കാരാണ്, ചിലത് വലിയ കുഴപ്പമില്ലാത്തതുമാണ് എന്നുള്ള രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. എന്നിരിക്കലും പൊതുവെ ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പകരുന്നത്. കഴിഞ്ഞില്ല, ബ്ലഡ് കമ്പോണൻസ് ആൻഡ് എക്സ്ക്രീറ്റ് ഓഫ് ദ പേഷ്യന്റ് ആയിരിക്കുന്ന രോഗിയുടെ, ഹെപ്പറ്റൈറ്റിസ് ഉള്ള രോഗിയുടെ രക്തത്തിലൂടെയോ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ മലവിസർജനങ്ങളിലൂടെയോ എന്ത് ചെയ്തേക്കാം, ഈ രോഗം പരന്നേക്കാം. മാത്രമല്ല സർട്ടൻ ഹെപ്പറ്റൈറ്റിസ് ഡു ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ദ ട്രാൻസ്മിഷൻ ഓഫ് HIV. ചിലത് സെക്ഷൽ മാർഗങ്ങളിലൂടെയും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണോ HIV പകരാന്ന് നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചത്, ആ മാർഗങ്ങളിലൂടെ എല്ലാം പകരുന്ന ഹെപ്പറ്റൈറ്റിസും എന്തുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇതിന് ഏറ്റവും പ്രിവെൻഷൻ, നല്ലൊരു പ്രിവെൻഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, വാക്സിനേഷൻ തന്നെയാണെന്ന് കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കരൾ രോഗമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ലിവറിനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. ലിവർ വല്ലാതെ വീങ്ങുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈലിന്റെ ഫ്ലോ ബ്ലോക്ക് ആവും. അങ്ങനെ ആകുമ്പോൾ ബിലിറൂബിന്റെ അളവ് ബ്ലഡിൽ വല്ലാതെ കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് കണ്ണിനും നഖത്തിനും വല്ലാത്തൊരു കടുത്ത മഞ്ഞ നിറം വരികയുണ്ടാവും. ഇത് ഭക്ഷണങ്ങളിലൂടെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും രോഗിയുടെ രക്തത്തിലൂടെയും അതുപോലെ തന്നെ മലവിസർജനങ്ങളിലൂടെയും മറ്റുള്ളവരിലേക്ക് പകരും. ചിലത് HIV പോലെയും ചില ഹെപ്പറ്റൈറ്റിസ് HIV പോലെയും എന്ത് ചെയ്യും, പകരാൻ സാധ്യതയുണ്ട്. ഇതിന് ഏറ്റവും നല്ല പ്രിവെൻഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, വാക്സിനേഷൻ ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി മറ്റൊരു വൈറസ് ഡിസീസാണ് സാഴ്സ് എന്ന് പറയുന്നത്. സാഴ്സ്, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. റെസ്പിറേറ്ററി ആണ്, അതുകൊണ്ട് തന്നെ എവിടെ അഫക്ട് ചെയ്യുന്നതായിരിക്കണം, ലങ്സിനെ, ശ്വാസകോശത്തിനെ അഫക്ട് ചെയ്യുന്ന അസുഖമാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ സാഴ്സ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഹോങ്കോങ് ആണ്. ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ഇത്രയാണ് ചോദിച്ചിട്ടുള്ളത്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ് സാഴ്സിന്റെ ഫുൾ ഫോം. ലോകത്ത് തന്നെ ആദ്യമായി ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയിലാണ്, ഹോങ്കോങ്ങിലാണ്. ഇത് അഫക്ട് ചെയ്യുന്ന ശരീരഭാഗം എന്ന് പറയുന്നത് ഏതാണ്, ശ്വാസകോശമാണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തതാണ് ജാപ്പനീസ് എൻസെഫാലൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിന് കാരണം
കാരണമാകുന്ന ഫ്ലാവി വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഗ്രൂപ്പാണ്. ഫ്ലാവി വൈറസ് കാരണമാണ് എന്ത് വരുന്നത്? ജാപ്പനീസ് എൻസെഫാലൈറ്റിസ് വരുന്നത്. ഇത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. ഈ അസുഖങ്ങളെല്ലാം പരത്തുന്നത് പെണ്ണുങ്ങളാണ് കേട്ടോ. പെൺകൊതുകുകളാണ് എന്ത് ചെയ്യുന്നത്? അസുഖങ്ങൾ പരത്തുന്നത്. ആൺകൊതുകുകൾ പാവങ്ങളാണ്, ചെറുതാണ്, കമ്പാരിറ്റീവ്ലി സൈസിലും ചെറുതാണ്. ഇവർ ഈ ചെടിയുടെയും പുല്ലിന്റെയൊക്കെ നീരും കുടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഈ ചോര കുടിക്കുന്നതെല്ലാം എന്ത് തന്നെയാണ്? പെൺകൊതുകുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾ പരത്തുന്നതെല്ലാം എന്താണ്? പെൺകൊതുകുകളാണ്. അപ്പൊ ജാപ്പനീസ് എൻസെഫാലൈറ്റിസ് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകാണ്. ക്യൂലെക്സ് ഫീമെയിൽ മോസ്കിറ്റോസ് ആണ് എന്ത് ചെയ്യുന്നത്? ജാപ്പനീസ് എൻസെഫാലൈറ്റിസ് പരത്തുന്നത്. ഇത് പ്രധാനമായും അഫക്ട് ചെയ്യുന്നത് തലച്ചോറിനെയാണ്. ഒപ്പം തന്നെ എവിടെയും കൂടി അഫക്ട് ചെയ്യും CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡീവ്യൂഹത്തെയും കേന്ദ്ര നാഡീ വ്യവസ്ഥയെയും അഫക്ട് ചെയ്യുന്ന അസുഖമാണ് ഇതെന്ന് പറയുന്നത് ജാപ്പനീസ് എൻസെഫാലൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലാവി വൈറസ്, ക്യൂലെക്സ് ഫീമെയിൽ മോസ്കിറ്റോ തലച്ചോറിനെയും സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയും എന്ത് ചെയ്യുന്നു? അഫക്ട് ചെയ്യുന്നു. അടുത്തതാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. ഡെങ്കിപ്പനി എന്ന് പറയുന്നത് പരത്തുന്ന കൊതുകിന്റെ പേര് ഈഡിസ് ഈജിപ്തിയാണ്. ഈ കൊതുകുകൾ ഒരിക്കലും മാറിപ്പോരുത്. ജാപ്പനീസ് എൻസെഫാലൈറ്റിസ് പരത്തുന്നത് ക്യൂലെക്സ് ആണ്. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുകാണ്. ശുദ്ധജലത്തിൽ മുട്ടയിട്ട് വളരുന്ന ഒരു കൊതുകാണ്. പ്രമാണിമാരാണ് കൂട്ടത്തിലെ. ഈഡിസ് ഈജിപ്തിയാണ് എന്തെന്ന് പറയുന്നത്? ഡെങ്കിപ്പനി പരത്തുന്നത്. ഇത് പരത്തുന്ന വൈറസും ഏത് തന്നെയാണ്? ഫ്ലാവി വൈറസ് തന്നെയാണ്. ജാപ്പനീസ് എൻസെഫാലൈറ്റിസ് പോലെ ഫ്ലാവി വൈറസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഡെങ്കിപ്പനിയും പരത്തുന്നത്. ഇതിന്റെ മറ്റൊരു പേരാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയുന്നത്. ഡെങ്കിപ്പനിയുടെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെങ്കിപ്പനി വന്നിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ അറിയുന്ന ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അറിയാം. ജോയിന്റ് പെയിൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ജോയിന്റ് പെയിൻ ആണ് ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ. അത് കുറച്ചധികം കാലെടുക്കും, ഒരു 6 മാസത്തോളം എടുക്കും അതൊന്ന് പൂർണ്ണമായും നമ്മളൊന്ന് റിക്കവർ ചെയ്ത് വരാനായിട്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ബോൺ ഫീവർ എന്ന വിളിപ്പേരുള്ള അസുഖവും ഏത് തന്നെയാണ്? ഡെങ്കിപ്പനി തന്നെയാണ്. ഇനി നാഷണൽ ഡെങ്കി ഡേ ആയിട്ട്, ദേശീയ ഡെങ്കി ദിനമായിട്ട് ആചരിക്കുന്ന മെയ് 16 ഈ ദിവസങ്ങൾ വല്ലാതെ ചോദിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ കേരള PCയിൽ കാണുന്നുണ്ട്, ഈ അസുഖമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത് പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ ഒരു പ്രാധാന്യം കൊടുത്ത് എന്ത് ചെയ്യുക നോക്കുക. അപ്പോൾ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് എന്ന് പറയുന്നത് ഈഡിസ് ഈജിപ്തിയാണ്. ഫ്ലാവി വൈറസ് ആണ് ഇത് പരത്തുന്നത്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന അസുഖം ഡെങ്കിപ്പനി തന്നെയാണ്. ജോയിൻസിലൊക്കെ വല്ലാത്ത പെയിൻ വരുന്നൊരു അസുഖമാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. നാഷണൽ ഡെങ്കി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? മെയ് 16 ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതാണ് സിക്ക വൈറസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഇപ്പം നമ്മുടെ ഡിഗ്രി മെയിൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 2 ചോദ്യങ്ങളാണ് 2 വ്യത്യസ്തമായ പരീക്ഷകൾ സിക്ക വൈറസിനെ പറ്റി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാം. ഇത് കുരങ്ങന്മാരിലാണ് ഇത് കാണപ്പെടുന്നത്. കൊതുകിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യനിലോട്ട് ഇത് പകരുന്നത്. അപ്പൊ കൊതുകടിയിലൂടെ പകരുന്ന രോഗങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയപ്പോൾ മൂന്നാമത്തേതാണ് നമ്മൾ പഠിക്കുന്നത്. ജാപ്പനീസ് എൻസെഫാലൈറ്റിസ്, ഡെങ്കിപ്പനി, അതുപോലെ സീക്ക വൈറസും എങ്ങനെ തന്നെയാണ്? കുരങ്ങിൽ കാണുന്നു, കൊതുകിലൂടെ എന്ത് ചെയ്യുന്നു? മനുഷ്യനിലേക്ക് ഇത് പകരുന്നു. ഈ സീക്ക എന്നുള്ള പേര് ഇതിന് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സീക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഗാണ്ടയിലെ ഒരു കാടിന്റെ പേരാണ് ഇതെന്ന് പറയുന്നത്, സീക്ക എന്ന് പറയുന്നത്. അവിടുത്തെ കുരങ്ങന്മാരിലാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം കാണുന്നത്. 1947 മുതലേ പ്രാബല്യത്തിലുള്ള ഒരു അസുഖമാണ്, ഒരു വൈറസ് ആണ് ഇതെന്ന് പറയുന്നത് സീക്ക വൈറസ് എന്ന് പറയുന്നത്. ഇത് പരത്തുന്ന കൊതുകുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഡിസ് ഈജിപ്തി ഉണ്ട്, കൂടെ തന്നെ ഈഡിസ് ആൽബോ പിക്ടസ് എന്ന് പറഞ്ഞൊരു കൊതുക് കൂടിയുണ്ട്. ഈഡിസ് കുടുംബത്തിലെ തന്നെയാണ്. ഈഡിസ് ഈജിപ്തി ഉണ്ട്, ഈഡിസ് ആൽബോ പിക്ടസും എന്ത് പരത്തുന്നുണ്ട്? സീക്ക വൈറസ് പരത്തുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗർഭിണിയായ സ്ത്രീകൾക്ക് ഈ സീക്ക വൈറസ് വന്നു കഴിഞ്ഞാൽ ഇവരിത് കുഞ്ഞുങ്ങളിലോട്ട് എന്ത് ചെയ്യും? ഇത് പാസ് ചെയ്യും. ഇങ്ങനെ കുഞ്ഞുങ്ങളിലോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളിൽ പലതരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് മൈക്രോസെഫാലി എന്ന് പറയുന്നത്. ഈ മൈക്രോ എന്ന് വെച്ചാൽ നമുക്കറിയാം ചെറുത്, സെഫാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. അതായത് മൈക്രോ ചെറുത്, സെഫാലി തല ചെറിയ തല, അത് തന്നെയാണ് ആ പേരിന് അർത്ഥമായിട്ട് വരുന്നത്. അതായത് ഒരു കുഞ്ഞിന്റെ നോർമൽ ഹെഡ് സൈസ് എന്ത് ചെയ്യില്ല, വരുന്നില്ല. അതിന് പകരം എന്ത് കണ്ടോ, ഇത്രയും വലിപ്പം വരുന്ന ഒരു തലയ്ക്ക് പകരം ആ കുഞ്ഞിന്റെ വളരെ ഷ്രിങ്ക് ആയിട്ടുള്ള ഒരു തലയാണ് എന്ത് ചെയ്യുക, ആ കുട്ടിക്ക് വരിക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവർ തലച്ചോറിന്റെ ഡെവലപ്മെന്റിനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവരുടെ വളർച്ചയുടെ കാര്യങ്ങളിലും എല്ലാം എന്ത് ചെയ്യും, ഇത് അഫക്ട് ചെയ്യും. അപ്പോൾ വന്ന ചോദ്യങ്ങളൊന്നായിരുന്നു ഏത് അസുഖം മൂലമാണ് മൈക്രോസെഫാലി ഉണ്ടാവുന്നുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് രൂപത്തിലേക്കാണ് മുൻവർഷങ്ങളിൽ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ നോട്ട് ചെയ്ത് വെക്കുക, മൈക്രോസെഫാലി ലിറ്ററൽ മീനിങ് ചെറിയ തല, ആ ഒരു സ്റ്റേറ്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഗർഭിണിയായ അമ്മയാണ് സീക്ക വൈറസ് കൊണ്ട് അഫക്റ്റ് ആവുമെങ്കിൽ കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്ന കോംപ്ലിക്കേഷൻ ആണ്, കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന രോഗമാണ് മൈക്രോസെഫാലി എന്ന് പറയുന്നത്. ചെറിയ തല എന്നാണ് അതിന്റെ അർത്ഥം എന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക, അസുഖം ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഉഗാണ്ടയിലെ കാടുകളിലാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. അവിടെയുള്ള അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സീക്ക വൈറസ് എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ സീക്ക എന്ന് പറയുന്നത് ഉഗാണ്ടയിലെ കാടിന്റെ പേരാണ്. ആദ്യമായി കാണുന്നത് 1947 ഉഗാണ്ടയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി കണ്ടെത്തുന്നത് തമിഴ്നാട്ടിലാണ്.
കേരളത്തിൽ ഇതായിരുന്നു മറ്റൊരു ചോദ്യം. കേരളത്തിൽ ട്രിവാൻഡ്രത്താണ് 2021 ഇത് കാണുന്നത്. അപ്പോൾ ആ ഒരു വർഷത്തെ ചോദ്യപേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് കഴിയും. പക്ഷെ എന്നാലും ഓർത്തിരിക്കുക, സീക്ക വൈറസ് ആദ്യമായി കാണുന്നത് കേരളത്തിലാണ്, ട്രിവാൻഡ്രത്തിലാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു, ഉഗാണ്ട അതിലുണ്ടായിരുന്നു. ലോകത്ത് ആദ്യമായിട്ട് സീക്ക വൈറസ് കണ്ടെത്തിയത് ഇന്ന രാജ്യത്താണ് ഡാഷ്. എന്നിട്ട് അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്, കേരളത്തിൽ ആദ്യമായി കണ്ടെത്തിയത് ഈ 2021 ഇന്ന ഭാഗത്താണ്, ട്രിവാൻഡ്രത്താണ്, പാറശാലയിലാണ് എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ലോകത്ത് ആദ്യമായിട്ടാണെങ്കിൽ ഉഗാണ്ട, കേരളത്തിൽ ആദ്യമായിട്ടാണെങ്കിൽ ട്രിവാൻഡ്രം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ എന്താ നമ്മൾ സീക്ക വൈറസിനെ പറ്റി പഠിച്ചത്? കുരങ്ങന്മാരിൽ ആദ്യമായിട്ട് കണ്ടു, കൊതുകുകളിലൂടെ അത് മനുഷ്യനിലോട്ട് പകരുന്നു. ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന ഒരു കൊതുകിലൂടെയും ഈഡിസ് ആൽബോപിക്ടസ് എന്ന് പറയുന്ന ഒരു കൊതുകിലൂടെയും സീക്ക വൈറസ് പകരുന്നുണ്ട്. ഗർഭിണികളായ സ്ത്രീകളിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക് പകരുകയാണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിന് കാരണമാവും. മൈക്രോസെഫാലി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അതിലൂടെ വരുന്നതാണ്. സീക്ക എന്ന് പറയുന്ന ഉഗാണ്ടയിലെ ഒരു കാടിന്റെ പേരാണ്, അതുകൊണ്ട് തന്നെയാണ് അതിന് ആ വൈറസിനും ആ പേര് കിട്ടുന്നത്. അവിടെയാണ് ഇത് ഇന്ത്യയിൽ ആദ്യമായി കണ്ടെത്തുന്നത്. 1947 ലോകത്ത് ആദ്യമായി ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കാണുന്നത് തമിഴ്നാട്ടിലാണ്. കേരളത്തിലാണ് ചോദിക്കുന്നെങ്കിൽ ട്രിവാൻഡ്രത്താണ് 2021 എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തതാണ് പോളിയോ എന്ന് പറയുന്നത്. പോളിയോ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ശരീരത്തിന് തളർച്ചയൊക്കെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത്, പോളിയോ എന്ന് പറയുന്നത് അല്ലെ. ഇത് അവസാനമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് 2011 വെസ്റ്റ് ബംഗാളിലാണ്. അവസാനമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്, 2011. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ത്യ ഇപ്പൊ പോളിയോ ഫ്രീ ആയിട്ടാണ് ഇന്ത്യയിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 2014 മാർച്ച് 27 എന്ത് ചെയ്തത്, ഇന്ത്യയെ പോളിയോ ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. പാകിസ്ഥാനും ഇന്ത്യക്ക് ഇത് ഭയങ്കരമായിട്ട് സിവിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പോളിയോന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ച രണ്ട് രാഷ്ട്രങ്ങളാണെന്ന് ഇന്ത്യൻ്റെ ഒരു നമുക്ക് പറയേണ്ടി വരും. അപ്പൊ 2014 മാർച്ച് 27 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ത്യയെ പോളിയോ ഫ്രീ ആയിട്ട് എന്ത് ചെയ്തു, അനൗൺസ് ചെയ്തു. അതിന് 3 വർഷങ്ങൾക്ക് മുമ്പ് 2011 എന്തെന്ന് പറയുന്നത്, വെസ്റ്റ് ബംഗാളിലായിരുന്നെന്ന് പറയുന്നത് ഇന്ത്യയിൽ അവസാനമായിട്ട് പോളിയോ റിപ്പോർട്ട് ചെയ്തത്. പോളിയോ വാക്സിൻ 0 മുതൽ 5 വയസ്സ് വരെ, അതായത് ജനിച്ചൊരു കുഞ്ഞു മുതൽ 5 വയസ്സ് വരെ 7 വട്ടം മുൻപ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ കൊടുത്തില്ല എന്നുള്ളത് നോക്കാതെ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടതുണ്ട്. 0 to 5 years ആണ് ഏതെന്ന് പറയുന്നത് പോളിയോന്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ പോളിയോ വാക്സിൻ നമ്മൾ 2 രീതിയിൽ കൊടുക്കുന്നുണ്ട്. വായിൽ തുള്ളി മരുന്നായി ഒട്ടിച്ചു കൊടുക്കുന്ന രീതിയുണ്ട്, ഇഞ്ചക്ഷൻ പോലെ നമ്മൾ വെച്ചു കൊടുക്കുന്ന രീതിയുണ്ട്. ഇപ്പൊ രണ്ടും വ്യത്യാസമായിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഓറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വായിൽ തുള്ളി മരുന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഈ ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൽബർട്ട് സാബിൻ ആണ്. ഓറൽ പോളിയോ വാക്സിൻ, തുള്ളിമരുന്നായിട്ട് കൊടുക്കുന്ന പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിനും. ഇനി അതല്ല, പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്, ജോനാസ് സാൽക്കോ ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഇത് രണ്ടുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, പോളിയോ അവസാനമായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത് 2011 വെസ്റ്റ് ബംഗാളിലാണെന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയെ പോളിയോ ഫ്രീ ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അനൗൺസ് ചെയ്യുന്നത് 2014 മാർച്ച് 27 പോളിയോ വാക്സിൻ 0 മുതൽ 5 വർഷം വരെ 7 വട്ടമായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൽബർട്ട് സാബിനും. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോനാസ് സാൽക്കോ ആണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് വൈറസ് ഡിസീസസിനെ പറ്റി ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്രയെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരു ഓവർവ്യൂ തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നത്, കടലാണിത്. മൊത്തം ഒരിക്കലും എനിക്ക് പഠിപ്പിക്കാനോ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാനോ പറ്റില്ല. അത്രയും പ്രഗത്ഭരായ ഡോക്ടർമാർക്ക് പോലും ഇത് കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുൻവർഷ ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങളിലോട്ട് കൺവേ ചെയ്യാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ വൈറൽ ഡിസീസസ് പഠിച്ചില്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിനെ പറ്റിയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫംഗൽ ഡിസീസസ്, ഫംഗസ് കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്യാനുള്ളത്, ഇനി നമുക്ക് നോക്കാനുള്ളത്. ഫംഗസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന മഷ്റൂം അല്ലെ, കൂണൊക്കെ എന്ത് തന്നെയാണ്, ഒരു ഫംഗസ് തന്നെയാണ്. അപ്പൊ എല്ലാ ഫംഗസും പ്രശ്നക്കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. എല്ലാ ഫംഗസും എന്തൊന്നുമല്ല, പ്രശ്നക്കാരൊന്നുമല്ല. ചില ഫംഗസുകൾ പ്രശ്നക്കാരാണ്. ചില ഫംഗസുകൾ ചില ടോക്സിൻസ്, വിഷവസ്തുക്കൾ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനായിട്ട് എന്താവും, കാരണമാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അസുഖങ്ങളാണ്. ഒന്ന് റിംഗ് വേം അഥവാ വട്ടച്ചൊറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുന്ന അതേ വട്ടച്ചൊറി തന്നെയാണ് അല്ലെ. ആ വട്ടച്ചൊറി റിംഗ് വേം ഉണ്ടാവുന്ന ഒരു ഫംഗൽ ഡിസീസ് ആണ്. ഇതാണ് നമ്മുടെ റിംഗ് വേമിന്റെ വട്ടച്ചൊറിയുടെ ഒരു പടം എന്ന് പറയുന്നത്. റൗണ്ട് റെഡ് ബ്ലിസ്റ്റേഴ്സ് ഓൺ സ്കിൻ, വല്ലാത്ത ചൊറിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, വരാനായിട്ട് പോകുന്നത്. അടുത്തത് അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയും. അത്ലറ്റ്സ് ഫൂട്ട് തന്നെയാണ് അതിന് മലയാളത്തിലും എന്ത് ചെയ്യുക പറയാറുള്ളത്. സ്കെയിലി റാഷസ് വിത്ത് ഇച്ചിങ് ഓൺ സോൾ ഓഫ് ദ ഫുട്ട് ആൻഡ് ടോസ്. ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നതാണ്, കാലിലും ഭാഗങ്ങളിലും വരുന്നതും അതിൽ നല്ല ചൊറിയും എന്ത് ചെയ്യും, ചൊറിച്ചിലും എന്ത് ചെയ്യും ഉണ്ടാവും. അതാണ് എന്തെന്ന് പറയുന്നത്, അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുന്നത്. അതായത് ഈ റിംഗ് വേം ആണെങ്കിൽ വട്ടത്തിലുള്ള ചുവന്ന ഇത്തരത്തിലുള്ള തിണർപ്പുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
പറയുന്നത് നമ്മൾ റിംഗ് വേം അല്ലെങ്കിൽ വട്ടച്ചോറി എന്ന് പറയുന്നത്. അതേസമയം അത്ലറ്റ്സ് ഫുട്ട് ആണെങ്കിൽ ഇത്തരത്തിൽ നിന്ന് തൊലി അടർന്നു വരുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇതെന്ന് പറയുന്നത് അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറയുന്നത്. നമ്മൾ കാല് മണ്ണായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫംഗസുകൾ നമ്മുടെ ശരീരത്തിലോട്ട് പടരുന്നതും നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ എന്ത് ചെയ്യുന്നതും വരുന്നതും. അപ്പോൾ ഈ ഫംഗൽ ഡിസീസസിനെ പറ്റി പഠിക്കുമ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് അറിയാനില്ല. ആകെ 2 കാര്യങ്ങളൊന്നും ഓർത്തിരുന്നാൽ മതി. റിംഗ് വേം ആയാലും അത്ലറ്റ്സ് ഫുട്ട് ആയാലും രണ്ടും ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഫംഗൽ ഡിസീസ്, ഫംഗസ് കൊണ്ടാണെന്ന് എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തതാണ് പ്രോട്ടോസോവ. പ്രോട്ടോസോവ നമുക്ക് എന്ത് ചെയ്യേണ്ടതിന് കുറച്ചുകൂടെ ഒന്ന് നോക്കേണ്ടതുണ്ട്. സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഏകകോശമുള്ള യൂക്കാരിയോട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ പ്രോട്ടോസോവ എന്ന് വിളിക്കുന്നത്. ഈ പ്രോട്ടോസോവകൾ ഉണ്ടാക്കുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസുഖങ്ങളിൽ ഒന്നാണ് കാലാഅസാർ. SSC ഒക്കെ കയ്യും കണക്കില്ലാതെ ചോദിച്ചിട്ടുള്ളതാണ്. കേരള PSC ഒരു കാലത്ത് ചോദിച്ചിട്ടുള്ളതാണ് കാലാഅസാറിന് കാരണമാവുന്ന ആരാണെന്നുള്ളത്. ലൈഷ്മാനിയ എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവയാണ് എന്തുണ്ടാക്കുന്നത്? ഈ കാലാഅസാർ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത്. കാലാഅസാറിന്റെ മലയാളം വാക്ക് കരിമ്പനി എന്നാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് ഫീവർ എന്നും ബ്ലാക്ക് സിക്നസ് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ വിളിക്കാറുണ്ട്. പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് കാലാഅസാർ. കരിമ്പനി എന്നും ബ്ലാക്ക് സിക്നസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ലൈഷ്മാനിയ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ പലതരത്തിലുള്ള പ്രോട്ടോസോവകളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കാലാഅസാർ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തേതാണ് അമീബിക് ഡിസെൻട്രി. മലയാളത്തിൽ നമ്മൾ വയറുകടി എന്ന് പറയും. അമീബിക് ഡിസെൻട്രി അല്ലെങ്കിൽ അമീബിയാസിസ്. അതിന് കാരണമാവുന്ന പ്രോട്ടോസോവ എന്ന് പറയുന്നത് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എന്ന് പറയുന്ന ഒന്നാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അമീബിയാസിസിന് കാരണമാവുന്ന, അമീബിക് ഡിസെൻട്രിക്ക് കാരണമാവുന്ന, വയറുകടിക്ക് കാരണമാവുന്ന പ്രോട്ടോസോവ ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നിങ്ങൾ പറയണം അത് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്കയാണ്. ഇതിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, അതായത് മര്യാദയ്ക്ക് സ്റ്റൂൾസ് പാസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ക്രാംസ്, വയറ്റിനകത്ത് വല്ലാത്ത വേദന, അതുപോലെ തന്നെ സ്റ്റൂൾസിലൊക്കെ മലത്തിലൊക്കെ രക്തം കലർന്നൊരു അവസ്ഥയൊക്കെ എന്തുകൊണ്ടുണ്ടാവാം? ഈ അമീബിക് ഡിസെൻട്രി കൊണ്ട്, അമീബിയാസിസ് കൊണ്ട്, വയറുകടി കൊണ്ട് എന്ത് ചെയ്യാം, ഉണ്ടാവുന്നതാണ്. അപ്പോൾ പ്രോട്ടോസോവ എന്ന് പറയുമ്പോൾ സിംഗിൾ സെൽഡ് യൂക്കാരിയോട്സ് ആണ്. കാലാഅസാർ അതിനൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ബ്ലാക്ക് ഫീവർ, കരിമ്പനി എന്ന് നമ്മൾ പറയുന്നു. ബ്ലാക്ക് സിക്നസ് എന്നും അറിയപ്പെടുന്നു. ലൈഷ്മാനിയ എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ബ്ലാക്ക് ഫീവർ അല്ലെങ്കിൽ കാലാഅസാർ ഉണ്ടാവുന്നത്. രണ്ടാമത്തേത് അമീബിക് ഡിസെൻട്രി അല്ലെങ്കിൽ അമീബിയാസിസ് എന്ന് പറയുന്നു. വയറുകടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നു. അതിന് കാരണമാവുന്ന പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷണങ്ങളും എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു. ഇനി പ്രോട്ടോസോവ കൊണ്ടുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയേണ്ടുന്ന പേര് മലേറിയ ആണ്. നമുക്കറിയാം മലേറിയ കൊതുക് പരത്തുന്ന അസുഖമാണ്. പക്ഷെ ഒരിക്കലും ഒരു ബാക്ടീരിയൽ ഡിസീസോ വൈറൽ ഡിസീസോ അല്ല. പ്രോട്ടോസോവ, പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവ, പ്ലാസ്മോഡിയം കുടുംബത്തിലെ കുറച്ച് പ്രോട്ടോസോവകൾ ചേർന്ന് ഉണ്ടാക്കുന്ന അസുഖമാണ് ഇതെന്ന് പറയുന്നത് മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്ന് പറയുന്നത്. മലേറിയക്ക് വേറെയും കുറെ പേരുകളുണ്ട്. ബ്ലാക്ക് വാട്ടർ ഫീവർ, ബ്ലാക്ക് വാട്ടർ ഫീവർ, ബ്ലാക്ക് ഫീവർ അല്ല. ബ്ലാക്ക് ഫീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാഅസാറാണ്. ഇത് ബ്ലാക്ക് വാട്ടർ ഫീവർ, കാരണം കെട്ടിക്കിടക്കുന്ന കറുത്ത വെള്ളം എന്ന് പറയുമ്പോൾ ചീത്ത വെള്ളത്തിൽ നിന്നായിരിക്കുമല്ലോ എന്തുണ്ടാവുക, കൊതുക് പരക്കുന്നുണ്ടാവുക. അങ്ങനെ വന്ന പേരായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അറിയില്ല അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. രണ്ടാമത്തേത് മാർഷ് ഫീവർ, ചതുപ്പ് രോഗം അല്ലെങ്കിൽ ചതുപ്പ് പനി എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പറയുന്ന അസുഖമാണ് മലേറിയ എന്ന് പറയുന്നത്. ഈ മലേറിയ എന്ന് പറയുന്ന വാക്കിന്റെ ലിറ്ററൽ മീനിങ് ബാഡ് എയർ അല്ലെങ്കിൽ ദുഷിച്ച വായു എന്നാണ്. എന്താണ് മലേറിയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? ബാഡ് എയർ അല്ലെങ്കിൽ ദുഷിച്ച വായു എന്നാണ്. മലേറിയ പരത്തുന്നത് പെൺകൊതുകുകൾ തന്നെയാണ്. അനോഫിലസ് പെൺകൊതുകുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മലേറിയ പരത്തുന്നത്. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് റൊണാൾഡ് റോസ് എന്ന് പറയുന്നത്. അതായത് അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോസ് ആണ്, അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത് എന്ന് കണ്ടുപിടിച്ചത് റൊണാൾഡ് റോസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണെന്നും എന്ത് ചെയ്യുക, ഓർത്തുവെക്കുക. പിന്നെ ഇത് പരത്തുന്ന പ്രോട്ടോസോവയാണ് ആരെന്ന് പറയുന്നത്, പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. പക്ഷെ ഇവരുടെ കുടുംബത്തിൽ ഒരു 2-3 പേരുണ്ട്. ആ പേരുകളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്ലാസ്മോഡിയം ഫാൽസിപാരം ഇത് ഉണ്ടാക്കുന്ന മലേറിയ ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. NCERT പറയുന്ന അതേപോലെ ഒരു പോയിന്റ് ഞാൻ അങ്ങനെ എടുത്തിട്ടേക്കാണ്. അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്രോട്ടോസോവ കോസസ് മോസ്റ്റ് സിവിയർ ടൈപ്പ് ഓഫ് മലേറിയ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം പ്ലാസ്മോഡിയം ഫാൽസിപാരം. എങ്ങനെയാണത് വായിക്കാൻ എനിക്കറിയില്ല. ഫാൽക്കിപാറെന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വായിക്കാം. സ്പെല്ലിംഗ് കറക്റ്റ് തന്നെയാണ്. അതുണ്ടാക്കുന്ന അസുഖമാണ് മലേറിയകളിൽ ഏറ്റവും കൂടിയത്. പക്ഷെ പ്ലാസ്മോഡിയം വൈവാക്സും പ്ലാസ്മോഡിയം മലേറിയ എന്നും പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാസ്മോഡിയംസ് പ്രോട്ടോസോവാസ് വേറെയുമുണ്ട്. വളരെ ഉയർന്ന പനി, നല്ല തലവേദന, ഛർദി, ഇതെല്ലാം എന്തിന്റെ ലക്ഷണങ്ങളാണ്, മലേറിയയുടെ ലക്ഷണങ്ങളാണ്. ഇനി ഇത് എങ്ങനെയാണ് പകരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിന്റെ പാത്തോജൻ, ഇതിന്റെ രോഗകാരി എന്താണ്, പ്ലാസ്മോഡിയം കുടുംബത്തിൽ ഏതെങ്കിലും ഒരു പ്രോട്ടോസോവയാണ്. അടുത്തതാണ് വെക്ടർ എന്ന് പറയുന്നത്. വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൊതുകുകളെ നമ്മൾ വെക്ടർ എന്നാ പറയുക. അതായത്
ഈ സാധനത്തെ ജീവനുള്ള മറ്റൊരു സാധനത്തിലേക്ക് മാറ്റുന്ന ആ ഒരു കൊണ്ടു കിടക്കുന്ന ഒരാളുണ്ടല്ലോ, അതായത് രോഗവും വഹിച്ചു വരുന്ന ആളുണ്ടല്ലോ, ആ ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെക്ടർ എന്ന് പറയുന്നത്. ഇവിടെ കൊതുക് എന്താണ്, വെക്ടർ ആണ്. ഇവിടെ എന്താണ്, പെൺ അനോഫിലസ് കൊതുകാണ് എന്തെന്ന് പറയുന്നത്, വെക്ടർ എന്ന് പറയുന്നത്. അത് ആരിലോട്ട് എത്തുന്നു, ഹ്യൂമനിലോട്ട്, മനുഷ്യനിലോട്ട് എത്തുന്നു. ഹൈ ഫീവർ വിത്ത് ഷിവറിങ് ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, നല്ല വിറയലോട് കൂടിയ പനി, നല്ല എന്താ പറയുക, നന്നായിട്ട് വേർക്കൊക്കെ മലേറിയയുടെ എന്താണ് സിംറ്റംസ് ആണ്. മാത്രമല്ല തലവേദന, ഛർദി, വയറിളക്കം, അനീമിയ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട്, എന്തിന് സിംറ്റംസ് ആയിട്ട് വരാം, നമ്മുടെ മലേറിയയുടെ സിംറ്റംസ് ആയിട്ട് വരാവുന്നതാണ്. ഇനി മലേറിയക്ക് കൊടുക്കുന്ന മരുന്ന് എന്താന്ന് ചോദിച്ചാൽ അത് ക്വിനൈൻ ആണ്. ഒരു കാലത്ത് SSCയുടെ എല്ലാ വർഷം എല്ലാ ഷിഫ്റ്റിലും വരുന്ന ഒരു ചോദ്യമായിരുന്നു, മലേറിയയുടെ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണെന്നുള്ളത്. ക്വിനൈൻ ആണ്. ഓർത്തിരിക്കുക, കേരള PC അങ്ങനെ ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ഇനിയും ചോദിച്ചേക്കാവുന്ന സാധ്യതയുള്ള ചോദ്യം തന്നെയാണ്. മലേറിയക്ക് മെഡിസിൻ ആയിട്ട് കൊടുക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ക്വിനൈൻ എന്ന് പറയുന്നത്. ഇനി 2 പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് 5 ദിവസത്തെ ഗ്യാപ്പിൽ. വേൾഡ് മലേറിയ ഡേ ഏപ്രിൽ 25-നാണ് ലോക മലേറിയ ദിനം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വേൾഡ് മോസ്കിറ്റോ ഡേ, കൊതുകൾക്ക് ഒരു ദിനം ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, അത് ഓഗസ്റ്റ് 20-നാണ്. അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടി, 5 ദിവസം കഴിഞ്ഞപ്പോൾ കൊതുകുകൾ ഉണ്ടായി, 5 ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ എന്തും വന്നു, മലേറിയയും വന്നു എന്ന് ഓർത്തിരിക്കാം. റിവേഴ്സ് ഓർഡർ, ഞാൻ റിവേഴ്സ് ആയിട്ടായിരുന്നു ഇടേണ്ടിയിരുന്നത്, അങ്ങനെ ഇട്ടില്ല. ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടി, 20-ാം തീയതി കൊതുകുകൾ ഉണ്ടായി, 25-ാം തീയതി എന്തുണ്ടായി, മലേറിയ ഉണ്ടായി എന്ന് വേണമെങ്കിൽ ഓർത്തു വയ്ക്കാം. ഞാൻ കുറേ ദിവസങ്ങൾ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഓർത്തു വയ്ക്കാൻ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്കൊരു ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഓൾ ഇന്ത്യ മലമ്പനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ന്യൂഡൽഹിയിലാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ എന്തൊക്കെയാണ് മലേറിയയെ പറ്റി പഠിച്ചത്? മലേറിയ അറിയപ്പെടുന്ന കുറച്ച് പേരുകളിലാണ് നമ്മൾ തുടങ്ങിയത്. ബ്ലാക്ക് വാട്ടർ ഫീവർ, മാർഷ് ഫീവർ, ചതുപ്പ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന മലേറിയയാണ്. മലേറിയ എന്ന വാക്കിനർത്ഥം ദുഷിച്ച വായു അല്ലെങ്കിൽ ബാഡ് എയർ എന്നാണ്. അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേര് റൊണാൾഡ് റോസ് എന്നാണ്. പ്ലാസ്മോഡിയം കുടുംബത്തിലെ പ്രോട്ടോസോവകളാണ് മലേറിയ പരത്തുന്നത്. അതിലെ അംഗങ്ങളെ നമ്മൾ പഠിച്ചു. പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം വൈവ, പ്ലാസ്മോഡിയം മലേറിയ. ഇതിൽ ഈ ഫാൽസിപാരം ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഹൈ ഫീവർ, ഹെഡ് ഏക്ക്, വോമിറ്റിംഗ് ഒക്കെ എന്താണ് ഇതിന്റെ സിംറ്റംസ് ആണ്. ഈ പരത്തുന്ന ഫീമെയിൽ അനോഫിലസ് കൊതുകുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു, നമ്മൾ വെക്ടർ എന്ന് വിളിക്കുന്നു. ഇതിന് കൊടുക്കുന്ന മെഡിസിൻ ക്വിനൈൻ ആണ്. ലോക മലേറിയ ദിനം ഏപ്രിൽ 25-ആണ്. അയ്യോ സോറി, ഞാൻ ഓഗസ്റ്റ് 20 എന്നാ പറഞ്ഞെന്ന് തോന്നുന്നു, ക്ഷമിക്കും മക്കളെ. ഓഗസ്റ്റ് 20 അല്ല, ഏപ്രിൽ 20-ആണ്. ഇങ്ങനെ എൻ്റെ കണ്ണിലത് ഓഗസ്റ്റ് ആയിട്ടാണ് കണ്ടത്. സ്റ്റിൽ നിങ്ങൾ അങ്ങനെ ഓർത്തിരുന്നോളൂ. ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടി. ഇടയിൽ വേണമെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും നന്നായിട്ട് ഇത് വർക്ക് ചെയ്യില്ല എങ്കിലും അത് ഓഗസ്റ്റ് അല്ല ഏപ്രിലാണ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും അല്ലേ. ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടി, ഓഗസ്റ്റ് 20-ന് വേൾഡ് മോസ്കിറ്റോ ഡേ. ഓഗസ്റ്റ് അല്ല, ഏപ്രിൽ 25 കേട്ടോ. ഞാൻ മൊത്തം കൺഫ്യൂസ്ഡ് ആക്കി വിചാരിക്കുന്നു, ഇല്ല കറക്റ്റാണ്. ഏപ്രിൽ 25-ന് മലേറിയ ഡേ. മാറിപ്പോവരുത്, തെറ്റുപറ്റിയതാണ്, ക്ഷമിക്കണേ. ലോക മലേറിയ ദിനം ഏപ്രിൽ 25, ലോക മോസ്കിറ്റോ ദിനം, കൊതുക് ദിനം ഓഗസ്റ്റ് 20. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയും വരുന്നു, ന്യൂഡൽഹിയിലും വരുന്നു. തെറ്റ് തിരുത്തണേ, ക്ഷമിക്കണേ. ഭാഗത്തുനിന്ന് അറിയാതെ വന്നൊരു മിസ്റ്റേക്ക്. ഞാൻ അവിടെ ഓഗസ്റ്റ് മാത്രമേ കണ്ടുള്ളൂ, വേറെ ഒന്നും കണ്ടില്ല, ക്ഷമിക്കുക എന്തായാലും. ഇനി ഒരു പക്ഷേ ഇതായിരിക്കും നിങ്ങൾ ഓർത്തിരിക്കുക, സാർ അങ്ങനെ ഓഗസ്റ്റ് എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇത് ശരിക്കും ഏപ്രിൽ ആണെന്നൊക്കെ പറഞ്ഞ് ഏത് അങ്ങനെ പഠിപ്പിക്കാനുള്ള എൻ്റെ ബുദ്ധിപരമായ ഒരു മൂവായിട്ടും കൂടി വേണമെങ്കിൽ നിങ്ങൾ കണ്ടോ, എന്നാലും എന്തില്ല, കുഴപ്പമില്ല. തമാശകൾ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അത് പറയുകയാണ്, നിങ്ങളുടെ തലയിൽ ഇത് ഫീഡ് ചെയ്യാനായിട്ട്. ലോക മലേറിയ ദിനം ഏപ്രിൽ 25, ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20 എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണുള്ളത്, ന്യൂഡൽഹിയിലാണുള്ളത്. ഇനിയുള്ളത് പാരസൈറ്റ്സിൽ നിന്ന് വരുന്ന അസുഖങ്ങളാണ്. പാരസൈറ്റ്സ് കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പലതരത്തിലുള്ള വിരകളാണ്. വേം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള വിരകളെ പറ്റിയാണ് എന്ത് നമ്മൾ പഠിക്കുന്നത്. ടേപ്പ് വേം, ഫൈലേരിയൽ വേംസ്, പിൻവേം, ഇത്തരത്തിലുള്ള പല വിരകൾ കൊണ്ട് എന്തുണ്ടാവാറുണ്ട്, നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട്. നമ്മൾ വയറ്റിലൊക്കെ വിരകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ബാലസുധ, അതുപോലെ തന്നെ ഇപ്പോഴും വിരകളെ കൊല്ലാനുള്ള മരുന്നൊക്കെ എന്ത് ചെയ്യുന്നതാണ്, നമ്മളിപ്പോഴും പല കാലഘട്ടങ്ങളിലും പല സമയങ്ങളിലും എടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതേ വിരകൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. അപ്പോൾ വയറിന് മാത്രമല്ല ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്, ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ വിരകൾ കൊണ്ടുണ്ടാവുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നമാണ് എന്ന് പറയുന്നത് മന്ത് എന്ന് പറയുന്നത് ഫൈലേരിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ്. അത് ഇതിന് കാരണമാവുന്ന വേം എന്ന് പറയുന്ന വിര എന്ന് പറയുന്നത് ഫൈലേരിയൽ നേമറ്റോഡ് വേം എന്ന് പറയുന്ന ഒരു വിര കൊണ്ടാണ്. ഫൈലേരിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ്, മന്ത് കേട്ടോ, മന്താണ് ബേസിക്കലി അസുഖം എന്ന് പറയുന്നത്. ഈസ് കോസ്ഡ് ബൈ ഫൈലേരിയൽ വേംസ് ദാറ്റ് ആർ സ്പ്രെഡ് ബൈ ക്യൂലെക്സ് മോസ്കിറ്റോസ്. ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന മന്ത് രോഗം ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ് പകരുന്നത്. ആദ്യം നോട്ട് ചെയ്യേണ്ട പോയിന്റ്, എങ്ങനെയാണ് പകരുന്നത്, ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ് പകരുന്നത്. ദ വേംസ് സ്റ്റെയിൻ ദ ലിംഫ് ഡക്ട്സ്. ഇത് എവിടെയാണ് വേംസ് ഉണ്ടാവുന്നത്, ലിംഫ് ഡക്റ്റുകളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ വിരകൾ തങ്ങി നിൽക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യും, ലിംഫിന്റെ പ്രവാഹം തടയപ്പെടുന്നു. ദ വേംസ് സ്റ്റെയിൻ ദ ലിംഫ് ഡക്ട്സ് ആൻഡ് ഒബ്സ്ട്രക്ട് ദ ഫ്ലോ ഓഫ് ലിംഫ് ബൈ ബ്ലോക്കിംഗ് ദ ഡക്ട്സ്. ദിസ് കോസസ് സ്വെല്ലിംഗ് ഇൻ ദ ലെഫ്റ്റ് ഡക്ട്സ്. ഇതുമൂലം എന്തുണ്ടാവുന്നു, ലിംഫ് വാഹികൾ വീങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതെന്ന് പറയുന്നത് മന്ത് എന്ന് പറയുന്നത്. ഇപ്പോഴൊന്നും നമ്മുടെ ചുറ്റും അങ്ങനെ അധികം ആളുകളെ കാണാറില്ല. നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ പ്രവർത്തനം മൂലം എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു രീതിയിൽ അത് തുടച്ചു നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പണ്ടൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് ആളുകൾ, ഈ മന്തൊക്കെയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ചുറ്റും നാട്ടിൻപുറത്തൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ നാട്ടിൻപുറത്തൊക്കെ
സ്കൂൾ ഡേയ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ സ്ഥിരം കാണുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. മൂപ്പര് ഭിക്ഷയ്ക്ക് വരുന്ന ഒരാളാണ്. ആൾക്കൊരു വലിയൊരു മന്തുള്ള കാലം എപ്പോഴും എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഒരു ഓർമ്മയുള്ള ആ ഫേസ് ഒക്കെ എനിക്കിപ്പോൾ പറയുമ്പോൾ കൃത്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പം എന്തായാലും ഫൈലേറിയാസിസ് എന്ന് പറയുന്നത് മന്താണ്. എലിഫന്റിന്റെ കാല് പോലെ എന്നുള്ള രീതിയിലായിരിക്കാം ഈ എലിഫന്റിയാസിസ് എന്ന് വന്നത്. എലിഫന്റിന്റെ കാല് പോലെ ആവാണ് ബേസിക്കലി ചെയ്യുന്നത്. മന്താണ് അതിന്റെ മലയാളം എന്ന് പറയുന്നത്. കാരണമാവുന്നത് ഫൈലേറിയൽ നെമറ്റോഡ് വേമാണ്. ഇനി ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് 1955 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നാഷണൽ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം അഥവാ NFCP. നാഷണൽ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം 1955 ഇന്ത്യയിൽ ലോഞ്ചായി. നാഷണൽ ഫൈലേറിയാസിസ് ഡേ ആയിട്ട്, ദേശീയ ഫൈലേറിയാസിസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന എന്താണ്? നവംബർ 11 തീയതിയാണ്. നവംബർ 11 തീയതിയാണ് നാഷണൽ ഫൈലേറിയാസിസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇതിന് കൊടുക്കുന്ന മെഡിസിൻ ആണ് ആൽബൻഡസോൾ. ഇപ്പോഴും വീട്ടിൽ എനിക്കൊന്ന് കുടുംബശ്രീയുടെ ചേച്ചിമാരോ അല്ലെങ്കിൽ അംഗനവാടിയിലെ ചേച്ചിമാരോ വന്ന് ഇപ്പോഴും എന്താ പറയുക മരുന്ന് തരാറുണ്ട്. ഇത് കഴിക്കണം, മന്ത് വരാതിരിക്കാനാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്? തരാറുണ്ട്. ഇപ്പോഴും ഈ അടുത്ത വർഷങ്ങളിൽ വരെ വീട്ടിൽ വന്ന് തരുന്ന ചേച്ചിമാരെ കണ്ടതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം എന്തായാലും അതിന് തരുന്ന മെഡിസിൻ ആണ് ഇതെന്ന് പറയുന്ന ആൽബൻഡസോൾ എന്ന് പറയുന്നത്. അത് പ്രിവെന്റീവ് മെഡിസിൻ ആണ്. ഇത് രണ്ടും സെയിം ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മന്തിന് മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? ആൽബൻഡസോൾ ആണ്. ഇപ്പൊ ഫൈലേറിയാസിസ് ആണ് വിരകൾ കൊണ്ടുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ള ഒരു അസുഖം എന്ന് പറയുന്നത് ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ്. ഫൈലേറിയൽ നെമറ്റോഡ് വേം എന്ന് പറയുന്ന ഒരു വേം കാരണം ഉണ്ടാവുന്നു. ക്യൂലക്സ് കൊതുകുകളാണ് ഇത് പരത്തുന്നത്. ലിംഫ് വാഹികളെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് അഫക്ട് ചെയ്യുന്നത്. അങ്ങനെ സ്വെല്ലിംഗ് ഉണ്ടാവുകയും കാലുവല്ലാതെ വീർത്തു വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത് മന്ത് എന്ന് പറയുന്നത്. ഇതിനെതിരെ ഇത് കൺട്രോൾ ചെയ്യാൻ ഇന്ത്യയിൽ 1955 ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് നാഷണൽ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം. ദേശീയ മന്ത് ദിനമായിട്ട് ആചരിക്കുന്ന നവംബർ 11 മെഡിസിൻ ആയിട്ട് കഴിക്കുന്ന എന്താണ്? ആൽബൻഡസോൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്സ്ട്രാ 1-2 കാര്യം കൂടി പറഞ്ഞോട്ടെ. ചിക്കൻ ഗുനിയ ആയാലും യെല്ലോ ഫീവർ ആയാലും അതും കൂടി പരത്തുന്ന ആര് തന്നെയാണ്? ഈഡിസ് ഈജിപ്തി തന്നെയാണ്. ഓൾറെഡി നമ്മൾ ഈഡിസ് ഈജിപ്തി പരത്തുന്ന കുറച്ച് അസുഖങ്ങൾ പറഞ്ഞു. അതിന്റെ കൂടെ 2 പേരുകൾ കൂടി ഓർത്തിരിക്കുക. ചിക്കൻ ഗുനിയയും യെല്ലോ ഫീവറും ഇത് രണ്ടും പരത്തുന്ന ആര് തന്നെയാണ്? നമ്മുടെ ഈഡിസ് ഈജിപ്തി തന്നെയാണെന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള സാംക്രമിക രോഗങ്ങൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, വേംസ്. ഈ 4 ഭാഗത്തുനിന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ള 4 അസുഖങ്ങൾ എന്ന് പറയുന്നത് 1 ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി രോഗങ്ങൾ, 2 ജനറ്റിക്, ജനിതകപരമായിട്ടുള്ള രോഗങ്ങൾ. ജനിതകപരം നമ്മൾ അവിടെ ഇവിടെയും കുറച്ച് കവർ ചെയ്തിട്ടുണ്ട്. 3 തൊഴിൽ ജന്യം, ഒക്യുപ്പേഷണൽ രോഗങ്ങൾ. 4 പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത കൊണ്ടുള്ള രോഗങ്ങൾ. ഇതിൽ ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് നമ്മൾ ഓൾറെഡി വൈറ്റമിൻസും മിനറൽസും ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്? ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടാണ്. അപ്പം എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അതിനെപ്പറ്റി പഠിക്കേണ്ട കാര്യമില്ല. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസും ജനറ്റിക് ഡിസീസസും ഒക്യുപ്പേഷണൽ ഡിസീസസും എന്ത് ചെയ്യാം? കൃത്യമായി തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ ബാക്ടീരിയയും വൈറസും പ്രോട്ടോസോവയും വേമും ഒക്കെ കഴിഞ്ഞു. നല്ല രീതിയിൽ നമ്മൾ അത്യാവശ്യം ഇൻഡെപ്തിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ഇറങ്ങി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പുകൾ വഴി അറിയിക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ. ഹായ് എവരിവൺ. അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പകരുന്ന അസുഖങ്ങൾ അല്ലേ, ബാക്ടീരിയ, വൈറസ്, ഫംഗി, പ്രോട്ടോസോവ, പിന്നെ കൊതുക് പരത്തുന്നതിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് അങ്ങനെ കുറേ അസുഖങ്ങളെ പറ്റിയും അവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയും എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോൺ പാത്തോജനിക് ഡിസീസസ് ആണ്. അതായത് ഈ പറയുന്ന പോലത്തെ പാത്തോജൻസ് കാരണമൊന്നുമല്ല, മൈക്രോ ഓർഗാനിസംസ് കാരണം കൊണ്ടൊന്നുമല്ല എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത്. അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. എന്നിരിക്കലും ഭൂരിഭാഗം കേസസിലും എന്ത് ചെയ്യുന്നില്ല, അത്തരത്തിലുള്ള പാത്തോജൻസ് എന്ത് ചെയ്യുന്നില്ല, ഇവിടുത്തെ കാരണമായിട്ട് വരുന്നില്ല. സോ അങ്ങനെയുള്ള അസുഖങ്ങളെ നമ്മൾ പൊതുവായിട്ട് 4 തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. അതായത് ജീവിതശൈലി രോഗങ്ങൾ എന്ത് ചെയ്യും നമ്മൾ പറയും. രണ്ടാമത്തേത് ജനറ്റിക് ഡിസീസസ്, അതായത് ജനിതകപരമായിട്ടുള്ള അസുഖങ്ങൾ എന്ത് ചെയ്യും നമ്മൾ പറയും. മൂന്നാമത്തേത് ഒക്യുപ്പേഷണൽ അഥവാ തൊഴിൽ ജന്യം, നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന അസുഖങ്ങൾ തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് പറയും. നാലാമത്തേത് ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്, അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ അല്ലെ, നൈറ്റ് ബ്ലൈൻഡ്നെസ് പോലത്തെ, ക്വാഷിയോർക്കർ പോലത്തെ, അങ്ങനെ പല അസുഖങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ 3 അസുഖങ്ങളാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജനറ്റിക് ഡിസീസസ്,
അതുപോലെ തന്നെ ഏതാണ് ഒക്യുപ്പേഷണൽ ഡിസീസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറ്റിക് ഡിസീസുകളെ പറ്റിയാണ്. ജനറ്റിക് ഡിസീസ് എന്താ നമ്മൾ പറഞ്ഞത്? ജനിതകപരമായിട്ട് നമുക്ക് വരുന്ന, അതായത് നമ്മുടെ തെറ്റുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ ജീൻസിലെ പല മിസ്റ്റേക്കുകൾ കൊണ്ട് നമുക്ക് വരുന്ന അസുഖങ്ങളാണ് ഇതെന്ന് പറയുന്നത് ജനറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത്. കോസ്ഡ് ബൈ ദ ഡിഫക്ട്സ് ഇൻ ദ ജീൻസ് ദാറ്റ് കൺട്രോൾ ദ സെല്ലുലർ ആക്ടിവിറ്റീസ്. നമുക്കറിയാം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കോടിക്കണക്കിന് കോശങ്ങളുടെ ഒരു സമ്മിശ്ര പ്രവർത്തനമാണ് അല്ലെ. എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡി നമുക്ക് വേണ്ടുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്നതിൽ ചില ജീൻസിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്താണ് ജീൻ എങ്ങനെയാണെന്നുള്ളതെല്ലാം ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെല്ലിൽ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ആ ജീനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ജീനുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പാരമ്പര്യമൊക്കെ കൈമാറുന്നത് അല്ലെ. അച്ഛനെ പോലെ ഇരിക്കുന്നു, അമ്മയെ പോലെ ഇരിക്കുന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ജീനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യപരമായിട്ട് കാര്യങ്ങൾ കൈമാറി വരുന്നത് നമുക്കറിയാം. അപ്പം അങ്ങനെ കൈമാറി വരുന്ന സമയത്ത് ആ ജീനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ എന്ത് ചെയ്യും, നമുക്ക് അടുത്ത തലമുറയിലേക്ക് കിട്ടും. എല്ലായ്പ്പോഴും കിട്ടണമെന്നില്ല, പക്ഷെ പല സമയങ്ങളിലും എന്ത് ചെയ്യും, കിട്ടും. അങ്ങനെ വരുന്ന പല അസുഖങ്ങളുണ്ട്. ഇനിയിപ്പോൾ അല്ല അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നിരിക്കൽ കൂടി ചിലപ്പോൾ പുതുതായിട്ട് ഒരു ഓഫ് സ്പ്രിങ് ഉണ്ടാവുമ്പോൾ ആ ഓഫ് സ്പ്രിങ്ങിൻ്റെ ജീൻസിന് എന്തുണ്ടാവാം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടാവുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജനറ്റിക് ഡിസീസസ് അല്ലെങ്കിൽ ജനിതകപരമായ രോഗങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഈ 5 ഒന്നാമത്തേത് ഡൗൺ സിൻഡ്രം, രണ്ടാമത്തേത് ക്ലൈൻഫെൽട്ടർ സിൻഡ്രം, മൂന്നാമത്തേത് ടേണർ സിൻഡ്രം, നാലാമത്തേത് ഹീമോഫീലിയ എല്ലാവർക്കും അറിയുന്നതാണ്, അഞ്ചാമത്തേത് സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം. ബാക്കി എല്ലാത്തിനും ഇംഗ്ലീഷിലും മലയാളത്തിലും ആ പേരുകൾ തന്നെയാണ് പറയുക, അതുകൊണ്ടാണ് ഞാൻ അതിന് സ്പെസിഫിക് ആയിട്ട് പിന്നെ മലയാളം പേര് എടുത്ത് പറയാത്തത്. ഇപ്പോൾ ഡൗൺ സിൻഡ്രം, ക്ലൈൻഫെൽട്ടർ സിൻഡ്രം, ടേണർ സിൻഡ്രം, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ഇതെല്ലാം എന്താണ്, ജനിതകപരമായ രോഗങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ജനിതകപരമായ രോഗങ്ങൾ ഓരോന്നെടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിനു മുമ്പ് 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് പറഞ്ഞു തന്നാലേ എന്ത് ചെയ്യുള്ളൂ, ഇനി ഞാൻ പറയാൻ പോകുന്ന അസുഖങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ചുമ്മാ ഒരു ചെറിയ റിവിഷനായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. നമുക്കറിയാം മനുഷ്യൻ്റെ ശരീരത്തിൽ 23 പേര് ക്രോമസോമുകളാണുള്ളത്. അല്ലെ 23 പേര് ക്രോമസോം എന്ന് പറയുമ്പോൾ മൊത്തം 46 എണ്ണമാണ് എന്തെന്ന് പറയുന്നത്, മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇതിൽ 22 പേര് അഥവാ 44 എണ്ണം ഓട്ടോസോമുകൾ എന്നും 1 പേര് അഥവാ 2 എണ്ണം സെക്സ് ക്രോമസോംസ് എന്നും എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ഇതിൽ ഈ ഓട്ടോസോംസിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒഴികെയുള്ള ബാക്കി എല്ലാ ഒരാളുടെ ക്യാരക്ടറിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ക്രോമസോമുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഓട്ടോസോമുകൾ എന്ന് പറയുന്നത്. ഒരാളുടെ സ്വഭാവം, ഒരാളുടെ രൂപം അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഇതിനെയാണ് ഓട്ടോസോമിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേസമയം ബാക്കി 2 എണ്ണം അല്ലെങ്കിൽ ബാക്കിയുള്ള 1 പേരാണ് എന്തെന്ന് പറയുന്നത് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. ഈ സെക്സ് ക്രോമസോമാണ് ആ ആളുടെ ജെൻഡർ ഡിസൈഡ് ചെയ്യുന്നത്, മെയിലാണോ ഫീമെയിൽ ആണോ ഇനി വേറെ ഏതെങ്കിലും ജെൻഡർ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഏതാണ്, ഈ പറയുന്ന സെക്സ് ക്രോമസോമുകളാണ്. അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു എന്നുള്ളതിൽ 23 പേര് ക്രോമസോം ഉണ്ട്, നമുക്ക് 46 എണ്ണമാണ് ഉള്ളത്. ആ 46 എണ്ണത്തിൽ 22 പേര് അഥവാ 44 എണ്ണം ഓട്ടോസോമുകൾ എന്നറിയപ്പെടുന്നു. ഇതാണ് സെക്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും കാരണമായിട്ടുള്ള ക്രോമസോമുകൾ എന്ന് പറയുന്നത്. 1 പേര് അഥവാ 2 എണ്ണം എന്തായിട്ടുണ്ട്, സെക്സ് ക്രോമസോം ആയിട്ടുണ്ട്. ഇനി ഒരു സെക്സ് ക്രോമസോംസ് ആണ് അല്ലെങ്കിൽ ഇതെല്ലാം ചേർന്നിട്ടാണ് ഒരാളുടെ ജെൻഡർ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ജെൻഡർ ഡിസൈഡ് ചെയ്യുമ്പോൾ ഈ സെക്സ് ക്രോമസോമുകളാണ് എന്ത് ചെയ്യുന്നത്, ജെൻഡർ ഡിസൈഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 44 ഓട്ടോസോമുകൾ ഉണ്ട് നമ്മൾ പഠിച്ചു. അതിൻ്റെ കൂടെ വരുന്ന സെക്സ് ക്രോമസോം XY ആണെങ്കിൽ, അതിൻ്റെ കൂടെ വരുന്ന സെക്സ് ക്രോമസോം XY ആണെങ്കിൽ നമ്മൾ പറയും അതൊരു പുരുഷനാണ്, അതൊരു മെയിലാണ്. അതേസമയം 44 എണ്ണത്തിൻ്റെ കൂടെ വരുന്ന സെക്സ് ക്രോമസോം XX ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതൊരു ഫീമെയിലാണ്, അതൊരു സ്ത്രീയാണെന്ന് പറയും. അതാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, പുതുതായി ജനിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ജെൻഡർ ഡിസൈഡ് ചെയ്യുന്നത്, അങ്ങനെ നമുക്ക് ഡിസൈഡ് ചെയ്യാനുള്ളൊരു പവറൊന്നുമില്ല, പക്ഷെ എന്നിരിക്കലും ടെക്നിക്കലി സ്പീക്കിംഗ് അത് ഡിസിഷൻ ആവുന്നത് എങ്ങനെയാണ്, അച്ഛൻ്റെ കയ്യിൽ നിന്നാണെന്ന് നമ്മൾ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ X ഉം Y ഉം ആരുടെ കയ്യിലേ ഉള്ളൂ, അച്ഛൻ്റെ കയ്യിലേ ഉള്ളൂ അല്ലെങ്കിൽ പുരുഷൻ്റെ കയ്യിലേ ഉള്ളൂ. അമ്മയുടെ കയ്യിലുള്ളത് രണ്ടും X ആണ്. അപ്പോൾ അവിടെ നിന്ന് വരാനുള്ളത് X തന്നെയാണ്. ഒരുപക്ഷെ ഞാൻ ആ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെ ആലോചിച്ചോ, എഗ് എന്ന് വരുന്നത്, എഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫീമെയിൽ പാർട്ടാണ് അല്ലേ. ഫീമെയിൽ പാർട്ട് എന്ന് വരുന്നതും X ആണ്, സ്പേം എന്ന് പറയുമ്പോൾ മെയിൽ പാർട്ടാണ്. രണ്ടിനും XX, രണ്ടിനും ഓരോന്നാണ് എന്ത് ചെയ്യുക, ഫ്യൂഷൻ്റെ ടൈമിൽ വരിക. അങ്ങനെ രണ്ടിനും XX വന്നു, ഉണ്ടായതും X തന്നെ, 2X തന്നെയാണെങ്കിൽ അവിടെ വരാൻ പോകുന്നത് എന്ത് തന്നെയാണ്, ഫീമെയിൽ ആയിരിക്കും. അതായത് രണ്ടിനും ഓരോരോ X വെച്ചെടുത്തു. അങ്ങനെയാണ് കുഞ്ഞിൻ്റെ ജെൻഡർ ഡിസൈഡ് ആവുന്നത്. അച്ഛനിൽ നിന്നൊരു സെക്സ് ക്രോമസോം, അമ്മയിൽ നിന്നൊരു സെക്സ് ക്രോമസോം എന്ന് എന്ത് ചെയ്താൽ മതി, ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെ രണ്ടിടത്ത് നിന്നും X തന്നെ വന്നു കഴിഞ്ഞാൽ XX വരും. അതിനർത്ഥം എന്താണ്, കുഞ്ഞ് പെൺകുഞ്ഞായിട്ട് മാറും. അതേസമയം എഗ്ഗിൽ
then again ഫീമെയിലിൽ നിന്ന് വീണ്ടും വരാനുള്ള എന്ത് തന്നെയാണ് എക്സ് തന്നെയാണ്, അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം സ്പേമിൽ നിന്ന് മെയിൽ പാർട്ടിൽ നിന്ന് വരുന്നത് വൈ എക്സ് അല്ല, ഈ വട്ടം വൈ ആണെങ്കിൽ എക്സും വൈയും കൂടി കൂടിച്ചേർന്ന് കുഞ്ഞ് എന്തായിട്ട് മാറും, എക്സ് വൈ ആയിട്ട് മാറും, അഥവാ ആൺകുട്ടിയായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് കുഞ്ഞിന്റെ ജെൻഡർ തീരുമാനിക്കുന്നത് സെക്സ് ഓഫ് ദ ന്യൂ ബോൺ ബേബി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഫാദേഴ്സ് ക്രോമസോം, അച്ഛന്റെ ക്രോമസോം അനുസരിച്ചാണ്. കാരണം അച്ഛൻ്റെ കയ്യിലാണ് എന്തുള്ളത്, ഓപ്ഷൻ ഉള്ളത്, എക്സ് ആണോ വൈ ആണോ എന്ന് പോകാനുള്ള ഓപ്ഷൻ ഉള്ളത്. അത് നമുക്ക് ഡിസൈഡ് ചെയ്യാനുള്ള പവർ ഒന്നുമില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത്, അവിടെ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യന് 23 പേർ ക്രോമസോം ഉണ്ട്, 46 എണ്ണം, അതിൽ 22 പേർ അഥവാ 44 എണ്ണം ഓട്ടോസോമും 1 പേർ 2 എണ്ണം സെക്സ് ക്രോമസോമുമാണ്. ഇനി ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ 44 ഓട്ടോസോമും XY സെക്സ് ക്രോമസോം ഉണ്ടാവും. സ്ത്രീ ആണെങ്കിൽ 44 ഓട്ടോസോമും XX സെക്സ് ക്രോമസോമും ഉണ്ടാവുന്ന എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇത്രയും മനസ്സിലാക്കിയാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഡൗൺ സിൻഡ്രം, ക്ലൈൻഫെൽട്ടർ സിൻഡ്രം, ടേണർ സിൻഡ്രം എന്നൊക്കെ ഉള്ളത് എന്താണെന്നുള്ളത് എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഡൗൺ സിൻഡ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസൻസ് ഓഫ് 45 ഓട്ടോസോംസ് ഇൻസ്റ്റെഡ് ഓഫ് 44 ഓട്ടോസോംസ്. നമ്മൾ പറഞ്ഞു 22 പേരാണ് ഒരു സാധാരണ മനുഷ്യന് ഉണ്ടാവേണ്ടത്, അതായത് 44 എണ്ണമാണ് എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാവേണ്ടത്. പക്ഷെ 44 ഓട്ടോസോംസിന് പകരം ഒരെണ്ണം എന്ത് ചെയ്യാണ്, എക്സ്ട്രാ വരികയാണ്. ഒരെണ്ണം അങ്ങനെ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനുണ്ടാവുന്ന രോഗമാണ് എന്ന് പറയുന്നത് ഡൗൺ സിൻഡ്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേരാണ് മംഗോളിസം എന്ന് നമ്മൾ പറയും. മംഗോളിസം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 44 ഓട്ടോസോമുകൾക്ക് പകരം ഒരു ക്രോമസോം എക്സ്ട്രാ വരുന്നു, അവിടെ 45 ആവുന്നു. കുഞ്ഞ് മെന്റലി റിട്ടാർഡഡ് ആയിരിക്കും, മാനസിക വളർച്ച കുറവായിരിക്കും, ഐസ് പ്രൊട്രൂഡർ, അതായത് ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും, കണ്ണൊന്നും പ്രോപ്പർ അല്ലാത്ത, മാനസിക വളർച്ച പ്രോപ്പർ അല്ലാത്തൊരു ഒരു മനുഷ്യനായിരിക്കും, കുഞ്ഞായിരിക്കും എന്ത് ചെയ്യുക അവിടെ ഉണ്ടാവാൻ പോകുന്നത്. അപ്പം എന്താണ് ഡൗൺ സിൻഡ്രോം, 44 ഓട്ടോസോമുകൾക്ക് പകരം അല്ലെങ്കിൽ 22 പേര് ഓട്ടോസോമുകൾക്ക് പകരം ഒരെണ്ണം അവിടെ എക്സ്ട്രാ വരുന്നു, 44 45 ആയിട്ട് മാറുന്നു. അങ്ങനെ മാറുമുണ്ടാകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ മംഗോളിസം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രം എന്ന് വിളിക്കുന്നത്. കുഞ്ഞ് മെന്റലി റിട്ടാർഡഡ് ആയിരിക്കും, ഐസൊക്കെ ഇങ്ങനെ പ്രൊട്രൂഡർ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതാണ് ആദ്യത്തെ നമ്മുടെ ജനറ്റിക് ഡിസീസ് എന്ന് പറയുന്നത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്നത്. ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് എൻ അഡീഷണൽ കോപ്പി ഓർ മോർ എക്സ് ക്രോമസോം ഇൻ മെയിൽസ്. ഇത് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം പുരുഷന്മാരെ XY ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ XYക്ക് പകരം ഒരു എക്സ് കൂടെ വരുന്നു, അല്ലെങ്കിൽ XYക്ക് പകരം എന്നല്ല, XYയുടെ കൂടെ ഒരു എക്സ് കൂടെ വരുന്നു. അപ്പോൾ നമുക്കറിയാം XX വന്ന ഫീമെയിലായി, XY വന്ന മെയിലായി. ഇതിപ്പോൾ രണ്ടും ഉള്ളൊരു അവസ്ഥയിലോട്ടാണ് എന്ത് ചെയ്യാൻ പോവുക അല്ലേ. അപ്പോൾ ഇത് പുരുഷന്മാരിലാണ് ഉണ്ടാവുക. മാസ്കുലിൻ ഡെവലപ്മെന്റ് തന്നെയായിരിക്കും, ആള് ടെക്നിക്കലി ഒരു പുരുഷൻ തന്നെയായിരിക്കും, പക്ഷേ ഫീമെയിൽ ഡെവലപ്മെന്റ് നോട്ട് കംപ്ലീറ്റ്ലി സപ്രസ്ഡ്. സ്ത്രീകളുടെ ആ ഒരു രീതിയിലുള്ള വളർച്ചയോ സ്ത്രീകളുടെ ആ ഒരു അവയവങ്ങളുടെ രൂപമൊന്നും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കംപ്ലീറ്റ്ലി സപ്രസ്ഡ് ആയിട്ടുണ്ടാവില്ല. അതിനുള്ള റീസൺ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ XX ഫീമെയിലാണ്, XY മെയിലാണ്. ഇത് XXY വരുമ്പോൾ ആക്ച്വലി രണ്ടും എന്താണ് അവിടെ പോസിബിൾ ആവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ പുരുഷന്മാരിലാണ് അത് ഉണ്ടാവുക. അത് തന്നെ ചോദ്യമായിട്ട് പലപ്പോഴും വന്നിട്ടുള്ളതാണ്, പുരുഷന്മാരിലാണ് ഉണ്ടാവുക. ഈ Xും Y ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ XXY സിൻഡ്രോം എന്നും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. എന്താ അവിടെ ഉണ്ടാവുക, പുരുഷനായിരിക്കും, മാസ്കുലിൻ ഡെവലപ്മെന്റ് തന്നെയായിരിക്കും, ബട്ട് ഫീമെയിൽ ഡെവലപ്മെന്റ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, സപ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഏതാണ്, ഇനിയുള്ളത് നമ്മുടെ ടേണേഴ്സ് സിൻഡ്രോം ആണ്. ടേണേഴ്സ് സിൻഡ്രോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ എന്ത് വരണം, XX വരണം അല്ലേ. ഇതിൽ XX വരുന്നതിന് പകരം X കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല, അവിടെ നമ്മൾ 0 ഇട്ട് നമ്മൾ എന്ത് ചെയ്യും, റെപ്രസെന്റ് ചെയ്യും. ആബ്സെൻസ് ഓഫ് X ക്രോമസോം ഇൻ ഫീമെയിൽ സെക്സ് ക്രോമസോംസ്. നിങ്ങൾ നോക്കിയാൽ കാണാം 23 പേര് വരണം, ആ സെക്സ് ക്രോമസോമിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഒരു X മാത്രമേ ഉള്ളൂ. പെൺകുട്ടികളാണ് ടേണേഴ്സ് സിൻഡ്രോം ഉണ്ടാവുക, സ്ത്രീകളിലാണ് ഉണ്ടാവുക. ഒരു X എന്തായിരിക്കും, മിസ്സിംഗ് ആയിരിക്കും. അതായത് X0 എന്ന് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന സിൻഡ്രത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ടേണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ മാറിപ്പോരുത്. ഡൗൺ സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 44 പകരം 45 വരുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് ഒരു ഓട്ടോസോം എന്ത് ചെയ്യണം, കൂടുകയാണ്. ക്ലൈൻഫെൽട്ടർ ആയാലും ടേണേഴ്സ് ആയാലും സെക്സ് ക്രോമസോമായി ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതാണ്. ക്ലൈൻഫെൽട്ടർ പുരുഷന്മാരിൽ വരുന്നു, XXY ആവുന്ന അവസ്ഥ, മാസ്കുലിൻ ഡെവലപ്മെന്റ് ആയിരിക്കും, പക്ഷെ സ്ത്രീകളുടെ ഒരു ഫീമെയിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫെമിനിൻ ഡെവലപ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കംപ്ലീറ്റ്ലി സപ്രസ്ഡ് ആയിട്ടുണ്ടാവില്ല. അതാണ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. മൂന്നാമത്തേത് ടേണേഴ്സ് സിൻഡ്രോം ആണ്. ഇത് സ്ത്രീകളിലാണ് വരുന്നത്. XX പകരം എന്താ ഉണ്ടാവുക, X0 ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവിടെ എന്തില്ല,
ഒരു എക്സ് ക്രോമസോം ഇല്ല എന്ന് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് പറയാൻ കഴിയും. ഇതാണ് ക്രോമസോംസുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട 3 ജനറ്റിക് ഡിഫക്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൗൺ സിൻഡ്രോം പഠിച്ചു, ക്ലൈൻഫെൽറ്റർ പഠിച്ചു, ഹീമോഫീലിയം പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ടെണ്ണമാണ് ടേണേഴ്സ് സിൻഡ്രോം പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ടെണ്ണമാണ് ഹീമോഫീലിയം, സിക്കിൾ സെൽ അനീമിയയും. ഹീമോഫീലിയം അരിവാൾ രോഗവും. അപ്പോൾ ഹീമോഫീലിയ നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു അസുഖമാണ് അല്ലേ. ഇംഗ്ലണ്ടിലെ രാജകുടുംബത്തിനൊക്കെ ഉണ്ടായിരുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ റോയൽ ഡിസീസ് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും വിളിക്കാറുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം അത് എന്താണെന്ന് മനസ്സിലാക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫെയിലിയർ ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. ഈ ഒരു അവസ്ഥയുള്ള ആളുകൾ എന്ത് ചെയ്യില്ല, രക്തം കട്ട പിടിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ ബ്ലഡ് പ്ലാസ്മ. ബ്ലഡ് പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള പല പ്രോട്ടീൻസിന് ഹെൽപ്പോട് കൂടിയാണ്. വൈറ്റമിൻ കെ ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അങ്ങനെ വൈറ്റമിൻ ഉണ്ട്, അതുപോലെ പല പ്രോട്ടീൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത്. പക്ഷേ രക്തം കട്ട പിടിക്കാനുള്ള ഈ ഒരു പ്രോട്ടീൻസിൻ്റെ സിന്തസിസും അല്ലെങ്കിൽ പ്രോട്ടീൻസ് കൺട്രോൾ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ, ആ ജീൻസ് ഡിഫക്റ്റീവ് ആവും. അതായത് രക്തം കട്ട പിടിക്കാൻ നമുക്ക് വേണ്ടുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള പല പ്രോട്ടീൻസിനെയും കൺട്രോൾ ചെയ്യുന്ന ജീൻസിന് എന്ത് ചെയ്യണം, പ്രശ്നം വരണം. അപ്പോൾ പ്രോപ്പറായിട്ട് ആ പ്രോട്ടീൻസ് റിലീസ് ആവില്ല, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ആ ഒരു പ്ലാസ്മ പ്രോട്ടീൻ നമുക്ക് കിട്ടില്ല. അങ്ങനെയൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാതാവും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലണ്ടിലെ രാജകുടുംബത്തിൽ പല തലമുറകളിൽ കൈമാറി വന്നിട്ടുള്ള ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്ത് വിളിക്കാറുണ്ട്, റോയൽ ഡിസീസ് എന്ന് വിളിക്കാറുണ്ട്. രണ്ടാമത്തേത് ക്രിസ്മസ് ഡിസീസ് ആണ്. ഹീമോഫീലിയയിൽ തന്നെ കുറച്ചുകൂടി ഒരു കൂടിയ വെറൈറ്റി ഉണ്ട്. അത് ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്ന ഒരാളുടെ പേര് സ്റ്റീഫൻ ക്രിസ്മസ് എന്നാണ്. അയാളുടെ സെക്കൻഡ് നെയിം ആണ് എന്തെന്ന് പറയുന്നത്, ക്രിസ്മസ് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ക്രിസ്മസുമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷമായ ക്രിസ്മസുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ആദ്യമായി ഡിറ്റക്ട് ചെയ്യപ്പെട്ട ആളുടെ സെക്കൻഡ് നെയിം ആണെന്ന് മാത്രം എന്ത് ചെയ്താൽ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അതാണ് ക്രിസ്മസ് ഡിസീസ്. ബ്ലീഡേഴ്സ് ഡിസീസ് പിന്നെ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ബ്ലീഡേഴ്സ് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹീമോഫീലിയ എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ, രക്തം കട്ട പിടിക്കാത്ത ഒരവസ്ഥയാണ്. ഇനി വേൾഡ് ഹീമോഫീലിയ ഡേ ആയിട്ട്, ലോക ഹീമോഫീലിയ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ഇതെന്ന് പറയുന്നത് ഏപ്രിൽ 27 എന്ന് പറയുന്നത് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ഹീമോഫീലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രക്തം കട്ട പിടിക്കാനായിട്ട് ബ്ലഡ് പ്ലാസ്മയിലുള്ള കുറച്ച് പ്രോട്ടീൻസ് വേണം. ആ പ്രോട്ടീൻസിനെ കൺട്രോൾ ചെയ്യുന്ന സിന്തസൈസ് ചെയ്യുന്ന ജീൻസ് പ്രശ്നക്കാരാവും, അല്ലെങ്കിൽ അത് ഡിഫക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാതെ ആവും. ആ സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇതിനെ രാജകീയ അസുഖം, റോയൽ ഡിസീസ്, ക്രിസ്മസ് ഡിസീസ്, ബ്ലീഡേഴ്സ് ഡിസീസ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വിളിക്കുന്നുണ്ട്. ലോക ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 27 ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ അതാണ് ഹീമോഫീലിയയെ പറ്റി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സിക്കിൾ സെൽ അനീമിയ, അല്ലെങ്കിൽ മലയാളത്തിൽ അരിവാൾ രോഗം എന്ന് പറയും. ഈ അരിവാൾ രോഗം ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ RBC ഉണ്ട് അല്ലെ, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. അതിലുള്ള ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറിൽ എന്ത് ചെയ്യണം, മാറ്റം വരണം. നമുക്കറിയാം RBC ആണ് എന്ത് ചെയ്യുന്നത്, ഹീമോഗ്ലോബിൻ ക്യാരി ചെയ്യുന്നത്. ഓക്സിജൻ കാരിയേഴ്സ് ആണ് RBC എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്, ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. RBCയിലുള്ള ഹീമോഗ്ലോബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ്. ഈ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുന്നു. എന്നിട്ട് മാറ്റങ്ങൾ വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം RBCയുടെ ഷേപ്പ് ഏകദേശം ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക. അത് മാറ്റം വന്നിട്ട് ഏകദേശം ഈ ഒരു അരിവാള് പോലെയായിട്ട് മാറുന്നു. അതാണ് സിക്കിൾ എന്ന് വെച്ചാൽ അരിവാളാണ് നമ്മുടെ മലയാളത്തിൽ അതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ അരിവാള് പോലെ ആവുന്നത് കൊണ്ടാണ് സിക്കിൾ സെൽ അനീമിയ നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ അരിവാള് പോലെ ആവുമ്പോൾ ഒന്ന് അതിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി നന്നായിട്ട് കുറയും. രണ്ട്, ദ സിക്കിൾ ഷേപ്ഡ് RBCs ഗെറ്റ് കളക്റ്റഡ് ഇൻ ദ ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ദം. ഇത് ബ്ലഡ് വെസൽസിൽ അടിഞ്ഞുകൂടുകയും നന്നായിട്ട് രക്തം ഒഴുകുന്നതിന് എന്ത് ചെയ്യുകയും ചെയ്യും, തടയുകയും ചെയ്യും. ഒന്നാമത് ഈ ഹീമോഗ്ലോബിന് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്, ബിക്കോസ് അതിൻ്റെ ഷേപ്പൊക്കെ മാറി എന്നുള്ളതുകൊണ്ട്. രണ്ടാമത് അത് അടിഞ്ഞുകൂടി എന്ത് ചെയ്യും ചെയ്യും, രക്തത്തെ തടയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ രണ്ട് കേസ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിന് എന്തെന്ന് പറയുന്നത്, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. എന്താണ് സിക്കിൾ സെൽ അനീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അരിവാൾ രോഗമാണ്. ഹീമോഗ്ലോബിൻ്റെ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് എന്ന് വെച്ചാൽ എന്താ, അരുണ രക്താണുക്കൾ അല്ലെ, അരുണ രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ എന്ത് ചെയ്യാണ്, വ്യത്യാസം വരികയാണ്. അങ്ങനെ ആകുമ്പോൾ അരുണ രക്താണുക്കൾ RBC എന്ത് ചെയ്യും, ബെൻ ലൈക്ക് സിക്കിൾ, അരിവാൾ പോലെ വളയുകയാണ്. അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹിക ശേഷി, ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി, ഓക്സിജൻ വാഹിക ശേഷി എന്ത് ചെയ്യാണ്, വല്ലാതെ കുറയുന്നു. ദ സിക്കിൾ ഷേപ്ഡ് RBCs ഗെറ്റ് കളക്റ്റഡ് ഇൻ ദ ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ദം. SCRTയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. നിങ്ങൾക്ക് മനസ്സിലായി, സിമ്പിൾ മലയാളത്തിൽ ഞാൻ പറഞ്ഞു, പിന്നെ ടെക്സ്റ്റ് ബുക്ക് മലയാളത്തിൽ ഞാനൊന്ന് വായിച്ചു തന്നു എന്നുള്ളതുള്ളൂ. അരിവാൾ ഷേപ്പിലായിട്ട് എന്ത് ചെയ്യാണ്, രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളൊരു അവസ്ഥയിലൂടെ എത്തുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ
സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം എന്ന് പറയുന്നത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഹീമോഫീലിയ ആയാലും സിക്കിൾ സെൽ അനീമിയ ആയാലും ബ്ലഡുമായി ബന്ധപ്പെട്ട രണ്ട് അസുഖമാണെന്ന് കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തെന്ന് പറയാനുള്ളത്, പ്രധാനപ്പെട്ട ജനറ്റിക് ഡിസീസുകളായിട്ട് പറയാനുള്ളത്. ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും, ഓൾറെഡി പിന്നെ ക്രോമസോംസുമായി ബന്ധപ്പെട്ട ഡൗൺ സിൻഡ്രം, ക്ലൈൻഫെൽട്ടർ സിൻഡ്രം, ടേണേഴ്സ് സിൻഡ്രം എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അഥവാ ജീവിതശൈലി രോഗങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് സംസാരിക്കാനുള്ളത്. കോസ്ഡ് ബൈ അൺഹെൽത്തി ലിവിങ് സ്റ്റൈൽസ്, അനാരോഗ്യപരമായ ലിവിങ് സ്റ്റൈൽസ് ഉണ്ട്. നമ്മളിലൊക്കെ ഭൂരിഭാഗം ആളുകൾ, ഞാനടക്കമുള്ള ഭൂരിഭാഗം ആളുകൾ തന്നെയാണ് അനാരോഗ്യകരമായിട്ടുള്ള തന്നെയാണ് അല്ലേ. നമ്മൾ ഈ കമ്പ്യൂട്ടറും ടി വിയും മൊബൈലും നോക്കി ഇരിക്കുക തന്നെയാണ് ഭൂരിഭാഗം സമയത്തും. എക്സസൈസ് ചെയ്യാനോ ബാക്കി പരിപാടികൾക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ മുതിരുന്നില്ല. അപ്പോൾ അത്തരം ജീവിത രീതിയിൽ പിന്നെ ഭക്ഷണം നമ്മൾ എന്താ പറയുക, ഡയറ്റൊക്കെ നോക്കി കഴിക്കുന്ന എത്ര ആളുകളുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തു തന്നെയാണ്. അപ്പം അങ്ങനെ അൺഹെൽത്തി ലിവിങ് സ്റ്റൈൽസ് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യം പറയുന്നതാണ് ഒബിസിറ്റി, പൊണ്ണത്തടി. നമുക്കറിയുന്നതാണ്, അത് എന്താണ് ഒരു രോഗമായിട്ടാണ് കാണുന്നത്. 2 കൊളസ്ട്രോൾ, 3 രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ, 4 ഡയബറ്റീസ്. വേറെ കുറേ അസുഖങ്ങൾ നമുക്ക് പറയാം. ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ലൈഫ് സ്റ്റൈൽ ഡിസീസായി എടുത്ത് നമുക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ ജീവിതശൈലി രോഗങ്ങളിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒബിസിറ്റിയാണ്. അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്നൊക്കെ എന്ത് ചെയ്യും നമ്മൾ പറയാറുണ്ട്. നല്ലൊരു വാക്കായിട്ട് പറയുകയാണെങ്കിൽ അമിതവണ്ണം എന്ന് നമുക്ക് പറയാം. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയണ്ട, നിങ്ങൾക്ക് അറിയുന്ന ഒരു ടേം തന്നെ ഞാൻ ആദ്യം പഠിപ്പിക്കാം. ബോഡി മാസ് ഇൻഡെക്സ്, BMI എന്ന് പറയും. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പേഴ്സൺസ് വെയിറ്റ് ഇൻ കിലോഗ്രാംസ് ഡിവൈഡഡ് ബൈ ദ സ്ക്വയർ ഓഫ് ഹൈറ്റ് ഇൻ മീറ്റേഴ്സ്. നമ്മുടെ ഹൈറ്റ് എത്രയാണോ അതിൻ്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് അതിനെ ഒരാളുടെ വെയിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 30നേക്കാൾ കൂടിയൊരു വാല്യൂ ആണ് വരുന്നെങ്കിൽ നമ്മളത് ഒബീസ് ആയിട്ട് പറയും. അല്ലെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഒരു പേഴ്സൻ്റെ വെയിറ്റ്, ഒരാളുടെ വെയിറ്റ് അയാളുടെ സ്ക്വയർ ഹൈറ്റിൻ്റെ സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂവിനെയാണ് നമ്മൾ BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ തടി, ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെട്രിക് ആണ്, ഒരു അളവുകോലാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന BMI ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 30നേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് പറയും, അത് ഒബീസ് ആണ്, അത് അമിതവണ്ണമാണ് നമ്മൾ പറയും. 25 മുതൽ 30 വരെ ആണെങ്കിലും എന്താണ്, ഓവർ വെയിറ്റ് ആണ്. അപ്പോൾ 25-ന് താഴെ പിടിക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും കൃത്യമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഒബിസിറ്റി, അമിതവണ്ണം എന്ന് പറയുന്നത് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെട്രിക് ആണ് ബോഡി മാസ് ഇൻഡെക്സ്, BMI. ഫുൾ ഫോം തന്നെ പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട് റെയിൽവേ SSC പരീക്ഷകൾക്കൊക്കെ. കേരള PC കണ്ടിട്ടില്ല, സ്റ്റിൽ ഓർത്ത് വെച്ചോ. BMI ബോഡി മാസ് ഇൻഡെക്സ്, ഒരാളുടെ വെയിറ്റ് അയാളുടെ ഹൈറ്റിൻ്റെ സ്ക്വയർ എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന വാല്യൂ 30നേക്കാൾ താഴെയാണെങ്കിൽ നമ്മളത് എന്തെന്ന് പറയുന്നു, അത് 30നേക്കാൾ താഴെയാണെന്നല്ല, 30നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മളത് ഒബീസ് ആണ്, അമിതവണ്ണം എന്ന് പറയുന്നു. 25 മുതൽ 30 വരെ ആണെങ്കിൽ എന്താണ്, തടി കൂടുതലാണ്, എന്ത് ചെയ്യേണ്ടതുണ്ട്, കുറയ്ക്കേണ്ടതുണ്ട്. അപ്പം അത്രയും എന്ത് ചെയ്താൽ മതി, ഒബിസിറ്റിയെ പറ്റി അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഹാർട്ട് ഡിസീസസ് എന്ന് പറയുന്നത്, ഹൃദയവുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ഹൃദയം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഹൃദയത്തിനെ പറ്റിയുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്, കാർഡിയോളജി എന്ന് പറയുന്നത് അല്ലേ. ഹൃദയത്തിൻ്റെ 4 അറകളും ലെയേഴ്സും അതിൽ വരുന്ന വെയിൻസും ആർട്ടറീസും എല്ലാം എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, ഏത് രീതിയിലാണത് പമ്പ് ചെയ്യുന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാർട്ടിനെ പറ്റി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് രോഗങ്ങളാണ്. അതിൽ ആദ്യം പറയുന്നത് ബ്ലഡ് പ്രഷറാണ്, രക്തസമ്മർദ്ദം. അത് അമിതമായ രക്തസമ്മർദ്ദമാണ്. നമുക്ക് ശരീരത്തിന് ആക്ച്വലി എല്ലാ ഭാഗത്തും ബ്ലഡ് എത്തണമെങ്കിൽ എന്ത് വേണം, നമുക്ക് രക്തസമ്മർദ്ദം വേണം, ബ്ലഡ് പ്രഷർ വേണം. പക്ഷെ അത് ഭയങ്കരമായിട്ട് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അങ്ങനെ കൂടാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് ദ ബ്ലഡ് പുഷിങ് അഗെയിൻസ്റ്റ് ദ ആർട്ടറി വാൾ ഈസ് കൺസിസ്റ്റൻ്റ്ലി ടു ഹൈ. അത് കൂടുന്നു, അതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കൂടുന്നത്, ഈ ആർട്ടറീസിൽ ഫാറ്റ് ഡിപ്പോസിഷൻ വരുമ്പോൾ, കൊഴുപ്പ് വന്നടിയുമ്പോൾ മര്യാദയ്ക്ക് ഒരു പൈപ്പിലൂടെ വെള്ളം പോകണം, ആ പൈപ്പിനകത്ത് പല ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചുകൂടെ കൂടുതൽ ഫോഴ്സിൽ എന്ത് ചെയ്യാൻ ചെയ്യും, ആ വെള്ളം പോകാനായിട്ട് ശ്രമിക്കും അല്ലേ. അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഫോഴ്സിൽ അത് പമ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അങ്ങനെ കൂടുതൽ ഫോഴ്സിൽ പമ്പ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു, അത് രക്തസമ്മർദ്ദം, അത് അവിടെ ഒരു ഹെൽത്തി അല്ലാത്തൊരു സിറ്റുവേഷൻ സൃഷ്ടിക്കുന്നു. ഇത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ അമിതമായ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഇത് അമിത രക്തസമ്മർദ്ദം നമ്മൾ പറയുന്നത് സിസ്റ്റോളിക് പ്രഷർ 140, ഡയാസ്റ്റോളിക് പ്രഷർ 90 ആകുമ്പോഴാണ്. എന്താ സിസ്റ്റോളിക്, എന്താ ഡയാസ്റ്റോളിക് എന്നൊന്നും തിരിച്ച് ചോദിക്കരുത്, പഠിപ്പിച്ചിട്ടുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ സിസ്റ്റോളിക് പ്രഷർ 140, ഡയാസ്റ്റോളിക് 90 മേലെ വരുമ്പോൾ നമ്മൾ എന്ത് പറയും, അത് കൂടുതലാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറയും. ഇനി
ഈ കൊറോണറി എന്ന് പറയുമ്പോൾ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. കൊറോണറി ആർട്ടറിയിലെ ഫാറ്റ് ഡിപ്പോസിഷൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ ആർട്ടറീസിൽ പലതരത്തിലുള്ള ബ്ലോക്കുകൾ വരുന്നുണ്ട്. ഓരോന്ന് എന്ത് വന്നാലും എന്ത് തന്നെയാണ്, പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ ബ്ലഡ് പ്രഷറൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഗ്രാജുവലി ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്ത് ഭയങ്കരമായ ബ്ലോക്ക് ഉണ്ട്, ഹാർട്ടിൽ ബ്ലോക്ക് ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഗ്രാജുവലി എന്തിലോട്ട് ലീഡ് ചെയ്യുന്നത്, ഹാർട്ട് അറ്റാക്കിലോട്ട് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഫാറ്റ് ഡിപ്പോസിഷൻ ഇൻ കൊറോണറി ആർട്ടറി നമ്മൾ എന്തായിട്ട് പറയുന്നു, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പറയുന്നു. ഇനി അടുത്തത് തിക്കനിങ് ഓഫ് ആർട്ടറീസ് കോസ്ഡ് ബൈ ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റി മെറ്റീരിയൽസ് ഇൻ ദ ഇന്നർ ലൈനിങ് ഓഫ് ആൻ ആർട്ടറി. ഇതേ സെയിം കാര്യം തന്നെയാണ് കേട്ടോ, പല രീതിയിൽ പല വാക്കുകൾ ഉപയോഗിച്ച് പറയാന്നുള്ളതാണ്. ആർട്ടറിയുടെ ഇന്നർ ലൈനിങ്ങിൽ കൊഴുപ്പ് വന്ന് അടിഞ്ഞിട്ട് ആർട്ടറീസിന്റെ വാൾസ് എല്ലാം ഭയങ്കരമായിട്ട് തിക്കാവും. അങ്ങനെ തിക്കാവുമ്പോൾ എന്താ, അതിലൂടെ പോകുന്ന ബ്ലഡിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും അല്ലെ. അങ്ങനെ ഉണ്ടാവുന്ന ഒരു അപകടകരമായ അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. തിക്കനിങ് ഓഫ് ദ ആർട്ടറീസ് കോസ്ഡ് ബൈ ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റി മെറ്റീരിയൽ ഇൻ ദ ഇന്നർ ലൈനിങ് ഓഫ് ആൻ ആർട്ടറി. ആർട്ടറിയുടെ ഇന്നർ ലൈനിൽ ഫാറ്റി മെറ്റീരിയൽസ് ഡിപ്പോസിറ്റ് ആകുമ്പോൾ അവിടെ ആർട്ടറീസ് തിക്കനിങ് ആവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കട്ടിയാവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. അടുത്ത് ഓർത്തിരിക്കേണ്ടത് ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 29 ആണ്. ഹൃദയത്തെ പറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. ഇവിടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. രക്തസമ്മർദ്ദം ഉണ്ടാവുന്നതിന് കാരണം ഫാറ്റ് ഡിപ്പോസിഷൻ തന്നെയാണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നതിന് കാരണം ഫാറ്റ് ഡിപ്പോസിഷൻ തന്നെയാണ്. അതിറോസ്ക്ലീറോസിസിന് കാരണമാവുന്നതും എന്ത് തന്നെയാണ്, ഫാറ്റ് ഡിപ്പോസിഷൻ തന്നെയാണ്. ഇതെല്ലാം കൊണ്ട് എന്തുണ്ടാവും, ബ്ലഡ് പ്രഷർ ഉണ്ടാവും. അത് മറ്റു പല അസുഖങ്ങളിലോട്ടും എന്ത് ചെയ്യും, നമ്മളെ നയിക്കുകയും ചെയ്യും. പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലോക ഹൃദയ ദിനമായി ആചരിക്കുന്ന എന്നാണ്, സെപ്റ്റംബർ 29 ആണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഡയബറ്റീസ് ആണ്, പ്രമേഹം അല്ലെ. എല്ലാവർക്കും അറിയുന്നതാണ് ഡയബറ്റീസ്, പ്രമേഹം. എപ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ ആവശ്യമുണ്ട്. ആ ഇൻസുലിൻ പ്രോപ്പർ ആയിട്ട് ഇല്ലാതാവുമ്പോഴോ, അതിന്റെ ഡെഫിഷ്യൻസി വരുമ്പോഴോ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാതാവുമ്പോഴോ ഒരാൾക്ക് ഉണ്ടാവുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അയാൾ ഡയബറ്റിക് ആണ്, അയാൾ ഡയബറ്റീസ് ആണ്, അയാൾക്ക് പ്രമേഹമാണ് എന്ന് എന്ത് ചെയ്യും നമ്മൾ പറയുന്നത്. പിന്നെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പാൻക്രിയാസ് ആണ്, ആഗ്നേയ ഗ്രന്ഥിയാണ്. അതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ പഠിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ പണ്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് 100% എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓർമ്മ വരുന്നില്ലെങ്കിൽ ആ ഭാഗങ്ങളിലെ നോട്ടോ കാര്യങ്ങളോ എടുത്ത് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക തന്നെ ചെയ്യുക. കാരണം പാൻക്രിയാസ് ഒക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട്, സൈലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്ന ചെയ്യുന്നത് അത്രയും കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ആ ഭാഗങ്ങളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടോ അതിൻ്റെ മാൽഫങ്ഷൻ കൊണ്ടോ നമുക്ക് ഉണ്ടാവുന്ന അസുഖമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാസ് ആണ്. 2 തരത്തിലുള്ള ഡയബറ്റീസ് ആണ് നമുക്കുള്ളത്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. ജസ്റ്റ് ഇതിന്റെ വ്യത്യാസം നമുക്ക് നോക്കാം. ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാവുന്നത് occurs when the pancreas is unable to produce enough insulin. നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന അത്രയും ഇൻസുലിൻ നമ്മുടെ പാൻക്രിയാസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയും. ടെൻസ് ടു ഡെവലപ്പ് അറ്റ് യങ് ഏജ്. നമ്മൾ പറയാറില്ല, ചെറിയ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഡയബറ്റിക് ആവാറുണ്ട്. അപ്പോൾ ഇത് അതിനൊരു റീസൺ ആണ്. ചെറിയ പ്രായത്തിൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് വരും. ഇത് പ്രിവെന്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇൻസുലിൻ തെറാപ്പി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ടൈപ്പ് 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ occurs due to insulin resistance when the body does not respond well to insulin. പ്രായമാകുമ്പോൾ ആളുകൾ ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. ടെൻസ് ടു ഡെവലപ്പ് അറ്റ് ആൻ ഓൾഡർ ഏജ്. പ്രായമാകുമ്പോഴാണ് ആളുകൾ ഉണ്ടാവുന്നത്. ഇൻസുലിൻ വന്നിട്ട് അത് ചെയ്യേണ്ടുന്ന പണി എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് ചെയ്യാതാവുമ്പോൾ, നമ്മുടെ ബോഡി അത് എടുക്കാതാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവുന്നത്. ക്യാൻ ബി പ്രിവെന്റഡ് വിത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. എന്താണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ക്യാൻ ബി മാനേജ് വിത്ത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അലോൺ ഇഫ് ഡയഗ്നോസ്ഡ് ഇയർലി. ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ഷുഗറിൻ്റെ ലെവലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, അതിനനുസരിച്ചുള്ള ജീവിതശൈലി മാറ്റങ്ങൾ നമ്മൾ വരുത്താറുണ്ട്. രണ്ടിൻ്റെയും സിംറ്റംസ് പറയുകയാണെങ്കിൽ ബോത്ത് ഷെയർ സിംറ്റംസ് ഓഫ് ഫ്രീക്വന്റ് യൂറിനേഷൻ. നമ്മുടെ ചുറ്റും ഒരുപാട് ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളതാണ്, നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ഞാൻ പറയാം, പെട്ടെന്ന് വെറുതെ എന്ത് ചെയ്യാനായിട്ട് തോന്നും, മൂത്രമൊഴിക്കാനായിട്ട് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും. ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, വല്ലാത്ത ദാഹമായിരിക്കും. എക്സ്ട്രീം ഹങ്കർ, നല്ല വിശപ്പുണ്ടാവും. അൺഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ്, നമ്മൾ വിചാരിക്കാതെ എന്ത് ചെയ്യും, നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ബോഡി വെയിറ്റിലും എന്ത് ചെയ്യും, നമുക്കത് കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ ഫാറ്റിഗ്, നമുക്ക് എന്തുണ്ടാവുകയാണ്, നമുക്ക് ക്ഷീണം ഉണ്ടാവുകയാണ്. ബ്ലറി വിഷൻ, കണ്ണ് മങ്ങുന്നുണ്ടാവും. അതുപോലെ സോർ വൂൺസ് ദാറ്റ് ഹീൽ സ്ലോലി, മുറിവുകൾ എന്താവുകയാണ്, വളരെ പതുക്കെ ഉണങ്ങുന്നുണ്ടാവുള്ളൂ. ആൻഡ് നംനെസ് ആൻഡ് ടിംഗ്ലിംഗ് സെൻസേഷൻ ഇൻ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, കയ്യിലും കാലിലൊക്കെ എന്തുണ്ടാവും, ഒരു തരിപ്പ് പോലത്തെ അവസ്ഥയും എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാവാറുണ്ടെന്ന് കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ രണ്ടാണെങ്കിലും ലക്ഷണങ്ങൾ എന്ത് തന്നെയാണ്, പ്രധാനപ്പെട്ട ലക്ഷണങ്ങളൊക്കെ എന്ത് തന്നെയാണ്, സിമിലർ തന്നെയാണ്. അപ്പോൾ ഫ്രീക്വന്റ് യൂറിനേഷൻ, ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, എക്സ്ട്രീം ഹങ്കർ, അൺഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ്,
ഫാറ്റിഗ് ക്ഷീണം, ബ്ലറി വിഷൻ കണ്ണും മങ്ങുന്നു, സോഴ്സ് ഓർ വൂൺസ് ദാറ്റ് ഹീൽ സ്ലോലി മുറിവൊക്കായ പതുക്കിയവർ കോണങ്ങൾ പഴുക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് നംനെസ് ആൻഡ് ടിംഗ്ലിംഗ് സെൻസേഷൻ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് കയ്യിലും കാലിലൊക്കെ എന്തുണ്ടാവും ധരിക്കുന്നതും അതുപോലെ തന്നെ നമ്പാവുന്നത് ഒരു പ്രതികരിക്കാത്തൊരവസ്ഥയൊക്കെ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. എൻ്റെ മുത്തശ്ശിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്നതെല്ലാം ഞാൻ മുത്തശ്ശിയിൽ കണ്ടിട്ടുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണിത് മാറ്റാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും മെഡിസിൻസ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന അസുഖമല്ല, നമുക്കറിയുന്നതാണ്. ബട്ട് ബോത്ത് ക്യാൻ ബെനിഫിറ്റ് ഫ്രം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ സച്ച് ആസ് ഹെൽത്തി ഡയറ്റ്, നല്ല ഭക്ഷണം, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, എന്നും എക്സസൈസ് ചെയ്യുക, ബ്ലഡ് ഷുഗർ ലെവൽ മോണിറ്ററിങ്, കൃത്യമായിട്ട് ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്യുക, സ്ട്രെസ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യുന്നതിലൂടെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഈ 2 ഡയബറ്റീസ് ആയാലും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഡയബറ്റീസ് ഉണ്ടാവുന്നത് ഇൻസുലിൻ ശരീരത്തിൽ ഇല്ലാതാവുമ്പോഴോ അതുപോലെ തന്നെ അത് മാൽ ഫങ്ഷൻ ചെയ്യുമ്പോഴോ ആണ്. 2 ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1ഉം ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒന്നല്ലേ ചെറുത്. അപ്പോൾ ചെറിയ പ്രായത്തിലേ ഉണ്ടാവുന്നതാണ് ഇതെന്ന് പറയുന്നത് ടൈപ്പ് 1 എന്ന് പറയുന്നത്. ടൈപ്പ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വളർന്ന് വലുതാവണം, വയസ്സായ ആളുകൾ ഉണ്ടാവുന്നതാണ് ഇതെന്ന് പറയുന്നത് ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഈ ടൈപ്പ് 1 ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ചെറുപ്പത്തിലേ അത് വരണമെങ്കിൽ എന്തായിരിക്കണം, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്താവുമ്പോഴാണ്. ടൈപ്പ് 2 വയസ്സായതാണ്, കാലക്രമേണ നമ്മുടെ ശരീരത്തിന് ആ ഇൻസുലിൻ കിട്ടിയിട്ടും വലിയ ഉപകാരമില്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതെന്ന് പറയുന്നത് ടൈപ്പ് 2 എന്ന് പറയുന്നത്. എന്ത് ചെയ്താൽ മതി, ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ഡിസീസാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം എന്ന് പറയുന്നത്. നമുക്കറിയാം ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയി, ശരീരത്തിൻ്റെ ഒരു ഭാഗം പാരലൈസ്ഡ് ആയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അതിന് കാരണമാവുന്ന ഒരു അസുഖമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോക്ക്, മസ്തിഷ്കാഘാതം എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ദ ബ്രെയിൻ, നമ്മുടെ തലച്ചോറിൽ വളരെ പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ പൊട്ടുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് തലച്ചോറിന് വേണ്ടുന്നത്ര ബ്ലഡ് കിട്ടാതാവുക അല്ലെങ്കിൽ തലച്ചോറിലോട്ടുള്ള രക്തത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയോ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, സ്ട്രോക്ക് ഉണ്ടാവുന്നത്. ഭൂരിഭാഗം കേസസിലും ഈ ഒരു സ്ട്രോക്ക് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഹൈ ബ്ലഡ് പ്രഷർ തന്നെയാണ്, വളരെ ഉയർന്ന രക്തസമ്മർദ്ദം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. സ്ട്രോക്ക് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ബ്ലഡ് വെസൽസ് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുമ്പോഴാണ് അല്ലെങ്കിൽ അവിടേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുമ്പോഴാണ് മനസ്സിലാക്കി വെക്കുക. ഇതിനുള്ള പ്രധാനപ്പെട്ട റീസണായിട്ട് നമ്മൾ കാണുന്നത് എന്ത് തന്നെയാണ്, ഹൈ ബ്ലഡ് പ്രഷറാണ്, ഉയർന്ന രക്തസമ്മർദ്ദമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാൻസറാണ്. ക്യാൻസർ നന്നായിട്ട് നമുക്ക് അറിയുന്നത് തന്നെയാണ്, എന്നിരിക്കലും ഞാനൊന്ന് പറഞ്ഞുതരാം. അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദെയർ സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്. അതായത് കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സെൽസിനും എന്തുണ്ട്, വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഡിവിഷനാണ്. ആവശ്യമുള്ള സമയത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, അത് ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. ഈ സെൽ ഡിവിഷനിലൂടെയാണ് എന്തുണ്ടാവുന്നത്, പുതിയ സെല്ലുകൾ, പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് കോശ വിഭജനത്തിലൂടെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൺട്രോൾ ഇല്ലാതെ ഒരു പ്രത്യേക ഭാഗത്ത് എന്ത് ചെയ്യണം, ഭയങ്കരമായിട്ട് അങ്ങ് വ്യാപിക്കുകയാണ്. മാത്രമല്ല ഇത് മറ്റ് ടിഷ്യൂസിലോട്ടും എന്ത് ചെയ്യാണ്, പടർന്ന് പിടിക്കുകയാണ്. അങ്ങനെ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദെയർ സ്പ്രെഡ് ടു അതർ ടിഷ്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാത്ത ക്യാൻസറുകൾ തന്നെ ഉണ്ടായി എന്ന് വരാം. അതുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ ബോഡി അതിനെ റെസിസ്റ്റ് ചെയ്യും, അപ്പോൾ ആ കോശങ്ങൾ എന്ത് ചെയ്യും, ഇല്ലാതായി പോകും. പക്ഷേ ചിലത് എന്ത് ചെയ്യും, അതിനെല്ലാം ഓവർകം ചെയ്ത് ചില ഭാഗങ്ങളിൽ വല്ലാതെ അങ്ങ് വളരുമ്പോഴാണ് നമ്മളതിനെ എന്തായിട്ട് വിളിക്കുന്നത്, ക്യാൻസർ അല്ലെങ്കിൽ അർബുദം എന്ന് വിളിക്കുന്നത്. ക്യാൻസറിനെ പറ്റിയുള്ള പഠനമാണ് ഓങ്കോളജി. ഓങ്കോളജിസ്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓങ്കോളജിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓങ്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ക്യാൻസറിനെ പറ്റിയുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു, ഓങ്കോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ബയോപ്സി എന്ന് പറയുന്നത്. എല്ലാതരം ക്യാൻസറുകളും ഡിറ്റക്ട് ചെയ്യാനായിട്ട് നടത്തുന്ന ടെസ്റ്റാണ് ബയോപ്സി. നമ്മുടെ ആ ഒരു ഏത് ഭാഗത്താണോ പ്രശ്നം ഉള്ളത് ആ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ അവിടുത്തെ ഒരു സെല്ലിൻ്റെ സാമ്പിൾ എടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ബോഡിയുടെ ചെറിയൊരു സാമ്പിൾ എടുത്തിട്ട് അത് പിന്നീട് ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അബ്നോർമൽ ആയിട്ടുള്ള സെൽ ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റാണ് ഇതെന്ന് പറയുന്നത് ബയോപ്സി എന്ന് പറയുന്നത്. ഇനി ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ, സ്തനാർബുദമാണെങ്കിൽ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് പറയാം മാമോഗ്രഫി എന്ന് പറയും. നമുക്കറിയാം മാമൽസ്, സസ്തനികൾ എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. മുലയൂട്ടുന്ന പ്രസവിക്കുന്ന ജീവികളെയാണ് നമ്മൾ മാമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ആ മാമോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. സ്തനാർബുദം ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് നോക്കുന്ന ടെസ്റ്റാണ് ഇതെന്ന് പറയുന്നത് മാമോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, റേഡിയേഷൻ തെറാപ്പി ഉണ്ട്. ഇത് മൂന്നും എന്താണ്, ക്യാൻസറിൻ്റെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളാണ്. ഇനി ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പല തരത്തിലുള്ള ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐസോട്ടോപ്പുകൾ 2 ആണ്. ഒന്ന് കൊബാൾട്ട് 60, 2 ആഴ്സനിക് 74. എപ്പോഴും ഓപ്ഷനിൽ ഉണ്ടാവാറുള്ളത് കൊബാൾട്ട് 60 ആണ്. അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യുക. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ഐസോട്ടോപ്പുകളാണ്. ഐസോട്ടോപ്പ് എന്ന് വെച്ചാൽ അറിയാം, സെയിം അറ്റോമിക് നമ്പർ ഡിഫറെൻറ്റ് മാസ് നമ്പർ. കൊബാൾട്ടിൻ്റെ തന്നെ എന്തുണ്ടാവും, പല വേരിയൻസ് ഉണ്ടാവും അല്ലേ. അത് നമുക്ക് വഴിയെ കെമിസ്ട്രിയിൽ എന്ത് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഐസോട്ടോപ്പ് ക്യാൻസർ
ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ഐസോട്ടോപ്പ് കൊബാൾട്ട് 60 ആഴ്സനിക് 74 എന്ന് ഓർത്തിക്കുക. വേറെയും കുറേ ഉണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു തന്നതേ. ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 4 തീയതിയാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. വേൾഡ് ക്യാൻസർ ഡേ അല്ലെങ്കിൽ ലോക ക്യാൻസർ ദിനം, ലോക അർബുദ ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ്? ഫെബ്രുവരി 4 തീയതിയാണ്. ഓൺലി ക്യാൻസർ ദാറ്റ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ വാക്സിനേഷൻ. ഈ അടുത്ത് കേരള PC ചോദിച്ചൊരു ചോദ്യമാണ്. വാക്സിനേഷനിലൂടെ, കുത്തിവയ്പ്പിലൂടെ തടയാൻ കഴിയുന്ന ഒരേ ഒരു ക്യാൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെർവിക്കൽ ക്യാൻസർ ആണ്. പിന്നെ ഓൾറെഡി ഹാർട്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്, അർബുദം ബാധിക്കാത്ത ശരീരത്തിൽ ഒരേ ഒരു അവയവമാണ് ഇതെന്ന് പറയുന്നത് ഹാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യുക, ഇതിനോടൊന്ന് ചേർത്ത് വായിച്ചു വെക്കുക. അപ്പം എന്തൊക്കെയാണ് ക്യാൻസറിനെ പറ്റി പഠിച്ചത്? അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ ആണ്. മാത്രമല്ല ഇത് എന്ത് ചെയ്യുന്നു, ബാക്കി ടിഷ്യൂസിലേക്ക്, ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ പറയാം ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടിഷ്യൂസ് എന്ന് പറയുന്നത്. ബാക്കി ടിഷ്യൂസിലോട്ടും പകരുന്നതിനെയാണ് നമ്മൾ ക്യാൻസർ അല്ലെങ്കിൽ അർബുദം എന്ന് വിളിക്കുന്നത്. ക്യാൻസറിനെ പറ്റിയുള്ള പഠനം ഓങ്കോളജി എന്നറിയപ്പെടുന്നു. ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റ് ബയോപ്സി ടെസ്റ്റ് എന്നറിയപ്പെടുന്നു. ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് മാമോഗ്രഫി എന്ന് പറയുന്നു. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ എന്ന് പറയുന്നത് സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളാണ്. ഐസോട്ടോപ്പുകൾ ട്രീറ്റ്മെൻറ്റ്, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ഐസോട്ടോപ്പുകളാണ് കൊബാൾട്ട് 60 ആഴ്സനിക് 74. ലോക ക്യാൻസർ ദിനമായിട്ട് ഫെബ്രുവരി 4 തീയതിയാണ് നമ്മൾ ആചരിക്കുന്നത്. വാക്സിനേഷനിലൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ക്യാൻസർ ഏതാണ്? സെർവിക്കൽ ക്യാൻസർ ആണെന്ന് ഓർത്തിരിക്കുക. ഒപ്പം ക്യാൻസർ ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു അവയവം ഏതാണ്? അത് ഹൃദയമാണെന്നും എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. ഇനി SCRT ടെക്സ്റ്റ് ബുക്കിൽ ഒരു കുഞ്ഞു പെട്ടിയായിട്ടാണ് തന്നേക്കുന്നത്, അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ ഞാൻ വായിച്ചുതരാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പ്രമേഹം അഥവാ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ ആണ് അല്ലേ, ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ മാൽ ഫംഗ്ഷനിങ് ആണ് ഇതെന്ന് പറയുന്നത് പ്രമേഹം, ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുവാൻ ഇടയാകുന്നത് അല്ലെങ്കിൽ എക്സസ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഫാറ്റ് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ അതിന് വരുന്നതാണ് ഇതെന്ന് പറയുന്നത് ഫാറ്റി ലിവർ. ഇംഗ്ലീഷും മലയാളമൊക്കെ എന്ത് തന്നെയാണ്, അത് തന്നെയാണ്. അടുത്തതാണ് പക്ഷാഘാതം എന്ന് പറയുന്നത് സ്ട്രോക്ക്. മസ്തിഷ്കാഘാതം, പക്ഷാഘാതം രണ്ടും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പക്ഷാഘാതം എന്ന് പറയുന്നത്. പിന്നെ അമിത രക്തസമ്മർദ്ദം അല്ലെ, ഹൈപ്പർ ടെൻഷൻ, നമ്മൾ അതിൻ്റെ അളവടക്കം പഠിച്ചതാണ്. അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്താണ്, കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത്. ആർട്ടറീസിൻ്റെ, നമ്മുടെ ബ്ലഡ് ക്യാരി ചെയ്യുന്ന ആർട്ടറീസിൻ്റെ ഉള്ളിലെ ഡയമീറ്റർ അല്ലെ, ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, വ്യാസം എന്ന് പറയുമ്പോൾ അതിന് രക്തം കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി കുറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ, കൊറോണറി ആർട്ടറികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്തേക്കുക, കൊറോണറി ആർട്ടറീസിൽ ഫാറ്റ് അടിയുമ്പോഴാണ് നമ്മളതിനെ എന്തെന്ന് പറയുന്നത്, നമ്മളതിനെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ധമനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടറി, എല്ലാവർക്കും അറിയുന്നതാണ്. വെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിരയാണ് അല്ലേ, പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പോൾ കൊറോണറി ആർട്ടറികളിൽ കൊഴുപ്പടിയുമ്പോഴാണ് നമ്മളതിനെ എന്തെന്ന് പറയുന്നത്, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒക്യുപ്പേഷണൽ ഡിസീസസ് അല്ലെങ്കിൽ തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് പറയും. എന്താണ് തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽ ജന്യ രോഗങ്ങൾ. ഒക്യുപ്പേഷണൽ ഡിസീസസ് ആർ കോസ്ഡ് ബൈ സിറ്റുവേഷൻസ് ഇൻ വർക്ക് സൈറ്റ്സ്. നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാണ്, അവിടുത്തെ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ എക്സ്പോഷർ ഒരുപാട് കാലം നമുക്ക് ലഭിക്കുമ്പോൾ ആ ഒരു സാധനമായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനെ വരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ തൊഴിൽ ജന്യ രോഗങ്ങൾ അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ ഡിസീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന ന്യൂമോകോണിയോസിസ്, ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ, ന്യൂമോകോണിയോസിസ്. അല്ലെങ്കിൽ സ്വർണം, ടിൻ, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും കോറി, മൺപാത്രം, സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കുണ്ടാകുന്ന സിലിക്കോസിസ്, അതായത് കോൾ മൈനിങ് അല്ലേ. അതുപോലെ തന്നെ ഗോൾഡ്, ടിന്ന്, മൈക്ക, ലേബറേഴ്സ് ഇൻ കോറി, പോട്ടറി, സെറാമിക്സ്, ഇവർക്കെല്ലാം വരാൻ സാധ്യതയുള്ള ഏതാണ്, സിലിക്കോസിസ് ആണ്. ബേസിക്കലി സിലിക്കിയുമായിട്ടുള്ള എക്സ്പോഷറാണ്, ഞാനത് പറഞ്ഞുതരാം. പിന്നെ വരുന്നത് ആസ്ബറ്റോസിസ് ആണ്. ആസ്ബറ്റോസുമായിട്ടുള്ള എക്സ്പോഷറാണ് ഇതെന്ന് പറയുന്നത്, ആസ്ബറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് പറഞ്ഞിരിക്കുന്നത്, ഞാനത് ഒന്നുകൂടെ പറയാം. കോളുമായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ന്യൂമോകോണിയോസിസ് നമ്മൾ പറയും. ഒപ്പം ഒന്നുകൂടെ ഓർത്തിരിക്കുക, ആന്ത്രാകോസിസ് കൂടി ഓർത്തിരിക്കുക. കാരണം അത് ഓർക്കാൻ എളുപ്പമാണ്. കോളിൻ്റെ ഓറായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പല രൂപങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ആന്ത്രാസൈറ്റ് അല്ലേ, ലിഗ്നൈറ്റ്, പീറ്റ്, പലതരത്തിലുള്ള രൂപങ്ങളായിട്ട്, ഓറല്ല പലതരത്തിലുള്ള രൂപങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ആ ആന്ത്രാസൈറ്റ് വെച്ച് തന്നെ കണക്ട് ചെയ്യുക, ആന്ത്രാകോസിസ് എന്ന് പറയുന്നത്. ഒപ്പം നമ്മൾ ഒന്നുകൂടെ പഠിച്ചു ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്ന മാർക്ക് തന്നെയാണ് കോൾ സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന പലതരത്തിലുള്ള ആളുകൾക്ക്, കോൾ മൈനിങ് സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വരുന്നതാണ്. അടുത്ത സിലിക്കോസിസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. സിലിക്കോസിസ് നമ്മൾ പഠിക്കുമ്പോഴും മൈനിങ് വർക്കേഴ്സ് തന്നെയാണ് എന്തുമായിട്ട്
മെറ്റീരിയലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. ഗോൾഡ്, ടിന്ന്, മൈക്ക, അതുപോലെ കോറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ബേസിക്കലി എന്താണ് സിലിക്കിയുമായി എക്സ്പോഷർ വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ആസ്ബറ്റോസ് ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് അല്ലെ. ആസ്ബറ്റോസ് ഫാക്ടറികളിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ ആസ്ബറ്റോസ് യൂസ് ചെയ്യുന്നില്ല. പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ റൂഫ് ഇടാനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിരുന്നതാണ് അല്ലെ ആസ്ബറ്റോസ്. ആസ്ബറ്റോസുമായിട്ടുള്ള എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ ആസ്ബസ്റ്റോസിസ് എന്ന് പറയുന്ന അസുഖം വരും. അടുത്തത് അയൺ എക്സസ് ആകുമ്പോൾ അയണുമായിട്ട് ഭയങ്കരമായിട്ട് വരുന്നതാണ് സിഡറോസിസ്. പിന്നെ മെർക്കുറിയുമായിട്ട് എക്സ്പോഷർ അല്ലെങ്കിൽ മെർക്കുറി പോയിസണിങ് തന്നെ പറയാറുണ്ട്, മീനമാത ഡിസീസ്. രണ്ടും മൂർത്തി വയ്ക്കുക, രണ്ടെണ്ണം എക്സ്ട്രാ ആണ്. അയണുമായിട്ട് എക്സ്പോഷർ വരുമ്പോൾ സിഡറോസിസ് എന്നും മെർക്കുറിയുമായി എക്സ്പോഷർ വരുമ്പോൾ മീനമാത ഡിസീസ് എന്നും, അല്ലെങ്കിൽ മെർക്കുറി പോയിസണിങ് എന്ന സ്റ്റേറ്റിനൊക്കെ എന്താ പറയാനൊക്കെ ചോദിക്കാറുണ്ട്. ഏതാണ്? മീനമാത ഡിസീസ് ആണ്. അപ്പോൾ കൽക്കരിയുമായി വന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണം, ആന്ത്രാക്കോസിസും ന്യൂമോകോണിയോസിസും. സിലിക്കയുമായി വന്നു കഴിഞ്ഞാൽ സിലിക്കോസിസ്, ആസ്ബറ്റോസുമായി വന്ന ആസ്ബറ്റോസിസ്, അയണുമായി വന്ന സിഡറോസിസ്, മെർക്കുറിയുമായി വന്നാൽ മീനമാത. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെർക്കുറിയാന്ന് ഓർത്ത് വയ്ക്കുക. കാരണം കേരള PSC പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, SSC റെയിൽവേ പരീക്ഷകളും എന്ത് ചെയ്യാറുണ്ട്, നന്നായിട്ട് മെർക്കുറിയുമായിട്ടുള്ള ചോദിക്കാറുണ്ട്. അതൊരു ഒക്യുപ്പേഷണൽ ഡിസീസ് ആയിട്ട് മെർക്കുറിയുടെ മീനമാത ഡിസീസ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി പറ്റില്ല. പക്ഷേ എന്നിരിക്കലും ഈ ഭാഗത്ത് വരുന്നൊരു ചോദ്യം ആയതുകൊണ്ട്, മെർക്കുറി എക്സ്പോഷർ കൊണ്ട് വരുന്നൊരു ചോദ്യം ആയതുകൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, ഞാനത് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. സോ ആ പ്രാധാന്യം കൊടുത്തതിന് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പം ഇത്രയുമാണ് അസുഖങ്ങളുടെ ക്ലാസിഫിക്കേഷൻ വെച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, പല അസുഖങ്ങൾക്കും വിളിപ്പേരുകളുണ്ട്. സോബ്രിക്യൂട്ട്സ് എന്ന് പറയും നമ്മളതിന്. അത് ഇങ്ങനെയുള്ള വിളിപ്പേരുകൾ, ഇപ്പം വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിളിപ്പേരാണ്, ദൈവത്തിന്റെ സ്വന്തം നാട് ഒരു വിളിപ്പേരാണ്. അങ്ങനെ പലതരത്തിലുള്ള വിളിപ്പേരുകളുണ്ടല്ലോ. അപ്പം അങ്ങനെ ആ വിളിപ്പേരുകൾ പല അസുഖങ്ങൾക്കുണ്ട്. ഇതിൽ കുറേയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിസ്കസ് ചെയ്യാത്ത എന്ത് ചെയ്യാൻ നമുക്കിപ്പോൾ പറയാം. ബ്രേക്ക് ബോൺ ഫീവർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ജോയിൻസിലൊക്കെ നല്ല പെയിൻ ആയിരിക്കും എന്ന് പറഞ്ഞാണ്. അതാരാണ് നമ്മൾ പറഞ്ഞത്, ഡെങ്കിപ്പനിയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അമേരിക്കൻ പ്ലേഗ് എന്ന് പറയുന്നത് യെല്ലോ ഫീവറാണ്. അമേരിക്കൻ പ്ലേഗ് എന്ന് പറയുന്നത് യെല്ലോ ഫീവറാണ്. കില്ലർ ന്യൂമോണിയ നമ്മൾ സാഴ്സ് ആണ് അല്ലെ, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, ഫുൾ ഫോം അടക്കം നമ്മൾ പഠിച്ചതാണ്. ബ്ലാക്ക് ഡെത്ത് കറുത്ത മരണം പ്ലേഗ് ആണ്. അറ്റ് ദ സെയിം ടൈം ബ്ലൂ ഡെത്ത് നീലമരണം കോളറയാണ്. നമുക്കറിയാം കോളറയൊക്കെ പണ്ട് കാലത്ത് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് പടർന്നു പിടിച്ചിട്ടുള്ളതാണ് അല്ലേ. വയറിളക്കവും ഛർദിയും കൊണ്ട് ഒരുപാട് ആളുകളുടെ ജീവൻ അപഹരിച്ച അസുഖമാണ് കോളറ എന്ന് പറയുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എപ്പോഴും ഓർമ്മയുണ്ട്, ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് അതിൽ ഈ അസുഖത്തിനെതിരെ, കോളറയ്ക്കെതിരെ എന്താ പറയുക, നമ്മൾ ശ്രദ്ധിക്കണമെന്ന കാര്യങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ സർക്കാരിൻ്റെ പരസ്യം വന്ന് കണ്ടതൊക്കെ കുട്ടിക്കാലത്ത് കുഞ്ഞായിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന അസുഖമാണ് കോളറ എന്ന് പറയുന്നത്. ഇനി വൈറ്റ് പ്ലേഗ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ ട്യൂബർകുലോസിസ് ആണ്. വൈറ്റ് പ്ലേഗ് ആണെങ്കിൽ ട്യൂബർകുലോസിസ് ആണ്. സെയിലേഴ്സ് പ്ലേഗ്, നാവികന്റെ പ്ലേഗ് ആണെങ്കിൽ സ്കർവി ആണെന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്തുവയ്ക്കുക. അപ്പോൾ നമ്മൾ രണ്ട് ഡെത്ത്, ബ്ലാക്ക് ഡെത്തും ബ്ലൂ ഡെത്തും, ബ്ലാക്ക് ആണെങ്കിൽ പ്ലേഗ്, ബ്ലൂ ആണെങ്കിൽ കോളറ. പിന്നെ രണ്ട് പ്ലേഗ്, വൈറ്റ് പ്ലേഗും സെയിലേഴ്സ് പ്ലേഗും. വെള്ള പ്ലേഗ് ആണെങ്കിൽ ട്യൂബർകുലോസിസും, എല്ലാത്തിനും നല്ല മലയാളം ഉണ്ടാവും. സെയിലേഴ്സ് പ്ലേഗ് ആണെങ്കിൽ എന്താണ്, സ്കർവി ആണെന്നും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പഠിച്ച തന്നെയാണ് ഹാൻസൻസ് ഡിസീസ്, ലെപ്രസിയാണ്. ഹാൻസൻസ് ഡിസീസ് ലെപ്രസിയാണ്. ഹൈഡ്രോഫോബിയ നമ്മൾ പറഞ്ഞില്ല തോന്നുന്നു, റാബീസ് ആണ്. അതായത് ഇത് വന്ന ആളുകൾക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിലോട്ട് എന്ത് ചെയ്യും പോകും. കുടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഫോബിയ പേടിയാണ്, ഹൈഡ്രോ വെള്ളമാണ്, വെള്ളത്തോടുള്ള പേടി എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നതാണ് ഇതെന്ന് പറയുന്നത് ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത് റാബീസ് ആണ്. ഓഗസ്റ്റ് ഫീവർ ഇൻഫ്ലുവൻസയാണ്. ഓഗസ്റ്റ് ഫീവർ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസയാണ്. പിന്നെ ഉഷ്ണപ്പുണ്ണ്, പറങ്കിപ്പുണ്ണ്, ഇതിൻ്റെ ഇംഗ്ലീഷ് എനിക്ക് കിട്ടിയില്ല. ഇത് രണ്ടും അറിയപ്പെടുന്നത് സിഫിലിസിലാണ്. നമുക്കറിയാം പറങ്കി എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് പോർച്ചുഗീസുകാരൊക്കെ വിളിക്കുന്നതാണ് അല്ലെ പറങ്കികൾ എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിരിക്കും, പക്ഷേ ഇംഗ്ലീഷ് തപ്പിയപ്പോൾ കണ്ടില്ല. മലയാളത്തിലുള്ള ടേംസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഉഷ്ണപ്പുണ്ണ്, പറങ്കിപ്പുണ്ണ് എന്നിങ്ങനെ രണ്ടും അറിയപ്പെടുന്നത് സിഫിലിസ് ആണ്. പിന്നെ ലോക്ക് ജോ ഡിസീസ് ടെറ്റനസ് ആണ്. ടെറ്റനസ് വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുക, വായ അടഞ്ഞു പോകും അല്ലെ, നമുക്ക് വായ തുറക്കാൻ പറ്റില്ല, ആ ജോ എന്തായി പോകും, ലോക്കായി പോകും. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന ഏതാണ്, ടെറ്റനസ് ആണ്. ടെറ്റനസിനെതിരെ എടുക്കുന്ന വാക്സിനാണ് TT എന്നൊക്കെ എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു. ഇല്ലെങ്കിൽ വഴിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വിളിപ്പേരുകളായിട്ട് നമ്മൾ പറഞ്ഞത്, ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിയാണ്. അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്ന യെല്ലോ ഫീവർ ആണ്. കില്ലർ ന്യൂമോണിയ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം അഥവാ സാഴ്സ് ആണ്. ബ്ലാക്ക് ഡെത്ത് പ്ലേഗ് ആണ്. ബ്ലൂ ഡെത്ത് കോളറയാണ്. വൈറ്റ് പ്ലേഗ് ട്യൂബർകുലോസിസ് ആണ്. സെയിലേഴ്സ് പ്ലേഗ് സ്കർവി ആണ്. ഹാൻസൻസ് ഡിസീസ് ഓൾറെഡി പറഞ്ഞതാണ് ലെപ്രസി ആണ്. ഹൈഡ്രോഫോബിയ റാബീസ് ആണ്. ഓഗസ്റ്റ് ഫീവർ ഇൻഫ്ലുവൻസയാണ്. ഉഷ്ണപ്പുണ്ണ്, പറങ്കിപ്പുണ്ണ് രണ്ടും എന്ത് തന്നെയാണ്, സിഫിലിസ് ആണ്. ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നതാണ് ടെറ്റനസ് ആണ്. അപ്പോൾ ഇത്രയും വിളിപ്പേരുകൾ എന്ത് ചെയ്യുക, അറിയിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രധാനപ്പെട്ടതൊക്കെ പഠിച്ചു. ഇനി ഞാൻ മൊത്തത്തിൽ എന്താ പറയുക, അവസാനത്തെ ഒരു ടച്ചപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വിട്ടുപോയ പല പോയിന്റ്, വിട്ടുപോയത് മീൻസ് ഒരു അസുഖത്തെ പറ്റി അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, എന്നാൽ അതിനെപ്പറ്റി ഒരു ചോദ്യമൊക്കെ വരാറുണ്ട് എന്നുള്ള രീതിയിലുള്ള അസുഖങ്ങളാണ് എന്ത് നമ്മൾ പഠിക്കുന്നത്. ആ രീതിയിലുള്ള സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നോക്കി പോകുന്നത്. അപ്പം ഇനി അതിൽ മറ്റൊന്ന് നോക്കാനുള്ളതാണ്. എഗെയിൻ ഇതിലെയും പലതും നമ്മൾ നോക്കിയതാണ്. ഓരോ അസുഖങ്ങളും അവ ബാധിക്കുന്ന നമ്മുടെ
ശരീരത്തിലെ ഓർഗനും നമ്മുടെ ശരീരത്തിലെ അവയവം ഏതാണെന്നുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നോക്കാൻ പോകുന്നത്. കോളറ ആയാലും ടൈഫോയിഡ് ആയാലും നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനെ, നമ്മുടെ ചെറുകുടലിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് ഇതെന്ന് പറയുന്നത്. കോളറ ആയാലും ടൈഫോയിഡ് ആയാലും. ഇനി പോളിയോ, റാബീസ്, പാർക്കിൻസൺ, അൾഷിമേഴ്സ്, ഇത് ഏതായാലും അത് എന്തിനാണ് ബാധിക്കുന്നത്, CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളാണ് ഇതെന്ന് പറയുന്നത്. പോളിയോ, റാബീസ്, പാർക്കിൻസൺ, അൾഷിമേഴ്സ്. മെനിഞ്ചസ് നമ്മൾ ബ്രെയിൻ പഠിക്കുമ്പോഴും പഠിച്ചതാണ്. എവിടെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ബ്രെയിനിനെ, നമ്മുടെ തലച്ചോറിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ്. അതിന് വരുന്ന ഇൻഫെക്ഷനാണ്, മെനിഞ്ചസിന് വരുന്ന ഇൻഫെക്ഷനാണ് മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു. ഡിപ്തീരിയ, തൊണ്ടമുള്ള്, തൊണ്ടയാണ് ബാധിക്കുന്നത്. എക്സീമ, സ്കിന്നിനെ ബാധിക്കുന്ന അസുഖമാണ്. എഗെയിൻ ഹ്യൂമൻ ബോഡി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ആയാലും ജോണ്ടിസ് ആയാലും പ്രധാനമായും ലിവറിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങളാണ്. ട്യൂബർകുലോസിസ്, TB, അസുഖങ്ങളുടെ രാജാവ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ന്യൂമോണിയ, ആന്ത്രാക്സ്, ബ്രോങ്കൈറ്റിസ് എല്ലാം ബാധിക്കുന്ന എവിടെയാണ്, ലങ്സിനെയാണ്, ശ്വാസകോശത്തെയാണ് ഏതൊക്കെ ബാധിക്കുന്നത്, ട്യൂബർകുലോസിസ് ആയാലും ന്യൂമോണിയ ആയാലും ആന്ത്രാക്സ് ആയാലും ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിയോൾസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലങ്സിൽ പഠിച്ചിട്ടുണ്ട് ഭാഗങ്ങൾ. അപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ടെറ്റനസ് ആണെങ്കിൽ പ്രധാനമായും മസിൽസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. പയോറിയ എഗെയിൻ പഠിച്ചതാണ്, ഗംസിനെയാണ്, മോണയാണ് അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ് ഇതെന്ന് പറയുന്നത് പയോറിയ എന്ന് പറയുന്നത്. ട്രാക്കോമ, ഗ്ലൂക്കോമ എഗെയിൻ കണ്ണ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. ഐസിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ് എന്ന് പറയുന്നത് ട്രാക്കോമ അല്ലെങ്കിൽ ഗ്ലൂക്കോമ. ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഈ അസുഖങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഭൂരിഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താട്ടോ. മെനിഞ്ചൈറ്റിസ് എന്താ നമ്മൾ പഠിച്ചതാണ്, ഡിഫ്തീരിയ നമ്മൾ പഠിച്ചതാണ്, എക്സീമ നമ്മൾ പറഞ്ഞതാണ്, ഹെപ്പറ്റൈറ്റിസും ജോണ്ടിസും നമ്മൾ പറഞ്ഞതാണ്, ട്യൂബർകുലോസിസ് പഠിച്ചു, ആന്ത്രാക്സ് പഠിച്ചു അല്ലേ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ളത്. പയോറിയ നമ്മൾ അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ട്രാക്കോമിയും ഗ്ലൂക്കോമിയും കണ്ടുപിടിക്കുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മലേറിയ എഗെയിൻ ഈ ഡിസീസ് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. സ്പ്ലീൻ, പ്ലീഹയെ അല്ലെങ്കിൽ ലിവർ, കരളിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ് മലേറിയ എന്ന് പറയുന്നത്. റുമാറ്റിസം, ജോയിന്റുകളെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ റുമാറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് അസുഖങ്ങളും അവ ബാധിക്കുന്ന അസുഖങ്ങളും ഒക്കെ പഠിച്ചു തന്നെയാണ്, ഒന്നുകൂടെ ഒന്ന് ഓർമ്മിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കോളറ അല്ലെങ്കിൽ ടൈഫോയിഡ് ആണെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനെ, ചെറുകുടലിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ്. പോളിയോ, റാബീസ്, പാർക്കിൻസൺ, അൾഷിമേഴ്സ് ഓർത്ത് വെക്കാവുന്നേ ഉള്ളൂ. എല്ലാ അസുഖങ്ങളും നമുക്ക് പരിചിതമായ അസുഖങ്ങൾ തന്നെയാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ CNS-നെ അഫക്റ്റ് ചെയ്യുന്നു. മെനിഞ്ചൈറ്റിസ്, തലച്ചോറിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ്. ഡിഫ്തീരിയ, ത്രോട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ്. എക്സീമ, സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ്. ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ജോണ്ടിസ്, കരളിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ്. ട്യൂബർകുലോസിസ്, ന്യൂമോണിയ, ആന്ത്രാക്സ്, ബ്രോങ്കൈറ്റിസ് ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ്. ടെറ്റനസ്, മസിൽസിനെ, പേശികളെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ്. പയോറിയ, ഗംസിനെ അഫക്റ്റ് ചെയ്യുന്ന, പല്ലിൻ്റെ മോണെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ്. ട്രാക്കോമിയും ഗ്ലൂക്കോമിയും കണ്ണിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങളാണ്. മലേറിയ, സ്പ്ലീൻ അല്ലെങ്കിൽ ലിവറിനെ അഫക്റ്റ് ചെയ്യുന്ന, പ്ലീഹ അല്ലെങ്കിൽ കരളിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ്. റുമാറ്റിസം, ജോയിൻസിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ്. ഈ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ബയോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ്. സ്മോൾ പോക്സ് വാക്സിൻ, പസൂരിയുടെ വാക്സിൻ എഡ്വേർഡ് ജെന്നർ കണ്ടുപിടിച്ചാണ്. ജെന്നറുടെ കഥയും സ്മോൾ പോക്സ് വാക്സിൻ്റെ കഥയും വഴിയെ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം അതവിടെ നിൽക്കട്ടെ. തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിക്കോ. പസൂരിയുടെ വാക്സിൻ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ വാക്സിനേഷൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്നത്. BCG വാക്സിൻ കണ്ടുപിടിച്ചത്, അതിൽ സിയും ജിയും ആക്ച്വലി രണ്ട് പേരുകളാണ്. കാൽമെറ്റ് ഗുവറിൻ എന്ന് പറയുന്ന ആളുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, BCG വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. പോളിയോ വാക്സിൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. രണ്ട് പേരുകളുണ്ട്. പോളിയോ വാക്സിൻ കുത്തിവെപ്പാണ് ചോദിക്കുന്നെങ്കിൽ ജോനാസ് സാൽക്കും, ഓറൽ തുള്ളിമരുന്നാണ് ചോദിക്കുന്നെങ്കിൽ അത് ആൽബർട്ട് സാബിനുമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. എഗെയിൻ ഓൾറെഡി പഠിച്ചാണ്. ഇനി കോളറ വാക്സിൻ ആയിക്കൊള്ളട്ടെ, ആന്ത്രാക്സ് വാക്സിൻ ആയിക്കൊള്ളട്ടെ, റാബീസിൻ്റെ വാക്സിൻ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം ലൂയിസ് പാസ്റ്റർ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. കോളറയുടെ, ആന്ത്രാക്സിൻ്റെ, റാബീസിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചവരാണ് ലൂയിസ് പാസ്റ്റർ ആണ്. പെനിസിലിൻ ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള പെനിസിലിൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്നത്. ആസ്പിരിൻ, അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന് പറയും. ഒരു കാലത്ത് വണ്ടർ ഡ്രഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മരുന്നാണ്. ഭയങ്കരമായി പെയിൻ കില്ലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ വണ്ടർ ഡ്രഗ് എന്നൊക്കെ വിളിപ്പേരുള്ള ആസ്പിരിൻ കണ്ടുപിടിച്ച ആളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഫെലിക്സ് ഹോഫ്മാൻ എന്ന് പറയുന്നത്. ആസ്പിരിൻ പെയിൻ കില്ലറായിട്ട് യൂസ് ചെയ്യുന്നു, വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്നു, ഫെലിക്സ് ഹോഫ്മാൻ കണ്ടുപിടിച്ചു. പേസ് മേക്കർ, ഹൃദയത്തിൽ ഘടിപ്പിക്കുന്ന പേസ് മേക്കർ ജോൺ ഹോപ്സ് എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ബാക്ടീരിയ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ എഗെയിൻ ഇതൊക്കെ പഠിച്ചതാണ് അല്ലേ, ആന്റോണി വാൻ ലീവൻ ഹുക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്, സ്മോൾ പോക്സ് വാക്സിൻ ആണെങ്കിൽ എഡ്വേർഡ് ജെന്നർ ആണ്. BCG വാക്സിൻ ആണെങ്കിൽ കാൽമെറ്റ് ഗുവറിൻ, സിയും ജിയും ഓർത്ത് വെച്ചാൽ മതി. പോളിയോ വാക്സിൻ ആണെങ്കിൽ ജോനാസ് സാൽക്ക്, ഇനി ഓറൽ ആണെങ്കിൽ ആൽബർട്ട് സാബിനാണ്. കോളറ, ആന്ത്രാക്സ്, റാബീസിൻ്റെ വാക്സിൻ ആണെങ്കിൽ ലൂയിസ് പാസ്റ്റർ. ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള പെനിസിലിൻ കണ്ടുപിടിക്കുന്നത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്.
ആസ്പിരിൻ, പെയിൻ കില്ലറായി ഉപയോഗിക്കുന്ന ആസ്പിരിൻ, വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്ന ആസ്പിരിൻ, അസറ്റൈൽ സാലിസിലിക് ആസിഡ്, കെമിക്കലി അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആയിട്ടുള്ള ആസ്പിരിൻ ഫെലിക്സ് ഹോഫ്മാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. പേസ് മേക്കർ ജോൺ ഹോബ്സ് ആണ്. ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നവരാണ് ആന്റണി വാൻ ലീവൻ ഹുക്ക് ആണ്. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറീസ്, അസുഖങ്ങൾ ബാധിക്കുന്ന ഭാഗങ്ങൾ, സോബ്രിക്യൂട്ട്സ് ഒക്കെ എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമ്മ്യൂണൈസേഷനെ പറ്റിയാണ്, വാക്സിനേഷനെ പറ്റിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്താണ്, നമ്മുടെ ബോഡിക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് അല്ലേ, നമ്മുടെ ബോഡിക്ക് ഒരു പ്രതിരോധ ശേഷിയുണ്ട്, സ്വയമായ അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ലിംഫോസൈറ്റ്സ്. ആ ലിംഫോസൈറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് എയ്ഡ്സ് അല്ലെങ്കിൽ HIV വൈറസ് എന്നുള്ളതെല്ലാം നമ്മൾ കഥ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വാക്സിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽസ് ഇമ്മ്യൂൺ സിസ്റ്റം ബിക്കംസ് ഫോർട്ടിഫൈഡ് അഗൈൻസ്റ്റ് ആൻ ഇൻഫെക്ഷ്യസ് ഏജന്റ്. ഒരിക്കൽ അസുഖം വന്നു കഴിഞ്ഞാൽ, ചിക്കൻ ബോക്സ് ഒക്കെ ജീവിതത്തിൽ ഒരിക്കലേ വരുള്ളൂ നമ്മൾ പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട്, ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അടുത്ത വട്ടം ഈ സാധനം അവിടെ വന്ന് കയറുമ്പോഴത്തേക്കും തന്നെ എന്ത് ചെയ്യും, നമ്മുടെ അവിടെ ആന്റിബോഡീസ് ഗുണ്ടകൾ നമ്മുടെ അറ്റാക്ക് ചെയ്യാനുള്ള, തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിലുള്ള ഗുണ്ടകൾ റെഡിയാണ്. അവരങ്ങ് എന്ത് ചെയ്യും, തല്ലി താറുമാറാക്കി കളയും. നീ എന്ത് ഒരു വട്ടം നീ വന്നപ്പോൾ ഞങ്ങൾ ക്ഷമിച്ചു അല്ലെ, അന്ന് ഞങ്ങളിവിടെ റെഡി ആയിരിക്കണം, ഇനി നീ വരുന്നുണ്ടെങ്കിൽ നിന്നെ തീർക്കാനായിട്ട് തന്നെ ഞങ്ങളിവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ആന്റിബോഡീസ് റെഡി ആയിരിക്കും. അവരെന്ത് ചെയ്യും, അവരവരെ തീർത്ത് കളയും. അങ്ങനെ ആ ഒരു അസുഖം വന്നു പോവാതെ തന്നെ നമ്മുടെ ശരീരത്തിന് അത്തരത്തിലുള്ള ആന്റിബോഡീസ് റെഡിയാക്കി നിർത്തുക എന്നുള്ളൊരു പരിപാടി, അത് പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആന്റിബോഡീസ് റെഡിയാക്കി നിർത്തുക എന്നുള്ള പരിപാടിയാണ് ഇതെന്ന് പറയുന്നത് ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിനേഷൻ എന്ന് പറയുന്നത്. അത് പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഡെഡ് ആയിട്ടുള്ള വൈറസിന് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള വൈറസിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വൈറസ് ആണെന്നും ഇത് ഇനാക്റ്റീവ് ആണെന്നും പറഞ്ഞ് എന്ത് ചെയ്യും, നമ്മുടെ ബോഡി അതിന് വേണ്ടുന്ന അതിനെതിരെ പ്രതികരിക്കാൻ കെൽപ്പുള്ള ആന്റിബോഡീസിന് ഉണ്ടാക്കി വയ്ക്കും. സത്യത്തിൽ നമുക്ക് അസുഖം വന്നിട്ടില്ല, പക്ഷേ ശരിക്കും ആ ഒരു അസുഖം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ബോഡി ഇതിനെതിരെ റിയാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിനേഷൻ എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഓർക്കേണ്ടുന്ന ഒരു പോയിന്റാണ്, നമുക്കറിയാം അമ്മ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ വരുന്ന മുലപ്പാലിന് നല്ല കൊഴുപ്പുള്ള മഞ്ഞ നിറത്തിലുള്ള മുലപ്പാൽ കൊളസ്ട്രോൾ റിച്ച് ആയിട്ടുള്ള മുലപ്പാലാണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അത് കുഞ്ഞിന് ആദ്യത്തെ കാലങ്ങളിലൊന്നും കൊടുക്കില്ലായിരുന്നു, കാരണം മഞ്ഞയാണ്, അത് പൊട്ടയാണെന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നീട് ശാസ്ത്രം വളർന്നപ്പോൾ ആളുകൾ മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായത് ഒരിക്കലും കുഞ്ഞിന് കൊടുക്കാതിരിക്കുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുറേ പ്രതിരോധ ശേഷി കൊടുക്കാനുള്ള കഴിവുള്ള ശക്തിയുള്ള മുലപ്പാലാണ് അതെന്ന് എന്ത് ചെയ്യേണ്ടായി, നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡീസ്, IgA ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന ആൻറ്റിബോഡീസ് അമ്മയുടെ മുലപ്പാലിൽ, അതായത് പ്രസവിച്ച് കഴിഞ്ഞ് ആദ്യത്തെ 2-3 ദിവസം വരുന്ന മുലപ്പാലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അടങ്ങിയിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ആൻറ്റിബോഡീസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ പ്രതിരോധത്തിന്, ഇമ്മ്യൂണിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുലപ്പാലാണ് എന്തെന്ന് പറയുന്നത്, ആദ്യത്തെ 1-2 ദിവസം ആ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്നെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡീസ് ഏതാണെന്ന് ഓർത്ത് വയ്ക്കുക, IgA ആൻറ്റിബോഡീസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, അമ്മയുടെ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഇങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇനി അതല്ലാതെ അത്തരത്തിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി നമ്മൾ കൃത്രിമമായി ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് വാക്സിൻസ് എന്ന് പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യലി നമുക്ക് വേണ്ടുന്ന ഇമ്മ്യൂണൈസേഷൻ, നമുക്ക് വേണ്ടുന്ന പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൽ ബിൽഡ് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വാക്സിൻസ് യൂസ് ചെയ്യുന്നത്. ആൻറ്റിജനിക് പ്രോട്ടീൻസ് ഓഫ് പാത്തജൻസിൻ്റെ അവരുടെ ആൻറ്റിജൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടീൻസ്, ഓർ ഇനാക്ടിവേറ്റഡ് ഓർ വീക്കൻഡ് പാത്തജൻ, ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശക്തി ക്ഷയിച്ച, ശക്തി ഇല്ലാത്ത പാത്തജൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് സ്റ്റിമുലേറ്റ് ദ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി, നമ്മുടെ ബോഡിയുടെ പ്രതിരോധം ആ ഹാൻഡിൽ ചെയ്യുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യും, ഇതൊന്ന് അവർ ആക്റ്റീവ് ആവും. ഓക്കെ, എന്തോ വരുന്നുണ്ടെന്ന് വിചാരിക്കും, അവരെന്ത് ചെയ്യും, അതിനെതിരെ ആൻറ്റിബോഡീസ് രൂപീകരിച്ച് വയ്ക്കും. അപ്പോൾ അങ്ങനെ ആൻറ്റിബോഡീസ് രൂപീകരിച്ച് വയ്ക്കുമ്പോൾ ദ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി എഗെയിൻസ്റ്റ് ദീസ് ആൻറ്റിജൻസ്, ഇത് ഈ ആൻറ്റിജൻസിനെതിരെ ഈ വന്ന നമ്മളവിടെ പറ്റിക്കാൻ ഇട്ട് കൊടുത്തതാ. അപ്പോൾ അതിനെതിരെ എന്ത് ചെയ്തു, അവർ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തു. ഇവർ ദേ വുഡ് ന്യൂട്രലൈസ് ദ പാത്തോജനിക് ഏജൻസ് ഡ്യൂറിങ് ആക്ച്വൽ ഇൻഫെക്ഷൻ. ആക്ച്വലി ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ, ആക്ച്വലി അത്തരത്തിലുള്ള വൈറസിൻ്റെയോ ഒരു ബാക്ടീരിയയോ അല്ലെങ്കിൽ എന്തിൻ്റെയും ഒരു അറ്റാക്ക് വരുമ്പോൾ അതെന്ത് ചെയ്യും, അതിനെതിരെ പ്രതികരിക്കുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്യും. ഇതാണ് എന്തെന്ന് പറയുന്നത് വാക്സിനേഷൻ്റെ ഒരു ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വാക്സിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് പ്രതിരോധ ശേഷി, കൃത്രിമമായ പ്രതിരോധ ശേഷി തരാനായിട്ടാണ്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുക, ആൻറ്റിജനിക് പ്രോട്ടീൻസ് ആവാം, വീക്കൻഡ് ആയിട്ടുള്ളതോ ഇനാക്ടിവേറ്റഡോ ആയിട്ടുള്ള പാത്തോജൻസ് ആവാം ബോഡിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് രൂപീകരിക്കപ്പെടുകയും ഒരാവശ്യം വരുമ്പോൾ ഈ ആൻറ്റിബോഡീസ് ഈ കയറി വരുന്ന ആളുകളെ ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇതെന്ന് പറയുന്നത് വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഈ വാക്സിനേഷൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് എഡ്വേർഡ് ജെന്നറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എഡ്വേർഡ് ജെന്നറാണ് വാക്സിനേഷൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇയാളാണ് എന്തെന്ന് ചെയ്യുന്നത്, സ്മോൾ പോക്സ് വാക്സിൻ, വസൂരിയുടെ വാക്സിൻ കണ്ടുപിടിക്കുന്ന ആളാണ്. അങ്ങനെ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം രക്ഷിച്ച ആളാണ് എന്ന് തന്നെ നമുക്ക് എന്തെന്ന് പറയാം, എഡ്വേർഡ് ജെന്നറെ പറ്റി പറയാം. അപ്പോൾ അദ്ദേഹം അത് കണ്ടുപിടിക്കാനിടയാവുന്ന കഥ ഭയങ്കര രസമാണ്.
എഡ്വേർഡ് ജെന്നർ എന്ന ഇംഗ്ലീഷ് ഡോക്ടറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. എഡ്വേർഡ് ജെന്നർ ഒരു ഇംഗ്ലണ്ടുകാരനായ ഡോക്ടറാണ്. ഇദ്ദേഹമാണ് 1978 ഇമ്മ്യൂണൈസേഷൻ ആരംഭിക്കുന്നത്. അത് കണ്ടുപിടിക്കാനിടയ സാഹചര്യം പറയുന്നത് ഗോവസൂരി രോഗം ബാധിച്ചവർക്ക് വസൂരി രോഗം ബാധിക്കുന്നില്ല എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഗോവസൂരി എന്ന് പറയുമ്പോൾ ആ കാലത്ത് ഉണ്ടായിരുന്ന കൗപോക്സ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഓൾമോസ്റ്റ് സിമിലർ വൈറസ് കോസിങ് തന്നെയാണ്. ആ കൗപോക്സ് വന്നവർക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ വസൂരി എന്ന് പറയുന്ന അസുഖം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. സ്മോൾ പോക്സ് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വയസ്സുള്ള ഒരു ആൺകുട്ടിയിൽ ഗോവസൂരി രോഗിയിൽ നിന്നുള്ള പഴുപ്പ് കുത്തിവെച്ചു. 8 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് ഗോവസൂരി രോഗിയിൽ നിന്നുള്ള പഴുപ്പ് അദ്ദേഹം എന്ത് ചെയ്യണം, കുത്തിവെക്കുകയാണ്. ആ കുട്ടിക്ക് ഗോവസൂരി രോഗം ഉണ്ടാവുകയും രോഗം ഭേദമാവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും കുത്തിവെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അസുഖം വരും, അത് ഭേദമാവുകയും ചെയ്തു. 2 മാസത്തിന് ശേഷം അദ്ദേഹം ആ കുട്ടിയിൽ ഒരു വസൂരി രോഗിയിൽ നിന്നുള്ള പഴുപ്പ് കുത്തിവെച്ചു. അദ്ദേഹം എന്ത് ചെയ്യണം, ഇതൊക്കെ മനുഷ്യത്വപരമായ പരീക്ഷണങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. തന്ന കാര്യങ്ങൾ SCRT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, അതുപോലെ ഞാൻ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ആ കുട്ടിയിൽ എന്ത് ചെയ്യണം, ഒരു വസൂരി രോഗിയിൽ നിന്നുള്ള പഴുപ്പ് പിന്നീട് കുത്തിവെക്കണം. ആദ്യം കൗപോക്സിൻ്റെ കുത്തിവെച്ചു, ദെൻ അത് കഴിഞ്ഞ് കൗപോക്സിൻ്റെ കുത്തിവെച്ചപ്പോൾ ആ കുട്ടിക്ക് കൗപോക്സ് വന്നു, ദെൻ അത് മാറി, അത് കഴിഞ്ഞ് സ്മോൾ പോക്സ് കുത്തിവെച്ചു. പക്ഷേ ആ കുട്ടിക്ക് എന്തുണ്ടായില്ല, വസൂരി രോഗം ഉണ്ടായില്ല. അപ്പോൾ ജെന്നറുടെ ഗോവസൂരി പ്രയോഗത്തെ അനുസ്മരിച്ച് പശു എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കായ വാക്ക, നമുക്കൊരു ചോദ്യത്തിനുള്ള സ്കോപ്പ് അവിടെ ഉണ്ട്. പശു എന്നാണ് ഏത് വാക്കിനർത്ഥം, വാക്ക എന്ന് പറയുന്ന വാക്കിനർത്ഥം. വാക്ക എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്ന് വരുന്നതാണ്. ആ ലാറ്റിൻ ഭാഷയിൽ നിന്ന് വരുന്ന വാക്ക എന്ന പദത്തിനർത്ഥം കൗ അല്ലെങ്കിൽ പശു എന്നാണ്. ഇതൊന്ന് നോട്ട് ചെയ്തേക്കാൻ, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വാക്കയിൽ നിന്നാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വാക്സിനേഷൻ എന്ന പേര് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഇംഗ്ലീഷിലും കൂടി വായിക്കാം. എഡ്വേർഡ് ജെന്നർ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ്. ഇമ്മ്യൂണൈസേഷൻ തുടങ്ങുന്നത് 78 ഇംഗ്ലീഷ് മീഡിയത്തിൽ വർഷമുണ്ട്, മലയാളം മീഡിയത്തിൽ വർഷമില്ല. ഹി ഒബ്സർവ്ഡ് ദാറ്റ് പീപ്പിൾ അഫക്റ്റഡ് ബൈ കൗപോക്സ് എസ്കേപ്ഡ് ഫ്രം ദ അറ്റാക്ക് ഓഫ് സ്മോൾ പോക്സ്. കൗപോക്സ് പശു ഗോവസൂരി രോഗം ബാധിച്ചവർക്ക് എന്ത് ചെയ്യുന്നില്ല, വസൂരി രോഗം വന്നില്ല എന്ന് മനസ്സിലായി. ഇദ്ദേഹം ഒരു 8 വയസ്സായ കുട്ടിയിൽ ഗോവസൂരിയുടെ കുത്തിവെച്ചു. ആ കുട്ടിക്ക് ഗോവസൂരി ഒന്ന് മാറി. പക്ഷെ 2 മാസം കഴിഞ്ഞിട്ട് സ്മോൾ പോക്സ് വസൂരി കുത്തിവെച്ചപ്പോഴും എന്ത് ചെയ്തില്ല, ആ കുട്ടിക്ക് വസൂരി വന്നില്ല. അതിന് അദ്ദേഹം എന്ത് ചെയ്തു, അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി പ്രതിരോധ ശേഷി ബിൽഡ് ആവുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ഇദ്ദേഹം ആദ്യമായി യൂസ് ചെയ്ത വാക്ക പശുവുമായി ബന്ധപ്പെട്ടതൊക്കെ ആയതുകൊണ്ടാണ് ആ വാക്ക എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വാക്സിനേഷൻ എന്ന് പറയുന്ന പദം വരുന്നതെന്ന് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് എഡ്വേർഡ് ജെന്നറെ പറ്റിയും വാക്സിനേഷനെ പറ്റിയും പറയാറുള്ളത്. ഇനി ഇന്ത്യയിൽ അവസാനമായിട്ട് സ്മോൾ പോക്സ് റിപ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യയിൽ അവസാനമായിട്ട് വസൂരി റിപ്പോർട്ട് ചെയ്യുന്ന വർഷം 1975 ബീഹാറിലാണ്. 1975 ബീഹാറിലാണ് വസൂരി റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിലൊക്കെ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയ ഒരു അസുഖമാണ് കേട്ടോ വസൂരി, പറയാതിരിക്കാൻ കഴിയില്ല. ഇനി നമുക്കിപ്പോൾ ആ വസൂരി വൈറസ് ലോകത്തില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1980 ഒഫീഷ്യലി ലോകത്ത് നിന്ന് തന്നെ വസൂരി തുടച്ചു മാറ്റാൻ കഴിഞ്ഞു എന്ന് ഇന്ത്യയിൽ വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്ന ഭൂരിഭാഗം ആളുകളും ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ WHO ഈ സ്മോൾ പോക്സ് ഒഫീഷ്യലി ഇറാഡിക്കേറ്റ് ചെയ്തു എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് 1980. ഇന്ത്യയിൽ അവസാനമായി ഈ വസൂരി കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് 1975 ബീഹാറിലാണെന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ വസൂരിയുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളോട് ഞാൻ പറഞ്ഞാണ്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് വാക്സിൻസ് ഉണ്ട്, അത് ഏതിനെതിരെ കൊടുക്കുന്നതാണ് ഇന്ത്യയാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. BCG വാക്സിൻ, ബസൈൽ കാൽമെറ്റ് ഗ്യൂറിൻ. ഓൾറെഡി നമ്മൾ CMGയും കണ്ടുപിടിച്ച ആളുകളാന്ന് പറഞ്ഞു. കാൽമെറ്റ് ഗ്യൂറിൻ ആണ് ആദ്യത്തെ. ബേസിൽ നിന്ന് വേണേൽ വായിച്ചോ, സൗകര്യത്തിന് ബേസിൽ നിന്ന് വായിച്ചാലും എന്തില്ല, കുഴപ്പമൊന്നുമില്ല. ഏതിനെതിരെ കൊടുക്കുന്നതാണ്, ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. ട്യൂബർകുലോസിസിനെതിരെ, ക്ഷയത്തിനെതിരെ കൊടുക്കുന്നതാണ്. പിന്നെ ഉള്ളതാണ് DPT, ട്രിപ്പിൾ വാക്സിൻ എന്ന് പറയുന്നത്. കാരണം D ഫോർ ഡിഫ്തീരിയ തൊണ്ടമുള്ള, P ഫോർ പെർട്യൂസിസ് ഹൂപ്പിംഗ് കഫ് ആൻഡ് T ഫോർ ടെറ്റനസ്, മൂന്നിനും കൂടി ഒരൊറ്റ വാക്സിൻ. അങ്ങനെ കൊടുക്കുന്ന വാക്സിൻ ആയതുകൊണ്ട് നമ്മൾ ട്രിപ്പിൾ വാക്സിൻ എന്നറിയപ്പെടുന്ന വാക്സിൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. DPT ആണ്. ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ പലവട്ടം. താഴെ തന്നിട്ടുള്ളവയിൽ ഏത് അസുഖത്തിനെതിരായിട്ടാണ് DPT കൊടുക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് P വെച്ചിട്ടും T വെച്ചിട്ടൊക്കെ ഉള്ള പല അസുഖങ്ങളും തരും. T ഫോർ ട്യൂബർകുലോസിസ് എന്നൊക്കെ തരാറുണ്ട്. അതായത് ഇങ്ങനെ ഓപ്ഷൻ വരിക, ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ്, ട്യൂബർകുലോസിസ്, അല്ലെങ്കിൽ അങ്ങനെ 3-4 അസുഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം, ഏത് അസുഖത്തിനാണ് ഏത് അസുഖത്തിനല്ലാത്തത് എന്നുള്ളത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. പിന്നെ മറ്റേ പരിപാടി അവർക്ക് ചെയ്യാലോ, ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ്, ട്യൂബർകുലോസിസ്, അല്ലെങ്കിൽ 5 തന്നിട്ട് 1 and 2 ഓൺലി, 2 and 3 ഓൺലി, 1 and 3 ഓൺലി എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മളതിൽ വീണ് വരുന്നത്. ചിലപ്പോൾ അതിൽ എന്തുണ്ടാവണമെന്നില്ല, 3 അസുഖം തന്നിട്ടുണ്ടാവണമെന്നില്ല. ഡിഫ്തീരിയയും പെർട്യൂസിസും മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ ട്യൂബർകുലോസിസും പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലും അസുഖമൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക അവർ തരിക. അപ്പോൾ ഇതിൽ വീണ് വരുന്നത് DPT, ഡിഫ്തീരിയ, പെർട്യൂസിസ്, അല്ലെങ്കിൽ ഹൂപ്പിംഗ് കഫ്, വില്ലൻ ചുമ നമ്മൾ പഠിച്ചതാണ്. ടെറ്റനസ്, ഇത്രയാണ് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. MMR, മംസ് അഥവാ മുണ്ടിനീര്, മുണ്ടിനീര്. മീസൽസ്, 5-ാം പനി. റൂബല്ല അല്ലെങ്കിൽ ജർമ്മൻ മീസൽസ് എന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിനെ പറയാറുണ്ട്. അപ്പോൾ MMR അടുത്ത വാക്സിനാണ്. മംസ് മുണ്ടിനീരാണ്. മീസൽസ് 5-ാം പനിയാണ്. റൂബല്ല ജർമ്മൻ മീസൽസിനെതിരെ കൊടുക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് MMR എന്ന് പറയുന്നത്. റോട്ട വാക്സിൻ എന്തിനെതിരെ കൊടുക്കുന്നതാണ്, ഡയേറിയക്കെതിരെ, വയറിളക്കത്തിനെതിരെ കൊടുക്കുന്ന ഒരു വാക്സിനാണ് ഇതെന്ന് പറയുന്നത് റോട്ട വാക്സിൻ എന്ന് പറയുന്നത്. പിന്നെ പെൻഡാവാക്ക്, 5 അസുഖങ്ങൾക്കെതിരെ ഒരൊറ്റ വാക്സിൻ. ഡിഫ്തീരിയ,
പെർട്യൂസിസ്, ടെറ്റനസ്, അതായത് DPT വന്നു. പിന്നെ വരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിയും ഇൻഫ്ലുവൻസും കൂടി എക്സ്ട്രാ വരും. പെൻഡാവാക് എന്ന് വെച്ച് കഴിഞ്ഞാൽ DPT പ്ലസ് ഹെപ്പറ്റൈറ്റിസ് ബിയും ഇൻഫ്ലുവൻസും കൂടിയാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. TT നമ്മളെല്ലാവരും അടിക്കുന്നതാണ് ടെറ്റനസ് ടോക്സോയിഡ്, ടെറ്റനസിനെതിരെയാണ്. TT എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറ്റനസ് ടോക്സോയിഡ്, ടെറ്റനസിനെതിരെയാണ് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട വാക്സിൻസ്. ജസ്റ്റ് ഇത്തിരി അറിഞ്ഞിരുന്നാൽ മതി. ഇതിനെ ബേസ് ചെയ്ത് ഇങ്ങനെയാണ് ചോദ്യം വരിക. BCG, ബാസിൽ കാൽമൻ ഗുവറിൻ, ട്യൂബർകുലോസിസ് എന്ന് പറയുന്നു, ട്യൂബർകുലോസിസിനെതിരെ കൊടുക്കുന്നു. DPT ട്രിപ്പിൾ വാക്സിൻ എന്നറിയപ്പെടുന്നു, ഡിഫ്തീരിയ, പെർട്യൂസിസ്, അതുപോലെ ടെറ്റനസിനെതിരെ കൊടുക്കുന്നതാണ്. MMR മംസ്, മീസൽസ്, റൂബല്ല. റോട്ട ഡയേറിയക്കെതിരെയാണ്. പെൻഡാവാക് DPT പ്ലസ് ഹെപ്പറ്റൈറ്റിസ് ബിയും ഇൻഫ്ലുവൻസയ്ക്കെതിരെ കൊടുക്കുന്നു. TT ടെറ്റനസ് ടോക്സോയിഡ്, ടെറ്റനസിനെതിരെ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഇത് പ്രധാനപ്പെട്ട വാക്സിൻസ് ആണ്. ഇനി 2 ദിവസങ്ങൾ കൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിന്ന് പെറുക്കിയിട്ടോട്ടെ. വേൾഡ് ഹെൽത്ത് ഡേ, ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 7-ാം തീയതിയാണ്. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. വേൾഡ് പോളിയോ ഡേ, ആ പോയിന്റിൽ പറയാൻ മറന്നു, October 24 ആണ്. October 23 ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോൾ ഡേ ആണ്, എൻ്റെ ബർത്ത്ഡേ ആണ്. സോ അതിൻ്റെ പിറ്റേന്നാണ് എന്ത് ചെയ്യുന്നത്, പോളിയോ ദിവസം വരുന്നത്. എനിക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർത്ത് വയ്ക്കാൻ പറ്റുക, ആ രീതിയിൽ ഓർത്ത് വെച്ചോളൂ. അപ്പോൾ വേൾഡ് പോളിയോ ഡേ October 24. വേൾഡ് മോൾ ഡേ എന്നല്ല, മോൾ ദിനം അല്ലേ, 23rd of October ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അറിയില്ലെങ്കിൽ അറിയാം, അതും ചോദ്യമായിട്ട് വരാറുള്ളതാണ്. അതിൻ്റെ പിറ്റേന്നാണ് എന്ത് വരുന്നത്, വേൾഡ് പോളിയോ ഡേ വരുന്നത്. അപ്പോൾ അസുഖങ്ങളെ പറ്റി അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരുപാട് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. എങ്കിലും കഴിയാവുന്ന അത്രയും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന അതേ രീതിയിൽ തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട പോയിന്റുകളൊന്നും വിട്ടുപോകാത്ത രീതിയിലും സംസാരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. എത്രത്തോളം അതിൽ ഞാൻ വിജയിച്ചു എന്നറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും സജഷൻസ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പുകൾ വഴി നമ്മൾ എന്തായാലും അറിയിക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.